ഹായ് ഓൾ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ ഒളിമ്പിയാഡ്സ്. അപ്പോൾ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുന്ന പോലെ നമ്മൾ പുതിയൊരു ജേർണി കൂടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. NSCJS എന്ന് പറയുന്നത് ജൂനിയർ സയൻസ്, അതായത് 8, 9, 10th ക്ലാസ്സിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് സയൻസിൻ്റെ അവരുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യുന്ന ഇന്റർനാഷണൽ ലെവലിലേക്ക് വരെ നമുക്ക് എത്താൻ പറ്റുന്ന ഒരു സയൻസ് ഒളിമ്പിയാഡാണ് NSCJS. അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ് NSCJS എന്ന് പറയുന്നത്. അതുമായി റിലേറ്റ് ചെയ്തിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോസ് കിടപ്പുണ്ട്, അതൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ ഫ്രീ ആയിട്ടുള്ള കോച്ചിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ക്ലാസ് ആണ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെൽ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. നമ്മുടെ ബയോളജിയിലെ സെൽ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സെൽ ദി യൂണിറ്റ് ഓഫ് ലൈഫ്, നമ്മളുടെ യൂണിറ്റ് ഓഫ് ലൈഫ്, നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് ആണ് സെൽ എന്ന് പറയുന്നത്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു ക്യാമ്പയിനിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ട്. നമുക്ക് ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, അതുപോലെ തന്നെ ബയോളജി ഉണ്ട്. അതിനൊപ്പം തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡുകളും നമുക്ക് അറിഞ്ഞിരിക്കണം. അതായത് ഫിസിക്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യണമെങ്കിൽ നമുക്ക് മാത്സ് അറിയണം അല്ലേ. അപ്പോൾ മാത്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യും, നമ്മൾ ഈ NSCJS വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കണ്ടന്റ്സ് ആണ് നമ്മൾ ഈ ഒരു ചാനലിൽ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. ഫ്രീ ആയിട്ടുള്ള കോച്ചിങ് ആണ്. നമ്മൾ എക്സാം വരുന്നത് November 23rd ആണ്. അപ്പോൾ അതുവരെ നീണ്ടു നിൽക്കുന്ന, നമ്മൾ August 2 മുതൽ നമ്മൾ അതുവരെ നീണ്ടു നിൽക്കുന്ന ഒരു വലിയൊരു ക്യാമ്പയിനാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. സോ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മളെ ഒപ്പം തന്നെ കൂടാ. സോ നമ്മൾ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസിലേക്ക് എന്ത് ചെയ്യാം, പോയി നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് വന്നിട്ടുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം. ദ ഓസ്മോട്ടിക് എക്സ്പാൻഷൻ ഓഫ് എ സെൽ കെപ്റ്റ് ഇൻ വാട്ടർ ഈസ് ചീഫ്ലി റെഗുലേറ്റഡ് ബൈ, അതായത് ഓസ്മോട്ടിക് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു സെല്ല് എക്സ്പാൻഡ് ചെയ്യുക, അതിലേക്ക് വാട്ടർ ഇൻസൈഡിലേക്ക് വരുന്നതിനാണ് നമ്മൾ ഓസ്മോസിസ് എന്ന് പറയുക. വാട്ടറിന്റെ മൂവ്മെന്റിനെയാണ് ഫ്രം ഇറ്റ്സ് ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ, വാട്ടറിന്റെ ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ പോകുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഓസ്മോസിസ് എന്ന് പറയുക. അപ്പോൾ ഓസ്മോസിസ് നടന്നിട്ട് സെൽ എക്സ്പാൻഡ് ചെയ്യുന്നതിനാണ് ഓസ്മോട്ടിക് എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഓസ്മോട്ടിക് എക്സ്പാൻഷൻ of a cell kept in water is chiefly regulated by, അതായത് വാട്ടർ എങ്ങോട്ടേക്കാണ് സെല്ലിനകത്തേക്ക് വരുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുള്ളത് റൈബോസോം ഉണ്ട്, പ്ലാസ്റ്റിഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ മൈറ്റോകോൺട്രിയ ഉണ്ട്, ദെൻ വാക്യൂൾസ് ഉണ്ട്. സോ നമുക്ക് ഇതിലെല്ലാവരും എല്ലാ സെൽ ഓർഗനൽസും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. സോ റൈബോസോം നമ്മൾ ചെറിയ ക്ലാസ് മുതൽ തന്നെ നമ്മൾ പഠിക്കുന്നതാണ്. റൈബോസോം ഈസ് ദ സൈറ്റ് ഫോർ പ്രോട്ടീൻ സിന്തസിസ്, റൈറ്റ്? പ്രോട്ടീൻ സിന്തസിസിന്റെ സൈറ്റ് ആണ് എന്ത്, പ്രോട്ടീൻ സിന്തസിസിന്റെ സൈറ്റ് ആണ് നമ്മളുടെ റൈബോസോം എന്ന് പറയുന്നത്. റൈബോസോം എന്ന് പറയുന്നത് നമ്മൾ പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്ന സ്ഥലമാണ്. ഓക്കെ, പ്രോട്ടീൻ സിന്തസിസ് ആണ് അതിന്റെ ഫംഗ്ഷൻ. സോ എന്തായാലും ഡെഫിനറ്റ്ലി ഈ ഓസ്മോട്ടിക് എക്സ്പാൻഷനുമായിട്ട് അതെന്തില്ല, അതിനൊരു യാതൊരു ബന്ധവും ഉണ്ടാവില്ല. ഇനി പ്ലാസ്റ്റിഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ സെല്ലിൽ, അതായത് പ്ലാന്റ് സെൽസിലാണ് കൂടുതൽ കാണാറുള്ളത്. പ്ലാന്റ് സെൽസിലൊക്കെ കളേർഡ് ബോഡീസ് ഉണ്ടാവും. സെൽസിനകത്ത് ഓർഗനൽസ്, കളർ കൊടുക്കുന്ന ഓർഗനൽസ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ പ്ലാസ്റ്റിഡ്സ് എന്ന് പറയാം. അപ്പൊ കളേർഡ് ബോഡീസിനെയാണ്, സെല്ലിനകത്ത് കാണുന്ന കളേർഡ് ബോഡീസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, പ്ലാസ്റ്റിഡ്സ് എന്ന് പറയാം. ക്ലോറോപ്ലാസ്റ്റ്, അമൈലോപ്ലാസ്റ്റ്, ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിഡ്സ് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൽസുകൾ കാണാൻ പറ്റും. അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, പ്ലാസ്റ്റിഡ്സ് എന്താണ് ഒന്നുകൂടി നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. യെസ്, ഇനി നമ്മൾ ചെറിയ ക്ലാസ് മുതൽ തന്നെ നമ്മൾ പഠിക്കുന്നതാണ് മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത് നമ്മുടെ സെല്ലിനകത്തുള്ള ഒരു സെൽ ഓർഗനലാണ്. നമ്മൾ സെല്ലിനകത്ത് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ പവർ ഹൗസ് ഓഫ് ദി സെൽ എന്ന് പറയുന്ന ഒരു സെൽ ഓർഗനലാണ് എന്ത്, നമ്മുടെ മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത്. സോ പവർ ഹൗസ് ആണ് എന്ത്, നമ്മുടെ മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത്. ഇനി വാക്യൂൾസ് എന്ന് പറയാ, നമുക്കറിയാം നമ്മുടെ സെല്ലിനകത്ത് ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ടാവും. അവരെല്ലാം വാട്ടർ, മിനറൽസ്, അയൺസ്, ഇതിനെല്ലാം സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു വലിയൊരു എയർ സാക്ക്, അല്ലെങ്കിൽ ഒരു സാക്ക് ലൈക്ക് സ്ട്രക്ചർ ആണ് എന്ത്, നമ്മുടെ വാക്യൂൾസ് എന്ന് പറയുന്നത്. വാക്യൂൾസ് എന്ന് പറഞ്ഞാൽ സ്റ്റോറേജ് ആണ് ഫംഗ്ഷൻ വരുന്നത്. വാട്ടർ, അതുപോലെ തന്നെ നമ്മുടെ മിനറൽസ്, എല്ലാ കാര്യങ്ങളും സ്റ്റോറേജ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് ആര് ചെയ്യുക, വാക്യൂൾസ്. നമുക്കറിയാം പ്ലാന്റ് സെൽസും ആനിമൽ സെൽസും തമ്മിലുള്ള ഏറ്റവും വലിയ ഡിഫറൻസും വരുന്നത് ഈ വാക്യൂൾസ് ആണ്. പ്ലാന്റ് സെൽസിന് സെൻട്രൽ വാക്യൂൾ, ഏറ്റവും വലിയ വാക്യൂളാണ് ഉണ്ടാവുക. ആനിമൽ സെൽസിന് ചെറിയ വാക്യൂളാണ് ഉണ്ടാവുക. കാരണം പ്ലാന്റ് സെൽസിൽ വാട്ടറൊക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ സെല്ലിൽ കൂടുതൽ വാട്ടർ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പം അതിന് സ്റ്റോറേജ് ഫംഗ്ഷന് വേണ്ടിയിട്ട് വാക്യൂൾ വലുതാണ് വേണ്ടത്. സോ ഇറ്റ്സ് ബിഗ്ഗർ ഇൻ പ്ലാന്റ് സെൽസ് ആസ് കമ്പയർ ടു ആനിമൽ സെൽ. ആനിമൽ സെല്ലിനെ കമ്പയർ ചെയ്യുമ്പോൾ പ്ലാന്റ് സെൽസിൽ വാക്യൂള് വലുതായിരിക്കും. സോ വാട്ടർ വരുന്നത് എങ്ങോട്ടൊക്കെ തന്നെ ആയിരിക്കും, സ്റ്റോറേജ് ഫംഗ്ഷൻ ചെയ്യുന്ന വാക്യൂൾസിലേക്കായിരിക്കും. സോ ചീഫ്ലി റെഗുലേറ്റ് ചെയ്യുന്നത് ആരായിരിക്കും, നമ്മുടെ വാക്യൂൾസ് തന്നെ ആയിരിക്കും എന്നാണ് നമുക്ക് നോക്കാം. യെസ്,
ഇവിടെ കാണാൻ പറ്റൂലേ, ഇതാണ് വാക്യൂൾസ് എന്ന് പറയുന്നത്. ഇത് വാട്ടർ, ഇത് പ്ലാന്റ് സെല്ലിന്റെ ഒരു റെപ്രസെന്റേഷൻ ഇമേജ് ആണ് കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. സോ ഈ പിക്ചോറിയൽ റെപ്രസെന്റേഷനിൽ കാണുന്ന ഈ സെൻട്രൽ പാർട്ടല്ലേ, വാട്ടറിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഈ സെൻട്രൽ പാർട്ടിനെയാണ് നമ്മൾ വാക്യൂൾ എന്ന് വിളിക്കുന്നത്. സോ വാക്യൂളിലേക്കാണ് എന്ത് വാട്ടർ എൻ്റർ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ, അതായത് ഹൈപ്പോട്ടോണിക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ സെല്ലിന്റെ അതിനകത്തുള്ള വാട്ടറിൽ അതുപോലെ തന്നെ സോൾട്ട് ഉണ്ടാവും അല്ലെ, അതിന്റെ കോൺസെൻട്രേഷനിൽ കുറവുള്ള സൊല്യൂഷൻ, അതിനെയാണ് നമ്മൾ ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറയുക. അതായത് സോൾട്ട് കോൺസെൻട്രേഷൻ കുറവുള്ള വാട്ടറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, വാട്ടറിനെയാണ് സൊല്യൂഷനെയാണ് നമ്മൾ ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ എന്ന് വിളിക്കുക. ഹൈപ്പർടോണിക് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സോൾട്ട് കോൺസെൻട്രേഷൻ കൂടിയ സൊല്യൂഷനെയാണ് നമ്മൾ ഹൈപ്പർടോണിക് സൊല്യൂഷൻ. സച്ച് ആസ് സോൾട്ട് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സൊല്യൂഷനിൽ നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ സെല്ലിനകത്തുള്ള വാട്ടർ പുറത്തേക്ക് വരും. അതാണ് ഈ ഒരു പിക്ചറിൽ കാണിച്ചുള്ളത്. ഇനി നമ്മൾ ഈ ഒരു പിക്ചറിൽ കാണുകയാണെങ്കിൽ എന്താണ്, ഹൈപ്പോട്ടോണിക് ആണ്, വാട്ടർ കോൺസെൻട്രേഷൻ ആണ് സോൾട്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ അതിൽ കൂടുതൽ ഉണ്ടാവും ഹൈപ്പോട്ടോണിക് സൊല്യൂഷനിൽ. അപ്പം സെല്ലിനകത്തേക്കാണ് എന്തുണ്ടാവും, വാട്ടർ വരാം. അപ്പൊ ഈ ഓസ്മോട്ടിക് പ്രഷർ അല്ലെങ്കിൽ ഓസ്മോട്ടിക് എക്സ്പാൻഷന്, ഈ എക്സ്പാൻഷനെ റെഗുലേറ്റ് ചെയ്യുന്നത് ചീഫ്ലി ബൈ വാക്യൂൾസ് ആണ്. സ്റ്റോറേജ് ചെയ്യുന്ന വാക്യൂൾസ് ആണ് ചീഫ്ലി അത് റെഗുലേറ്റ് ചെയ്യുന്നത്. സോ ഇതിൽ ആൻസർ വാക്യൂൾസ് ആണ്, നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. സോ അതിന്റെ ഒരു പിക്ചോറിയൽ റെപ്രസെന്റേഷൻ കൂടിയാണ് എന്താ ഇതിൽ പറയുന്നത്, ഓസ്മോസിസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള. ഇനി ഐസോട്ടോണിക് എന്ന് പറയുന്ന സൊല്യൂഷൻ, സെല്ലിനകത്തും പുറത്തുള്ള സൊല്യൂഷനും ഈക്വൽ വാട്ടർ കോൺസെൻട്രേഷൻ ആണെങ്കിൽ വാട്ടർ അകത്തേക്കും വരില്ല, വാട്ടർ പുറത്തേക്കും വരില്ല, അല്ലെങ്കിൽ വാട്ടർ അകത്തേക്ക് എത്രത്തോളം വരുന്നുണ്ടോ അത്രത്തോളം വാട്ടർ പുറത്തേക്ക് പോകും. അതാണ് ഈ ഒരു പിക്ചോറിയൽ റെപ്രസെന്റേഷനിൽ കാണിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് ഓസ്മോട്ടിക് എക്സ്പാൻഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാനുള്ളത്. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മളെ വാക്യൂൾസ് ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. സോ നമ്മുടെ ഓപ്ഷൻ ഡി വാക്യൂൾസ് ആണ് ചീഫ്ലി റെഗുലേറ്റ് ചെയ്യുന്നത്. സോ ഡി ഈസ് എ റൈറ്റ് ആൻസർ. സോ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുള്ളത് ഒരു അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ റീസൺ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് എന്താണെന്ന് നോക്കാം. മൈറ്റോകോൺട്രിയ ആർ നോൺ ആസ് ദ പവർ ഹൗസ് ഓഫ് ദി സെൽ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത് നമ്മൾ ചെറിയ ക്ലാസ്സിലെ പഠിക്കുന്നതാണ്. സെല്ലിനകത്ത് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരാളാണ് എന്ത്, മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത്. സോ ഈ ഒരു അസേർഷൻ എന്താണ്, ഒരു ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി നമുക്ക് അതിന്റെ റീസൺ ആയിട്ട് കൊടുത്തിട്ടുള്ള ഒരു ഓപ്ഷൻ എന്താണെന്ന് നോക്കാം. റീസൺ നോക്കാം. F1 particles present on the cristae in the mitochondria are involved in the synthesis of ATP. അതായത് ATP എന്ന് പറയുന്നത് എനർജി മോളിക്യൂൾ ആണ്. അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്നാണ് ATP യുടെ ഫുൾ ഫോം വരുന്നത്. ATP അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്നാണ് ATP എന്ന് പറയുന്നത് കേട്ടോ. എനർജി മോളിക്യൂൾ ആണ്. ഈ എനർജി മോളിക്യൂളാണ് നമ്മളുടെ ബോഡിയിലേക്കും അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എല്ലാ ഓർഗാനിസത്തിനും എനർജി കൊടുക്കുന്ന ഒരു എനർജി കറൻസിയാണ് ATP ഓർ അഡിനോസൈൻ ട്രൈഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ആ ഒരു മോളിക്യൂൾ. ക്രിസ്റ്റേ എന്താണെന്നൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ് മുതൽ തന്നെ, അല്ലെങ്കിൽ നമ്മൾ 8th സ്റ്റാൻഡേർഡിലും 9th സ്റ്റാൻഡേർഡിലും ഒക്കെ പഠിക്കുന്നതാണ്. ക്രിസ്റ്റേ എന്ന് പറയുന്നത് ഇൻഫോൾഡിങ്സ് ആണ്. അതായത് മൈറ്റോകോൺട്രിയയിൽ കാണുന്ന ഇൻഫോൾഡിങ്സിനെയാണ് നമ്മൾ ക്രിസ്റ്റേ എന്ന് വിളിക്കുക. ഈ ഒരു ഇൻഫോൾഡിങ്സിനെയാണ് നമ്മൾ ക്രിസ്റ്റേ എന്ന് വിളിക്കുന്നത്. മൈറ്റോകോൺട്രിയക്ക് 2 മെംബ്രെയിൻസ് ഉണ്ട്, ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്, ഇന്നർ മെംബ്രെയിൻ ഉണ്ട്. ഇന്റർ മെംബ്രെയിനിൽ സ്പേസ് കൂടിയുണ്ട് അല്ലെ. ആ ഔട്ടർ മെംബ്രെയിനും ഇന്നർ മെംബ്രെയിനും ഇടയിൽ ഒരു സ്പേസ് ഉണ്ട്, അതിനെയാണ് ഇന്നർ മെംബ്രെയിൻ സ്പേസ്. അതൊക്കെ ഇവിടെ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനകത്തുള്ള ഫ്ലൂയിഡ് ഫിൽ ആയിട്ടുള്ള, അതായത് ഇന്നർ മെംബ്രെയിൻ സ്പേസിൽ ഒരു ഫ്ലൂയിഡ് ഫിൽഡ് ആണ്, അല്ലെങ്കിൽ ഒരു ജെലി ലൈക്ക് പ്രസൻസ് നമുക്ക് കാണാൻ പറ്റും. അതിനെയാണ് നമ്മൾ മാട്രിക്സ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ അതിൽ മൈറ്റോകോൺട്രിയ ഉണ്ടായിട്ടുള്ളത്. നമുക്ക് ഏതൊരു ലിവിങ് ബീയിനെ നോക്കുന്ന സമയത്ത് അതിൽ ജനറ്റിക് മെറ്റീരിയൽ DNA ഉണ്ടാവും. സെൽ ഓർഗനലായിട്ടുള്ള മൈറ്റോകോൺട്രിയൻ്റെ അകത്തും നമുക്ക് DNA കാണാൻ പറ്റും. സോ ഈ ഒരു ഇൻഫോൾഡിങ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ക്രിസ്റ്റേ എന്ന് വിളിക്കുന്നത്. വി കോൾ ഇറ്റ് ആസ് ക്രിസ്റ്റേ എന്ന് വിളിക്കുന്നത് എന്താണ്, നമ്മൾ ആ ഒരു ഇൻഫോൾഡിങ്സിനാണ്. അപ്പൊ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞുള്ളത് F1 പാർട്ടിക്കിൾ ആണ് ഇവിടെ നിങ്ങൾക്ക് മാർക്ക് ചെയ്തിട്ടില്ല. ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു ഡോട്ട് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് F1 എന്ന് പറയുന്ന പാർട്ടിക്കിൾ ആണ്. അത് എന്താണ് അതിന്റെ ഫംഗ്ഷൻ എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. എന്താണ് ഫംഗ്ഷൻ നോക്കി കഴിഞ്ഞാൽ F0 particles present on the cristae in mitochondria are involved in the synthesis of ATP. ATP എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ATP എന്ന് പറയുന്നത് അവിടെ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. എനർജി അവിടെ ബിൽഡ് ചെയ്യാൻ പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഡീകാർബോക്സിലേഷൻ, അതുപോലെ തന്നെ നമ്മുടെ പ്രോട്ടോൺസിന്റെ മൂവ്മെന്റ് ഒക്കെ നടക്കുന്നുണ്ട്. നമ്മൾ മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ട് എനർജി എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രോട്ടോൺസ് ആയിട്ടുള്ള H+ അയോൺസ് എന്ത് ചെയ്യും, നമ്മുടെ മൈറ്റോകോൺട്രിയൻ്റെ അകത്ത് ഒരുപാട് എണ്ണം ഉണ്ടാവും. അപ്പോൾ ആ H+ അയോൺസ് ഇതിലേക്ക് നമ്മളെ ഇന്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് വരുന്ന സമയത്താണ് എനർജി പ്രൊഡക്ഷൻ നടക്കുക. ആ എനർജി പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്ന പാർട്ടിക്കിളാണ് നമ്മളെ F1 എന്ന് പറയുന്ന ഈ പാർട്ടിക്കിൾ. അതിനൊരു
ബൈൻഡിങ് ഏരിയ ഉണ്ടാവും. ആ ബൈൻഡിങ് ഏരിയനാണ് നമ്മൾ F1 പോർഷൻ എന്ന് വിളിക്കുക. തന്നെ F0 പോർഷൻ എന്ന് വിളിക്കുന്നത് നമ്മൾ അതിൻ്റെ ചാനലിനെയാണ്, പ്രോട്ടോൺസിനെ കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രോട്ടോൺസിനെ ഇന്നർ മെംബ്രെയിൻ സ്പേസിലേക്ക് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിളാണ് എന്താ, അല്ലെങ്കിൽ ആ ചാനലിനെയാണ് നമ്മൾ F0 പോർഷൻ എന്ന് വിളിക്കുന്നത്. സോ F0 പോർഷൻ ആണ്. അതുപോലെ തന്നെ F1 പോർഷൻ ബൈൻഡിങ് ഏരിയ ആണ്, H+ അയോൺസിന് ബൈൻഡ് ചെയ്യാനുള്ള ഏരിയ ആണ്. ആ ഏരിയ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? പ്രോട്ടോൺസിന് ഇന്നർ മെംബ്രെയിൻ സ്പേസിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ പറഞ്ഞു നമ്മൾ എനർജി കറൻസീസ് ആയിട്ടുള്ള ATP അവിടെ ഉണ്ടാവുന്നത് ആ ഒരു പ്രോസസ്സ് നടക്കുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ ആ പ്രോസസ്സ് നടക്കുമ്പോഴാണ് അവിടെ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു. അത് തന്നെയല്ല നമ്മൾ റീസൺ ആയിട്ട് കൊടുത്തുള്ളത്. The F0 and F1 particles present on the cristae in mitochondria are involved in the synthesis of ATP. ശരിയാണോ? അതും ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ക്രിസ്റ്റ എന്ന് പറഞ്ഞാൽ ഇൻഫോൾഡിങ്സ് ആണ്. ഈ സെൽ ഓർഗനൽസും അതുപോലെ തന്നെ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കി വെക്കണം. എന്നാൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, NSCJS ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. സോ F1 F0 പാർട്ടിക്കിൾസ് പ്രസന്റ് ഓൺ ദ ക്രിസ്റ്റി ഇൻ മൈറ്റോകോൺട്രിയ ആർ ഇൻവോൾവ് ഇൻ ദ സിന്തസിസ് ഓഫ് ATP എന്ന് പറയുന്നതും ശരിയാണ്. ഇനി നമുക്ക് നോക്കാം മൈറ്റോകോൺട്രിയ എന്തുകൊണ്ടാണ് പവർ ഹൗസ് എന്ന് ചോദിക്കുന്നത്. ATP ഉണ്ടാവുന്നതുകൊണ്ടല്ലേ പവർ ഹൗസ് എന്ന് വിളിക്കുന്നത്. സോ അത് ക്ലിയർ ആയിട്ട് റീസണിലെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ടല്ലോ. സോ നമ്മൾ ആൻസർ ഏതാണ് വരേണ്ടത്? ആൻസർ ഓപ്ഷൻ A ആണ് വരേണ്ടത്. നമുക്ക് നോക്കാം ഓപ്ഷൻ A തന്നെയാണോ നമ്മളുടെ റൈറ്റ് ആൻസർ വരുന്നത് നോക്കാം. യെസ്, സോ വി ആർ മൂവിങ് ടു ദ ആൻസർ, ദറ്റ് ഈസ് A. നമ്മൾ ഓൾറെഡി പറഞ്ഞു A ആണ്. ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് ദ റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ എന്ന് പറയുന്ന ആൻസർ ആയിരിക്കും റൈറ്റ് ആൻസർ. സോ F0 F1 എന്താണ്? അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ക്രിസ്റ്റേന്റെ മുകളിൽ നമുക്ക് കാണാൻ പറ്റുന്ന ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ആണ്. അതിലൂടെയാണ് പ്രോട്ടോൺസിനെ കണ്ടക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രോട്ടോൺസിനെ ചാനലിങ് ചെയ്യുന്നത്. പ്രോട്ടോൺസ് നമ്മളുടെ ഇന്നർ ആയിട്ടുള്ള മെട്രിക്സിൽ നിന്ന്, നമ്മുടെ ഇന്നർ ആയിട്ടുള്ള മൈറ്റോകോൺട്രിയന്റെ ഇന്നർ സ്പേസിൽ നിന്ന് നമ്മുടെ ഇന്നർ മെംബ്രെയിൻ ത്രൂ ഇന്നർ മെംബ്രെയിൻ സ്പേസിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അവിടെ നിന്നാണ് ATP എല്ലാം ഉണ്ടാവുന്നത് കേട്ടോ. അവിടെ നിന്നാണ് ATP ഉണ്ടാവുന്നത്. ആ ഒരു പ്രോസസ്സിൽ നമുക്ക് മനസ്സിലാക്കാം അതിന് ഹെൽപ്പ് ചെയ്യുന്നത് F0 പോർഷനും F1 പോർഷനുമാണ്, അല്ലെങ്കിൽ F0 F1 പാർട്ടിക്കിൾസ് ആണ്. സോ അത് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ഈസി ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. സോ നമ്മുടെ അസേർഷന് കറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. സോ നമ്മുടെ ഓപ്ഷൻ A ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യനിലെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ റോങ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു സെൽ എൻവലപ്പ് ഓഫ് പ്രോകാരിയോട്ടിക് സെൽ. പ്രോകാരിയോട്ടിക് സെല്ലിന്റെ സെൽ എൻവലപ്പ്, അതായത് സെല്ലിന്റെ കവറിങ്ങുമായിട്ട്, സെൽ എൻവലപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, സെല്ലിനെ കവർ ചെയ്യുന്ന ഒരു സ്ട്രക്ചറിനെയാണ് സെൽ എൻവലപ്പ് എന്ന് പറയാം. അപ്പൊ നമുക്ക് നോർമലി നമ്മുടെ സെല്ലിന് സെൽ വാൾ ഉണ്ടോ? ഇല്ല. പക്ഷെ പ്ലാന്റ് സെൽസിന് സെൽ വാൾ ഉണ്ട്. ബട്ട് അതുപോലെ തന്നെ നമ്മൾ ബാക്ടീരിയയിൽ നോക്കുന്ന സമയത്ത് അവർക്കും എന്തുണ്ട്, സെൽ വാൾസ് ഉണ്ട്. അവർക്കും സെൽ വാൾസ് ഉണ്ട്. മേഡപ്പ് ഓഫ് ഗ്ലൈക്കോകാലിക്സ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ വെച്ചിട്ട് എന്തുണ്ട്, പെപ്റ്റിഡോഗ്ലൈക്കൻ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് മെറ്റീരിയൽസ് വെച്ചിട്ട് അവർക്ക് എന്ത് നമുക്ക് കാണാൻ പറ്റും, നമുക്ക് ഗ്ലൈക്കോകാലിക്സ് വെച്ചിട്ട് നമുക്ക് അവരുടെ സെൽ വാൾസ് കാണാൻ പറ്റും. സോ സെൽ എൻവലപ്പ് നമുക്ക് പ്രോകാരിയോട്ടിക് സെൽ, മെയിൻലി നമ്മൾ നോക്കുന്നത് ബാക്ടീരിയ വെച്ചിട്ടാണ്. ബാക്ടീരിയയിൽ എങ്ങനെ കാണാൻ പറ്റും, ബാക്ടീരിയന്റെ ഫ്ലജല്ലിയാണ് കാണാൻ പറ്റുന്നത്. പിന്നെ സെല്ലിന്റെ കവറിങ് ആയിട്ടുള്ള ബാക്ടീരിയയിൽ എന്താണുള്ളത്, ബാക്ടീരിയയിൽ നമുക്ക് പ്രോകാരിയോട്ട് എന്ന് വിളിക്കുന്നത് പ്രോമിനന്റ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഇല്ലാത്തതുകൊണ്ടാണ് അവർ പ്രോകാരിയോട്സ് എന്ന് വിളിക്കുന്നത്. സോ അവരുടെ ഒരു DNA സ്ട്രക്ചർ ഇങ്ങനെ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുക. അതായത് ക്ലസ്റ്റേർഡ് ആയിട്ടല്ല നമുക്ക് കാണാൻ പറ്റുക, കുറച്ചുകൂടി വിട്ടിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. സോ അവർക്ക് സെൽ എൻവലപ്സ് ആയിട്ട് സെൽ വാൾസ് ഉണ്ടാവും, അതിന് പുറത്ത് ഗ്ലൈക്കോകാലിക്സ് ഉണ്ടാവും. ഏറ്റവും അകത്തായിട്ട് നമുക്ക് നമ്മളുടെ എല്ലാ സെല്ലിലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഫീച്ചറാണ് പ്ലാസ്മ മെംബ്രെയിൻ അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ. അതും ആർക്കുണ്ടാവും, ബാക്ടീരിയക്ക് ഉണ്ടാവും. അപ്പൊ എത്ര ലേയേഴ്സ് ഉണ്ട് ടോട്ടൽ? ദർ ആർ സെൽ എൻവലപ്സ് ആയിട്ട് എത്ര ലേയേഴ്സ് ഉണ്ട്? സെൽ വാൾസ് ഉണ്ട്, ഗ്ലൈക്കോകാലിക്സ് ഉണ്ട്, അതുപോലെ തന്നെ സെൽ മെംബ്രെയിൻ കൂടി ഉണ്ട്. അപ്പം മൂന്ന് എൻവലപ്സ് ആണ് എന്ത്, ബാക്ടീരിയക്കുള്ള. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ഓപ്ഷൻസ് വായിച്ചു നോക്കാം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ലൂസ്ലി ബൗണ്ട് 3 ലേയേഴ്സ് സ്ട്രക്ചേഴ്സ് ആണോ? ലൂസ്ലി ബൗണ്ട് 3 ലേയേഴ്സ് സ്ട്രക്ചേഴ്സ് ആണോ? ലൂസ്ലി ബൗണ്ട് ആയിട്ടുള്ള 3 ലേയേഴ്സ് സ്ട്രക്ചേഴ്സ് ആണ്. നമുക്ക് നോക്കാം. On the basis of difference in the cell envelopes, bacteria can be classified into 2 groups. അതായത് ബാക്ടീരിയന്റെ സെൽ, നമുക്ക് സെൽ വാൾസ് പറഞ്ഞു, അതുപോലെ തന്നെ ഗ്ലൈക്കോകാലിക്സ് പറഞ്ഞു. ഇതിന്റെ സെൽ വാളിന്റെ ഡിഫറൻസ് അനുസരിച്ച് നമുക്ക് 2 ടൈപ്സ് ഓഫ് അല്ലെങ്കിൽ 2 ഗ്രൂപ്പ്സ് ഓഫ് ബാക്ടീരിയ ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. 2 ഗ്രൂപ്പ്സ് ഓഫ് ബാക്ടീരിയാസ് ആർ ദർ. വൺ ഈസ് ഗ്രാം പോസിറ്റീവ് ആൻഡ് വൺ ഈസ് ഗ്രാം നെഗറ്റീവ്. അതായത് ഈ ഒരു സെൽ വാളിന്റെ പ്രസൻസ് അനുസരിച്ച് ഗ്രാം പോസിറ്റീവ് ഉണ്ടും അതുപോലെ തന്നെ
ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ഉണ്ട്. ബാക്ടീരിയ തന്നെ 2 ടൈപ്സ് ഉണ്ട്, 2 ഗ്രൂപ്പ്സ് ഉണ്ട്. ദാറ്റ് ഈസ് 1 ഗ്രാം പോസിറ്റീവും ഗ്രാം നെഗറ്റീവും ഉണ്ട്. ഇതിൻ്റെ സെൽ എൻവലപ്സിനനുസരിച്ച് ഡിഫറൻസിനനുസരിച്ചാണ് 2 ഗ്രൂപ്പ്സ് ആയിട്ട് അതിനെ തരംതിരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഇതെന്താണ്, ഇത് റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, റോങ് അല്ല, ഇത് റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്ക് നോക്കാം. ഈച്ച് ലെയർ ഓഫ് എൻവലപ്പ് പെർഫോംസ് ഡിസ്റ്റിങ് ഫംഗ്ഷൻ. എല്ലാ ലെയേഴ്സും ഡിസ്റ്റിങ് ഫംഗ്ഷൻ ആണോ? യെസ്, എല്ലാ ഫംഗ്ഷനും ഡിസ്റ്റിങ് ഫംഗ്ഷൻ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. സെൽ വാൾ പ്രൊട്ടക്ഷൻ ആയിരിക്കും. ഗ്ലൈക്കോ കാലിക്സ് അതിനും ഓവറോൾ ഔട്ടർ ലെയർ ആയിട്ടാണ് പ്രൊട്ടക്ട് ചെയ്യുക. പ്ലാസ്മ മെംബ്രെയിന് ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ ആയിട്ടാണ് ആക്ട് ചെയ്യുക അല്ലേ. നമ്മൾ ഓസ്മോസിസ് ഒക്കെ നടക്കുന്ന സമയത്ത് സെമി പെർമിയബിൾ മെംബ്രെയിൻ ആയിട്ടാണ് എന്താ പ്ലാസ്മ മെംബ്രെയിൻ അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ ഒക്കെ ആക്ട് ചെയ്യുന്നത്. സോ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റും ഇതെന്താണ്, ഓരോ ലെയറിനും ഓരോ ഫങ്ഷൻസ് ആണ്, ഡിസ്റ്റിങ് ഫങ്ഷൻസ് ആണ് ഓരോ ലെയേഴ്സിനും. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈച്ച് ലെയർ ഓഫ് എൻവലപ്പ് പെർഫോംസ് ഡിസ്റ്റിങ് ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ശരിയാണ്. ഇനി നമുക്ക് നോക്കാം. ദ ഔട്ടർ മോസ്റ്റ് ലെയർ ഇസ് ഗ്ലൈക്കോ കാലിക്സ്. അത് ശരിയാണോ? ശരിയാണ്. ഇനി നമുക്ക് നോക്കാം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ലൂസ്ലി ബൗണ്ട്. നമ്മൾ നോക്കാന്ന് പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ് ഫസ്റ്റത്തെ ഓപ്ഷൻ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ലൂസ്ലി ബൗണ്ട്. അവിടെ ലൂസ്ലി ബൗണ്ട് ആയിട്ട് ഒറ്റ ലെയർ മാത്രമേ ഉള്ളൂ. അത് ഗ്ലൈക്കോ കാലിക്സ് ആണ്. ഏറ്റവും ഔട്ടർ ആയിട്ടുള്ള ലെയർ ആയിട്ടുള്ള ഗ്ലൈക്കോ കാലിക്സിന് മാത്രമേ ലൂസ്ലി ബൗണ്ടഡ് ആയിട്ടുണ്ടുള്ളൂ. ലൂസ്ലി കണക്റ്റഡ് ആയിട്ടുള്ളത് ഏതാണ്? ഗ്ലൈക്കോ കാലിക്സ് മാത്രമാണ്. സെൽ മെംബ്രെയിൻ ആണെങ്കിലും സെൽ വാൾ ആണെങ്കിലും സ്ട്രക്ചേർഡ് ആണ്, റിജിഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്, ലൂസ്ലി ബൗണ്ട് അല്ല. സോ ഇതെന്താണ്, റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ദേ ഹാവ് 3 ലെയേർഡ് സ്ട്രക്ചേഴ്സ് ഉണ്ട്, ബട്ട് ഒന്ന് മാത്രമേ അതിൽ ലൂസ്ലി ബൗണ്ട് ഉള്ളൂ. ബാക്കിയെല്ലാം എന്താണ്, ബാക്കി 2 എണ്ണം റിജിഡ് ആണ്. അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ സെൽ വാൾ റിജിഡ് ആണ്, അതുപോലെ തന്നെ നമ്മൾ സെൽ മെംബ്രെയിനും റിജിഡ് ആണ്, റിജിഡ് നേച്ചർ ആണ്. റിജിഡ് നേച്ചർ എന്ന് പറഞ്ഞാൽ അത് സ്ട്രക്ചേർഡ് ആണ്. ഈ സെൽ വാളും സെൽ മെംബ്രെയിനും സ്ട്രക്ചേർഡ് ആണ്. പക്ഷേ ഗ്ലൈക്കോ കാലിക്സിന് ലൂസ്ലി ബൗണ്ട് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഷേപ്പ് കാര്യങ്ങളൊക്കെ അതിന് ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ ഗ്ലൈക്കോ കാലിക്സ് ആണ് എന്ത്, ലൂസ്ലി ബൗണ്ടഡ് ആയിട്ടുള്ളത്. സോ ഒറ്റൊന്ന് മാത്രമേ ലൂസ്ലി ബൗണ്ടഡ് ഉള്ളൂ, ബാക്കിയെല്ലാം റിജിഡ് ആണ്, സ്ട്രക്ചേർഡ് ആണ്. വെൽ സ്ട്രക്ചേർഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് റോങ് ആണ്. അതുപോലെ തന്നെ നമ്മൾ സെക്കൻഡ് ഓപ്ഷൻ ഓൾറെഡി പറഞ്ഞു, 2 ഗ്രൂപ്പ്സ് ആയിട്ട് നമ്മൾ സെൽ എൻവലപ്സിന് ഡിഫറൻസ് വെച്ചിട്ട് 2 ടൈപ്സ് ഓഫ് ബാക്ടീരിയ ആർ ദർ, ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ്. അത് വെച്ചിട്ട് നമുക്ക് ഈസിലി പറയാൻ പറ്റും റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്, ഫസ്റ്റ് ഓപ്ഷൻ ആണ്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ ആണ്. സെൽ എൻവലപ്പുമായിട്ട് വിത്ത് റെസ്പെക്ട് ചെയ്തുള്ള സ്റ്റേറ്റ്മെന്റ്സുമായിട്ട് റോങ് ആയിട്ട് മാർക്ക് ചെയ്തുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്, ഓപ്ഷൻ എ ആണ്. സോ ഓപ്ഷൻ എ ആണ് നമ്മളെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ബോത്ത് ക്ലോറോപ്ലാസ്റ്റ് ആൻഡ് മൈറ്റോകോൺഡ്രിയ ഷോ സിമിലാരിറ്റി ഇൻ ദ പ്രസൻസ് ഓഫ് ഡാഷ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. മൈറ്റോകോൺഡ്രിയ എന്താണെന്ന് നമുക്ക് അറിയാം. എന്താണ്, നമുക്ക് നമ്മളുടെ സെല്ലിനകത്ത് പവർ ഹൗസ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്ട്രക്ചറാണ് അല്ലെങ്കിൽ സെൽ ഓർഗനലാണ് മൈറ്റോകോൺഡ്രിയ എന്ന് പറയുന്നത്. ക്ലോറോപ്ലാസ്റ്റ് പ്ലാന്റ് സെൽസിൽ കാണുന്ന ഒരു സ്ട്രക്ചറാണ് അല്ലേ. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് പോയിന്റ്സ് നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്ന് നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. നെയ്തർ ക്ലോറോപ്ലാസ്റ്റ് നോർ മൈറ്റോകോൺഡ്രിയ ഹാവ് പോറിൻസ് ഇൻ ദെയർ ഇന്നർ മെംബ്രെയിൻ. പോറിൻസ് ഇന്നർ മെംബ്രെയിനിൽ നമുക്ക് എന്ത് കാണാൻ പറ്റില്ല, ക്ലോറോപ്ലാസ്റ്റിലും അതുപോലെ തന്നെ മൈറ്റോകോൺഡ്രിയയിലും കാണാൻ പറ്റില്ല. നമുക്ക് ന്യൂക്ലിയസിൻ്റെ അകത്തുള്ള മെറ്റീരിയൽസ് അല്ലേ, ന്യൂക്ലിയസിൻ്റെ അകത്ത് ഒരുപാട് DNA അതുപോലെ തന്നെ RNA, നമ്മൾ ജനറ്റിക് മെറ്റീരിയൽ, ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. ന്യൂക്ലിയസിൻ്റെ അകത്താണ് അത് വെൽ ബൗണ്ടഡ് ആയിട്ട് കിടക്കുന്നത് അല്ലേ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടാകുന്ന പ്രോട്ടീൻസ്, rRNA, mRNA, ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് RNAs ഉണ്ട്, അതുപോലെ തന്നെ പ്രോട്ടീൻസ് ഉണ്ട്. ഇതിനെല്ലാം കണ്ടക്ട് ചെയ്യുന്ന ഒരു ചാനലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, പോറിൻസ് എന്ന് വിളിക്കുക. നമ്മൾ വിളിക്കുന്നത് പോറിൻസ് എന്ന് വിളിക്കുന്നത് അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുക, പോറിൻസ് എന്ന് വിളിക്കുക. അതായത് അവിടെ ന്യൂക്ലിയോ പോർ എന്ന് പറയുക, അല്ലെങ്കിൽ പോറിൻസ് നമ്മൾ വിളിക്കുന്നത് എന്താണ്, പോർസിനെയാണ് നമ്മൾ വിളിക്കുക കേട്ടോ. അപ്പോൾ പോർസിനെയാണ് നമ്മൾ പോറിൻസ് എന്ന് വിളിക്കുക. അപ്പോൾ പോറിൻസ് ഇന്നർ മെംബ്രെയിനിൽ അവരുടെ മെംബ്രെയിനിൽ കാണാൻ പറ്റില്ല. അതൊരു റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ നമുക്ക് ബോത്ത് ക്ലോറോപ്ലാസ്റ്റ് ആൻഡ് മൈറ്റോകോൺഡ്രിയ ഷോ സിമിലാരിറ്റി ആണ് ചോദിച്ചിട്ടുള്ളത്. അത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മുടെ ആൻസർ അതല്ല. നമുക്ക് എന്ത് ചെയ്യാം, ഇനി അടുത്ത് നോക്കാം. കാർഡിയോലിപ്പിൻസിനെ കുറിച്ചാണ് ചോദിക്കുന്നത് അല്ലേ. കാർഡിയോലിപ്പിൻസിന്റെ ഇന്നർ മെംബ്രെയിൻ, അതായത് അവരുടെ ഇന്നർ മെംബ്രെയിനിൽ കാർഡിയോലിപ്പിൻസ് കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ ക്ലോറോപ്ലാസ്റ്റിന് നമുക്കറിയാം ഒരു ലെയർ ഉണ്ട്, അതുപോലെ തന്നെ മൈറ്റോകോൺഡ്രിയക്ക് 2 മെംബ്രെയിൻ ബൗണ്ട് ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ കാർഡിയോലിപ്പിൻ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ലിപ്പിഡാണ്, ഒരു ലിപ്പിഡാണ്, ഫോസ്ഫോലിപ്പിഡാണ് കേട്ടോ. കാർഡിയോലിപ്പിൻ എന്ന് പറയുന്നത് ഫോസ്ഫേറ്റ് ഉള്ള ഫാറ്റ് മോളിക്യൂളാണ് കേട്ടോ. ഫോസ്ഫോലിപ്പിഡാണ് എന്ത്,
കാർഡിയോലിപ്പിഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫോസ്ഫോലിപ്പിഡ് ആണ്. ഇറ്റ് ഈസ് നോട്ട് പ്രസന്റ് ഇൻ ദ ഇന്നർ മെംബ്രെയിൻ ഓഫ് ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റിന്റെ ഇന്നർ മെംബ്രെയിനിൽ നമുക്ക് എന്ത് കാണാൻ പറ്റില്ല? ഫോസ്ഫോലിപ്പിഡ്സ് കാണാൻ പറ്റില്ല. വൈൽ മൈറ്റോകോൺട്രിയ ഹാവ് കാർഡിയോലിപ്പിൻ റീച്ച് ഇന്നർ മെംബ്രെയിൻ. അതായത് മൈറ്റോകോൺട്രിയയിൽ എന്തുണ്ട്? ഫോസ്ഫോലിപ്പിഡ് കണ്ടെയ്ൻ ആയിട്ടുള്ള ഇന്നർ മെംബ്രെയിൻ ആണ് ഉള്ളത്. അപ്പം ഫോസ്ഫോലിപ്പിഡ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ടൈപ്പ് ലിപ്പിഡിന്റെ വേറൊരു ഫോമാണ് കേട്ടോ. ഫോസ്ഫേറ്റ് ഉള്ള ലിപ്പിഡിന്റെ ഫോമാണ് ഫോസ്ഫോലിപ്പിഡ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു സ്പെഷ്യൽ ടൈപ്പാണ് കാർഡിയോലിപ്പിൻ എന്ന് പറയുന്നത്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് കാർഡിയോലിപ്പിൻ. കാർഡിയോലിപ്പിൻ എവിടെ മാത്രമേ ഉള്ളൂ? മൈറ്റോകോൺട്രിയയിൽ മാത്രമേ ഉള്ളൂ, ക്ലോറോപ്ലാസ്റ്റിൽ ഉണ്ടാവില്ല. സോ ഈ ഒരു കേസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് സ്പെസിഫിക്കലി അസോസിയേറ്റഡ് വിത്ത് ദ എനർജി ട്രാൻസ്ഡ്യൂസിങ് മെംബ്രെയിൻസ് ആൻഡ് ഈസ് ക്രൂഷ്യൽ ഫോർ മൈറ്റോകോൺട്രിയൽ ഫംഗ്ഷൻ. അതായത് മൈറ്റോകോൺട്രിയ എനർജി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ക്രൂഷ്യൽ ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ലിപ്പിഡ് ആണ് എന്ത്? കാർഡിയോലിപ്പിൻസ് അഥവാ ഫോസ്ഫോലിപ്പിഡ് ആയിട്ടുള്ള കാർഡിയോലിപ്പിൻ വരുന്നത്. സോ അത് നമുക്ക് എവിടെ കാണാൻ പറ്റുള്ളൂ? മൈറ്റോകോൺട്രിയയിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്താണ്, നമുക്ക് ഈസിലി പറയാൻ പറ്റും കാർഡിയോലിപ്പിൻ ഇൻ ദ ഇന്നർ മെംബ്രെയിൻ ഓൺലി പ്രസന്റ് ഇൻ മൈറ്റോകോൺട്രിയ നോട്ട് ഇൻ ക്ലോറോപ്ലാസ്റ്റ്. അവർക്ക് രണ്ടുപേർക്കും സിമിലാരിറ്റി ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇതും റോങ് ആണ്. ഇനി ബോത്ത് ഹാവ് 70S റൈബോസോം എന്ന് പറയുന്നുണ്ട്. 70S റൈബോസോം നമുക്ക് കാണാൻ പറ്റും. ക്ലോറോപ്ലാസ്റ്റിനും മൈറ്റോകോൺട്രിയക്കും നമുക്ക് 70S ടൈപ്പ് റൈബോസോം ആണ് നമുക്ക് കാണാൻ പറ്റുക. റൈബോസോം എന്ന് പറഞ്ഞാൽ എന്താ? പ്രോട്ടീൻ സിന്തസിസ് സ്ട്രക്ചർ ആണ് റൈബോസോം എന്ന് പറയുന്നത്. അതിൽ 70S ടൈപ്പാണ് ഇവിടെ കാണാൻ പറ്റുക, നമുക്ക് മൈറ്റോകോൺട്രിയയിലും ക്ലോറോപ്ലാസ്റ്റിലും കാണാൻ പറ്റുക. സോ 70S റൈബോസോം നമുക്ക് രണ്ടിലും കാണാൻ പറ്റും. അപ്പോൾ അതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. സോ ഓപ്ഷൻ സി ആണ് ഇതിൽ എന്ത് വരാം? റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരാം. മോർ ദൻ വൺ ഓപ്ഷൻ ഈസ് കറക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അത് റോങ് ആണ്. കാരണം ഇതിൽ പറഞ്ഞിട്ടുള്ള ബാക്കി രണ്ട് പേരും എന്താണ്? തെറ്റായിട്ടുള്ള ഓപ്ഷൻ ആണ്. ഫസ്റ്റ് ഓപ്ഷൻ വന്നിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ തേർഡ് ഓപ്ഷൻ ആണ് ഒരേ ഒരു റൈറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വന്നിട്ടുള്ളത്. ദാറ്റ് ഈസ് അവരുടെ സിമിലാരിറ്റി എന്താണ്? രണ്ടുപേർക്കും 70S ടൈപ്പ് റൈബോസോം ആണ്, പ്രോട്ടീൻ ഉണ്ടാക്കുന്ന 70S ടൈപ്പ് ആണ് അവിടെ കാണാൻ പറ്റുക. സോ അവരുടെ സിമിലാരിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ്. സോ ഓപ്ഷൻ സി ആയിരിക്കും നമ്മളെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. നമുക്ക് നോക്കാം ഓപ്ഷൻ സി ആണോ നോക്കാം. യെസ്, ഓപ്ഷൻ സി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ ക്രോമസോം വിത്ത് ദ സെൻട്രോമിയർ. സെൻട്രോമിയർ എന്ന് പറഞ്ഞാൽ എന്താ? ക്രോമസോമിന്റെ സെൻട്രൽ റീജിയനിൽ കാണുന്ന അല്ലെങ്കിൽ ക്രോമസോമിനെ ഡിവൈഡ് ചെയ്യുന്ന, ക്രോമാറ്റിനെ ഡിവൈഡ് ചെയ്യുന്ന ഒരു ക്രോമസോം ഇങ്ങനെയാണെങ്കിൽ ക്രോമസോമിന്റെ ഇൻ മിഡിലായിട്ട് കാണുന്ന ആ ഒരു ഏരിയക്ക്, ആ ഒരു പെർട്ടിക്കുലർ സെൽ സ്ട്രക്ചറിനെയാണെന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെൽ ഓർഗനലിന്റെ ഒരു പാർട്ടിനെയാണ് നമ്മൾ സെൻട്രോമിയർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ സെൻട്രോമിയർ എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പൊ സെൻട്രോമിയറിന്റെ പൊസിഷൻ അനുസരിച്ച് ഡിഫറെൻറ്റ് ടൈപ്പ് ക്രോമാറ്റിൻസ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഡിഫറെൻറ്റ് ടൈപ്പ് ക്രോമസോംസ് നമുക്ക് കാണാൻ പറ്റും. സെൻട്രോമിയറിന്റെ പൊസിഷൻ അനുസരിച്ച് സിറ്റുവേറ്റഡ് ക്ലോസ് ടു ദ എൻഡ് ആൻഡ് ഫോമിങ് വൺ എക്സ്ട്രീംലി ഷോർട്ട്, അതായത് വൺ എക്സ്ട്രീംലി ഷോർട്ട് ആയിട്ടുള്ളതും വൺ വെരി ലോങ് ആമും ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ക്രോമസോം നമുക്ക് കാണാൻ പറ്റും. ആ ക്രോമസോം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ക്രോമസോംസ്, ഡിഫറെൻറ്റ് ടൈപ്പ് ക്രോമസോംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. 4 ടൈപ്പ് ക്രോമസോംസ് ആണ് നമുക്ക് നോർമലി കാണാൻ പറ്റുക. വൺ ഈസ് ആക്രോസെൻട്രിക്. ആക്രോസെൻട്രിക് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? ഒരു ചെറിയ 2 ഷോർട്ട് ആംസ് കാണാൻ പറ്റും. വെരി ലോങ് 2 ആംസ് വേറെയും കാണാൻ പറ്റും. വെരി ലോങ് 1 ആം കാണാൻ പറ്റും. ആൻഡ് ഇറ്റ് ഈസ് ഡിവൈഡഡ് ബൈ ദ സ്ട്രക്ചർ ദാറ്റ് ഈസ് സെൻട്രോമിയർ. അതിനെ ഡിവൈഡ് ചെയ്യുന്ന സ്ട്രക്ചറാണ് സെൻട്രോമിയർ എന്ന് പറയുന്നത്. ഇനി ടീലോസെൻട്രിക്, ടെയിൽ റീജിയനിൽ, അതായത് ഒരൊറ്റ വലിയ ലോങ് ആം മാത്രമേ കാണുള്ളൂ. അതായത് ഒരു ക്രോമസോമിൽ ഒരൊറ്റ വലിയ ലോങ് ആം മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ലോങ് ആം നമുക്ക് കാണാൻ പറ്റുന്നത് സെൻട്രോമിയർ എവിടെ ആയിരിക്കും? ഏറ്റവും ടെയിൽ എൻഡിലായിരിക്കും. അതാണ് ടീലോ എന്ന് പറയുന്നത്. ടെയിൽ എൻഡിൽ നമുക്ക് സെൻട്രോമിയർ കാണുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ടീലോസെൻട്രിക് എന്ന് പറയാം. ഇനി നമുക്ക് നോക്കാം സബ് മെറ്റാസെൻട്രിക് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അല്ലേ. സബ് മെറ്റാസെൻട്രിക് എന്ന് പറഞ്ഞാൽ സെൻട്രലല്ല, എന്നാൽ ആക്രോസെൻട്രിക്കും അല്ല, ഇൻ മിഡിൽ ആയിരിക്കും. ആക്രോസെൻട്രിക്കിന്റെയും സെൻട്രലിനും മിഡിലായിരിക്കും. അതിനെയാണ് നമ്മൾ സബ് മെറ്റാസെൻട്രിക് എന്ന് പറയുക. അതായത് ഇത് സെൻട്രലാണോ? ഇത് കറക്റ്റ് സെൻട്രലൊന്നല്ല. എന്നാൽ ആക്രോസെൻട്രിക് ആണോ? ഇവിടെ വെരി ഷോർട്ട് ആംസ് ആണോ ക്രിയേറ്റ് ചെയ്യുന്നത്? അല്ല. ആസ് കമ്പയർ ടു ദിസ് വെരി ഷോർട്ട് ആണ്, ബട്ട് വെരി ഷോർട്ട് എന്ന് പറയാൻ പറ്റില്ല. ഈ ആസ് കമ്പയർ ടു അക്രോസെൻട്രിക്, അക്രോസെൻട്രിക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതെന്താ? വെരി ഷോർട്ട് ഒന്നല്ല, കുറച്ചുകൂടി എന്തുണ്ട്? ലെങ്ത് വൈസ് ഉണ്ട്. സോ മെറ്റാസെൻട്രിക് ഉണ്ട്, അതാണ് ഏറ്റവും കറക്റ്റ് സെൻട്രൽ. അതായത് ഡിവൈഡ് ഇൻ ടു 2, അതായത് ഈക്വൽ ആംസ് ക്രിയേറ്റ് ചെയ്യുന്നത് മെറ്റാസെൻട്രിക്കും, അതുപോലെ തന്നെ 1 ഷോർട്ട് എൻഡ് ക്രിയേറ്റ് ചെയ്യും, 1 ലോങ് എൻഡ് ക്രിയേറ്റ് ചെയ്യുന്നത് ആക്രോസെൻട്രിക്കും, ടെയിൽ റീജിയൻ
ഒറ്റ വലിയ ലോങ് ആം ക്രിയേറ്റ് ചെയ്യുന്നത് ടീലോസെൻട്രിക്കും. ഇൻ മിഡിൽ ഓഫ് മെറ്റാസെൻട്രിക് ആൻഡ് അക്രോസെൻട്രിക് വി ക്യാൻ സി സബ് മെറ്റാസെൻട്രിക്. ഇത്രയും ടൈപ്സ് ഓഫ് ക്രോമസോംസ് നമുക്ക് നോർമലി ഒരുപാട് സ്പീഷീസുകളിലും ഒരുപാട് ഓർഗാനിസങ്ങളിലും കാണാൻ പറ്റും. അതിൻ്റെ സെൻട്രോസോം അല്ലെങ്കിൽ അതിൻ്റെ ക്രോമസോമിൻ്റെ സ്ട്രക്ചേഴ്സ് ഈ ഒരു ടൈപ്പ് ഒക്കെ ആയിരിക്കും. ചിലപ്പോൾ മാക്രോസെൻട്രിക് ആയിരിക്കും, ചിലപ്പോൾ ടീലോസെൻട്രിക് ആയിരിക്കും, ചിലപ്പോൾ മെറ്റാസെൻട്രിക് ആയിരിക്കും, ചിലപ്പോൾ സബ് മെറ്റാസെൻട്രിക് ആയിരിക്കും. നമ്മുടെ സെൽസിൽ പോലും അങ്ങനെ ഒരുപാട് ക്രോമസോംസ് നമുക്ക് കാണാൻ പറ്റും. സോ ഇതിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ള വെരി ഷോർട്ട് ആമും വൺ എക്സ്ട്രീംലി ഷോർട്ട് ആമും വൺ വെരി ലോങ് ആമും ഉണ്ടാക്കുന്നത് എവിടെയാണ്? ആക്രോസെൻട്രിക്കിലാണ്. സോ ആക്രോസെൻട്രിക് എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും, ഓപ്ഷൻ ബി ആയിരിക്കും നമ്മളുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഇതിൽ അസെൻട്രിക് എന്ന് പറയുന്നത്, അസെൻട്രിക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാറില്ല കേട്ടോ. അസെൻട്രിക് എന്ന് പറയാൻ നമ്മൾ ക്രോമസോംസ് നമ്മൾ പറയാറില്ല, അങ്ങനെ കോമൺലി കാണാറില്ല. സെൻട്രോമിയേഴ്സ് ഇല്ലെങ്കിലാണ് അസെൻട്രിക് എന്ന് പറയാം. ഓക്കെ, സെൻട്രോമിയേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് സെൻട്രോമിയേഴ്സ് ടൈപ്സ് ഓഫ് ക്രോമസോംസ് 4 ടൈപ്സ് ആണ്. ടീലോസെൻട്രിക്, മെറ്റാസെൻട്രിക് ആൻഡ് അക്രോസെൻട്രിക് ആൻഡ് സബ് മെറ്റാസെൻട്രിക് എന്ന് പറയുന്ന 4 ടൈപ്സ് ആണുള്ളത്. സോ അതിൽ ടീലോസെൻട്രിക്, അക്രോസെൻട്രിക്, മെറ്റാസെൻട്രിക് ഒന്നല്ല, നമ്മുടെ അക്രോസെൻട്രിക് ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ്. വെരി ഷോർട്ട് 1 ആമും വെരി ലോങ് 1 ആമും ക്രിയേറ്റ് ചെയ്യുന്നത് എന്താണ്? നമ്മുടെ അക്രോസെൻട്രിക് ആണ്. നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത ക്രോമസോം ടൈപ്പ് ആണ്. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആയിരിക്കും എന്നുള്ള ആൻസർ ആയിട്ട് വരാം. സോ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ന്യൂക്ലിയർ പോർ, നമ്മൾ പോറൻസിനെ കുറിച്ച് പറഞ്ഞു അല്ലേ. പോറൻസ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ടൈപ്പ് പ്രോട്ടീൻസ് ആണ് ന്യൂക്ലിയർ പോർസ് ക്രിയേറ്റ് ചെയ്യുന്ന സ്ഥലത്ത്. ന്യൂക്ലിയർ പോർസിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് പ്രോട്ടീനെയാണ് നമ്മൾ പോറൻസ് വിളിക്കുന്നത് കേട്ടോ. പോറൻസ്, ന്യൂക്ലിയർ പോർ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിനകത്തുള്ള മെറ്റീരിയൽസിനെ പാസ് ചെയ്യുന്ന പോറിനെയാണ് ന്യൂക്ലിയർ പോർ എന്ന് വിളിക്കുക. അവിടെ നമുക്ക് കാണുന്ന സ്ട്രക്ചറാണ് പോറൻസ് എന്ന് വിളിക്കുന്നത് കേട്ടോ. അതിനെയാണ് പോറൻസ് വിളിക്കുക. ഓക്കെ, അപ്പോൾ ന്യൂക്ലിയർ പോറിന്റെ സ്ട്രക്ചർ എന്ത് ചെയ്യാം, നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ന്യൂക്ലിയർ പോറിന്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ് വരാം. അതായത് ന്യൂക്ലിയസ് ഇതാണ്, നമ്മുടെ ന്യൂക്ലിയസ് ഇതാണ്. ന്യൂക്ലിയസിനകത്ത് നമുക്ക്, ന്യൂക്ലിയസിന്റെ പുറത്ത് നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ ചെറിയ ചെറിയ ഹോൾസ് കാണാൻ പറ്റും. ന്യൂക്ലിയസിനകത്തുള്ള മെറ്റീരിയൽസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് mRNA, rRNA, tRNA, ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് RNAs ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്, DNA ഉണ്ട്. ഇങ്ങനെയുള്ള ജനറ്റിക് മെറ്റീരിയൽസിൻ്റെയൊക്കെ ഒരു കണക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒക്കെ കണ്ടക്റ്റിംഗ് ചാനലായിട്ടാണ് എന്ത് ഈ ന്യൂക്ലിയർ പോറ് ആക്ട് ചെയ്യുന്നത്, ഫങ്ഷൻ ചെയ്യുന്നത് അതായിട്ടാണ്. സോ ക്രോമാറ്റിൻ ഉണ്ടാവുന്നുണ്ട്, ക്രോമാറ്റിൻ സെൽ ഡിവിഷൻ നടക്കുന്നുണ്ട്, ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോസസ്സുകൾ നടക്കുന്നുണ്ട് അല്ലേ. ആ ഒരു സമയത്തൊക്കെ ഇതിനകത്തുള്ള മെറ്റീരിയൽസിനെല്ലാം ചാനലിങ് ചെയ്യുന്നത് ഏതാണ്? ചാനലിങ് ചെയ്യുന്നത് ന്യൂക്ലിയർ പോർ എന്ന് പറയുന്ന ഈ ഒരു ചെറിയ പോർസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ചെറിയ പോർസ് നമുക്ക് നോക്കാം. ചെറിയൊരു പോർസിന്റെ ഫംഗ്ഷൻ എന്താ നോക്കാം. ന്യൂക്ലിയർ പോർ അലോസ്, ന്യൂക്ലിയർ പോർ എന്താണ് അലോ ചെയ്യുന്നത്? യൂണി ഡിറക്ഷണൽ മൂവ്മെന്റ് ഓഫ് DNA ആണോ? DNA യൂണി ഡിറക്ഷണലായിട്ട് മൂവ് ചെയ്യും എന്നാണ് പറയുന്നത്. അതല്ല. മൂവ്മെന്റ് ഓഫ് RNA ആൻഡ് പ്രോട്ടീൻ ആണോ? അല്ല. മൂവ്മെന്റ് ഓഫ് പ്രോട്ടീൻസ് ഒള്ളി ആണോ? നമുക്ക് നോക്കാം. മൂവ്മെന്റ് ഓഫ് RNA ഒള്ളി ആണോ? നമുക്ക് ഈസിലി പറയാൻ പറ്റും RNAന്റെയും പ്രോട്ടീൻ്റെയും. DNA ഒരിക്കലും എന്ത് ചെയ്യില്ല, DNA ഒരിക്കലും ന്യൂക്ലിയസിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് വരില്ല. DNA അതിൻ്റെ മെസ്സേജസ് ആയിട്ട് mRNA, അതുപോലെ തന്നെ റൈബോസോം ക്രിയേറ്റ് ചെയ്യുന്ന rRNA, അമിനോ ആസിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന tRNA, ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് RNAs ആയിട്ട് പുറത്തേക്ക് വരികയാണ് ചെയ്യുക. അതുപോലെ തന്നെ ന്യൂക്ലിയസിൻ്റെ അകത്തുണ്ടാവുന്ന DNA മെറ്റീരിയൽസ് ക്രിയേറ്റ് ചെയ്യുന്ന RNA ട്രാൻസ്ക്രൈബ് ചെയ്തിട്ട് പ്രോട്ടീൻസ് ക്രിയേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ട്രാൻസ്ലേഷൻ പ്രോസസ്സ് നടന്നിട്ട് പ്രോട്ടീൻസ് ക്രിയേറ്റ് ചെയ്യും. ഈ പ്രോട്ടീൻസ് ഒക്കെ എന്ത് ചെയ്യും? ഇതിനൊക്കെ നമ്മുടെ സെല്ലിൻ്റെ മാട്രിക്സിലേക്കും അതുപോലെ തന്നെ നമ്മുടെ ഗോൾഗി കോംപ്ലക്സിലേക്കും എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലേക്കും ഒക്കെ എത്തിക്കുന്ന ആളാണെന്ത്? നമ്മളുടെ ന്യൂക്ലിയർ പോർ അല്ലെങ്കിൽ ന്യൂക്ലിയോ പോർ എന്ന് പറയുന്ന ഈ ഒരു സ്ട്രക്ചർ. സോ ന്യൂക്ലിയർ പോർ അലോസ് ദ മൂവ്മെന്റ് ഓഫ് RNA ആൻഡ് പ്രോട്ടീൻസ്, അതായത് ന്യൂക്ലിയസിനകത്തുള്ള ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള DNA, അതിൻ്റെ മെസ്സേജസ് ആയിട്ടുള്ള mRNA, അതുപോലെ തന്നെ rRNA. mRNA എന്ന് പറഞ്ഞാൽ മെസ്സേജസ് ആണ് കേട്ടോ. അതായത് DNA ട്രാൻസ്ക്രിപ്ഷൻ നടന്നിട്ട് mRNA അതിൻ്റെ മെസ്സേജസ് എല്ലാം ഒരു RNA ആക്കി മാറ്റും, സിംഗിൾ സ്റ്റാൻഡേർഡ് മോളിക്യൂൾ ആക്കി മാറ്റും. അതിനെയാണ് mRNA എന്ന് വിളിക്കുക. ഇനി റൈബോസോം ക്രിയേറ്റ് ചെയ്യുന്ന RNAക്കാണ് നമ്മൾ rRNA എന്ന് വിളിക്കുക. ഇനി അമിനോ ആസിഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് RNA ആണ് നമ്മൾ tRNA എന്ന് വിളിക്കുക. സോ ഇങ്ങനെയുള്ള RNAs ആയിട്ട് ക്രിയേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇവർ ട്രാൻസ്ലേഷൻ നടന്നിട്ട് അല്ലേ, ഈ mRNA ഒക്കെ എന്ത് ചെയ്യും? ട്രാൻസ്ലേഷൻ നടന്ന ഡിഫറെൻറ്റ് പ്രോട്ടീൻസ് ആയിട്ട് മാറും. ഈ പ്രോട്ടീൻസ് ഒക്കെ ന്യൂക്ലിയസിന് അകത്തുണ്ടാവും. ഈ ന്യൂക്ലിയസിന് അകത്തുള്ള പ്രോട്ടീൻസ് അവിടെ നിന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. അവരെല്ലാം പുറത്തേക്ക് വരണം അല്ലേ. പുറത്തേക്ക് വന്നാലേ സെല്ലിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്തൊക്കെ മെസ്സേജസ് ആണ് വന്നിട്ടുള്ളത് അതെല്ലാം എക്സ്പ്രസ് ചെയ്യുക. പ്രോട്ടീൻസുകളായിട്ട് mRNA ആയിട്ടൊക്കെയാണ് അത് എക്സ്പ്രസ് ചെയ്യുന്നത്. സോ അതെല്ലാം
ട്രാൻസ്ഫർ ചെയ്യുന്ന അല്ലെങ്കിൽ ചാനലിങ് ചെയ്യുന്ന കണ്ടക്റ്റിംഗ് ചെയ്യുന്ന ഒരു ഏരിയ ആണെന്ത് നമ്മുടെ ന്യൂക്ലിയർ പോർ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു വലിയ ഒരു എൻലാർജ്ഡ് ഇമേജ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ സ്ട്രക്ചർ ഉണ്ടാവുക. അതിലൂടെയാണ് നമ്മളുടെ ഏതൊക്കെ പാർട്ടുകൾ പോവുക, നമ്മുടെ പ്രോട്ടീൻസ്, RNA ഒക്കെ ഈ ഒരു ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റിലൂടെ ഈ ഒരു പോറിലൂടെയാണ് മൂവ് ചെയ്യുന്നത്. ഈ പോറിലൂടെ ഉള്ളിലേക്ക് പോകും, അതുപോലെ തന്നെ പുറത്തേക്കും വരും. ഇങ്ങനെയാണ് നമ്മൾ എന്തുണ്ടാവുക കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ന്യൂക്ലിയസിനകത്ത് എക്സ്ട്രാ മൈന്യൂട്ടായിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് കാണാൻ പറ്റും. സോ അതുപോലെ തന്നെ ക്ലോസ്ലി അസോസിയേറ്റഡ് ആയിട്ട് നമുക്ക് പാത്വേസ് കാണാൻ പറ്റും. അതായത് നമ്മുടെ സെല്ലിനകത്ത് ഉണ്ടാവുന്ന ഒരുപാട് മെറ്റീരിയൽസ്, DNA ഉണ്ടാവുന്ന, അതായത് നമ്മുടെ ന്യൂക്ലിയസിനകത്ത് ഉണ്ടാവുന്ന ഒരുപാട് മെറ്റീരിയൽസ് കൊണ്ടുപോകുന്ന ഒരു ഏരിയ ആണ് എന്താ നമ്മളെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. പാത്വേ ആണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇത് ഡയറക്ട്ലി ഗോൾഗി കോംപ്ലക്സിലേക്കൊക്കെയാണ് എത്തിക്കുക. അപ്പം അത് ഡിഫറെൻറ്റ് ടൈപ്പ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കാണാൻ പറ്റും നമുക്ക്. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം റൈബോസോം കണക്റ്റഡ് ആണ്. അതുപോലെ തന്നെ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഏറ്റവും ഔട്ടർ ലെയറിൽ നമുക്ക് കാണാൻ പറ്റും. അവിടെ റൈബോസോംസ് നമുക്ക് പ്രസൻറ്റഡ് ആയിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസിലേക്കൊക്കെ നമുക്ക് പോവേണ്ടതുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് മൂവ്മെന്റ് ഓഫ് RNA ആൻഡ് പ്രോട്ടീൻ്റെയും RNAൻ്റെയും മൂവ്മെന്റ് ആണ് എന്താ നമുക്കിവിടെ കാണാൻ പറ്റുക. സോ പ്രോട്ടീൻസ് DNA പ്രോട്ടീൻസ് ആയിട്ടും RNA ഒക്കെ ആയിട്ടും നമ്മൾ ന്യൂക്ലിയസിൻ്റെ അകത്ത് മാറുന്നുണ്ട്. അതിനെ സെല്ലിൻ്റെ ഔട്ടർ അല്ലെങ്കിൽ സൈറ്റോപ്ലാസത്തിലേക്കും അതുപോലെ തന്നെ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് ചാനലിങ് ചെയ്യുന്ന ഒരു ഏരിയ, കണ്ടക്റ്റിംഗ് ചാനലായിട്ടാണ് എന്ത് നമ്മുടെ ന്യൂക്ലിയർ പോർ ആക്ട് ചെയ്യുന്നത്. സോ ഇറ്റ് അലോസ് മൂവ്മെന്റ് ഓഫ് RNA ആൻഡ് പ്രോട്ടീൻ്റെയും RNAൻ്റെയും മൂവ്മെന്റ് ആണ് അവിടെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഗ്ലൈക്കോസിലേഷൻ, cell plate formation and general secretions are major functions of glycosylation എന്ന് പറഞ്ഞാൽ ഷുഗർ ഫോർമേഷൻ ആണ് കേട്ടോ. ഷുഗർ ഫോർമേഷൻ പ്രോസസ്സിനെയാണ് ഗ്ലൈക്കോസിലേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഷുഗർ ഫോർമേഷൻ, അതായത് ഷുഗേഴ്സ്, നമ്മുടെ ബോഡിയിൽ ഒരുപാട് ഷുഗേഴ്സ് ഉണ്ട് അല്ലേ. ഗ്ലൂക്കോസ് ഉണ്ട്, ഫ്രക്ടോസ് ഉണ്ട്, ഗാലക്ടോസ് ഉണ്ട്, ലാക്ടോസ് ഉണ്ട്. ഒരുപാട് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഷുഗേഴ്സ് നമ്മുടെ ബോഡിയിലും കാണാൻ പറ്റും, ഡിഫറെൻറ്റ് ഫ്രൂട്ട്സിൽ കാണാൻ പറ്റും, ഡിഫറെൻറ്റ് ഓർഗാനിസത്തിൽ നമുക്ക് കാണാൻ പറ്റും, പ്ലാന്റ്സിൽ കാണാൻ പറ്റും, ഒക്കെ കാണാൻ പറ്റും അല്ലേ. ഒക്കെ കാണാൻ പറ്റുന്ന ഷുഗർ ഫോം ചെയ്യുന്നില്ലേ, ഷുഗർ ക്ലസ്റ്റേഴ്സ് ആയിട്ട് ഫോം ചെയ്യുന്ന ആ ഒരു ഫംഗ്ഷനെ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഗ്ലൈക്കോസിലേഷൻ അല്ലെങ്കിൽ ഷുഗർ ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇനി സെൽ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, സെല്ലിൻ്റെ പ്ലേറ്റ്സ് മേക്ക് ചെയ്യും അല്ലേ. സെല്ലിൻ്റെ പ്ലേറ്റുകൾ മേക്ക് ചെയ്യാനും എന്ത് വേണം, ഫോസ്ഫോലിപ്പിഡ്സ് വേണം. അതുപോലെ തന്നെ സെൽ മെംബ്രെയിൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിപ്പിഡ്സ്, അതുപോലെ തന്നെ ഷുഗേഴ്സ്, ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് കാര്യങ്ങളൊക്കെ വേണം അല്ലേ. കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ നമുക്ക് എന്തുണ്ട് ആവശ്യമുണ്ട് ഈ സെൽ പ്ലേറ്റ് ഫോർമേഷനും അതുപോലെ തന്നെ നമ്മുടെ ഷുഗർ ഫോർമേഷനൊക്കെ വേണ്ടിയിട്ട് സിമ്പിളായിട്ടുള്ള മൈന്യൂട്ടായിട്ടുള്ള നമുക്ക് എന്തൊക്കെ വേണം, ഷുഗേഴ്സ് വേണം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് വേണം. സോ അത് ആരുടെ ഫംഗ്ഷൻ ആണെന്ന് ചോദിക്കുന്നത്. സോ നമുക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം, ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഒരു ഗോൾഗി കോംപ്ലക്സിൻ്റെ പിക്ചറാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഗോൾഗി കോംപ്ലക്സിൻ്റെ ഫംഗ്ഷൻ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഗോൾഗി കോംപ്ലക്സ് നമ്മളൊരു പോസ്റ്റ് ഓഫീസ് പോലെയാണ് ആക്ട് ചെയ്യുക. നമ്മൾ പോസ്റ്റ് ഓഫീസിൽ എന്താണ്, നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം കൊടുക്കും അല്ലേ. അവരെന്ത് ചെയ്യും, അതെല്ലാം ഒരു പാക്കേജ് ആക്കിയിട്ട് എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ റിസീവറിൻ്റെ അടുത്തേക്ക് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ സെല്ലിനകത്ത് ഉണ്ടാവുന്ന DNA, RNA ഒക്കെ ആയിട്ടുള്ള ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ടാവും അല്ലേ. ഈ മെറ്റീരിയൽസ് എല്ലാം പ്രോട്ടീൻസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ മെയിൻലി എക്സ്പ്രസ് ചെയ്യുക പ്രോട്ടീൻസ് ആയിട്ടാണ്. അതിനെ എക്സ്പ്രസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യുക. അപ്പോൾ ആ പ്രോട്ടീൻസിനെ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പാക്കേജ് ചെയ്യണം അല്ലേ. പാക്കേജ് ചെയ്തിട്ട് സെല്ലിനെ പുറത്തേക്ക് എത്തിച്ചാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഓരോ എക്സ്പ്രഷൻസ് വരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ സെൽ ടു സെൽ എന്ത് ചെയ്യണം, നമ്മളെ പ്രോട്ടീൻസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യണം, കൊടുക്കേണ്ടതുണ്ട്, നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാക്കേജിങ് ഇമ്പോർട്ടൻ്റ് ആണ് അവിടെ. അപ്പോൾ പാക്കേജിങ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലേക്ക് വരുന്ന ഒരുപാട് ഡീടോക്സിഫിക്കേഷൻ നടക്കേണ്ടതായിട്ടുള്ള ഒരുപാട് ഡ്രഗ്സുകളുണ്ട്. അതിൻ്റെ ഡീടോക്സിഫിക്കേഷൻ നടക്കണം. നമുക്ക് ഒരുപാട് വിഷങ്ങൾ അല്ലേ, വിഷം വരുത്തുന്ന ഒരുപാട് മെറ്റീരിയൽസ് വരാനുണ്ട്. അതിലൊക്കെ ഡീടോക്സിഫിക്കേഷൻ നടത്തണം. ഇങ്ങനത്തെ മെറ്റീരിയൽസ് ഒക്കെ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ബോഡിക്ക് ഒരുപാട് ഇഷ്യൂസ് വരുന്ന കാര്യങ്ങളൊക്കെ ഡീടോക്സിഫിക്കേഷൻ, ലിപ്പിഡ്സിൻ്റെ ഫോർമേഷൻ, അതുപോലെ തന്നെ നമ്മുടെ പ്രോട്ടീൻസിൻ്റെ പാക്കേജിങ്, ഇതൊക്കെ ആരുടെ ഫംഗ്ഷൻ ആണെന്ന് അറിയോ, നമ്മുടെ ഗോൾഗി കോംപ്ലക്സിൻ്റെ ഫംഗ്ഷനാണ്. ഗോൾഗി കോംപ്ലക്സ് എന്ന് പറയുന്ന സെൽ ഓർഗനലാണ് ആ ഫംഗ്ഷൻസ് എല്ലാം ചെയ്യുന്നത്. അതിൻ്റെ ഒരു സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ അതിനൊരു സിസ് ഫേസും ഉണ്ടാവും, ഒരു ട്രാൻസ് ഫേസും ഉണ്ടാവും കേട്ടോ. സിസ് ഫേസും ഉണ്ടാവും, അതുപോലെ തന്നെ ട്രാൻസ് ഫേസും ഉണ്ടാവും. സിസ് ഫേസ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്, ഇങ്ങനെ ഒരു ഉള്ള ഏരിയ ആണ്. സിസ് ഫേസ് നമുക്ക് കാണാൻ പറ്റുക ഈ ഒരു റീജിയനിലാണ് നമുക്ക് സിസ് ഫേസ് കാണാൻ പറ്റുക. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ട്രാൻസ് ഫേസ് കാണാൻ പറ്റുക ഈ ഒരു ട്രാൻസ് ഫേസ് ഇവിടെയും
ട്രാൻസ് ഫേസ് ഇവിടെയും സിസ് ഫേസ് നമുക്ക് ഈ ഒരു ഭാഗത്തുമാണ് കാണാൻ പറ്റും കേട്ടോ. സിസ് ഫേസ് ഏറ്റവും നമ്മുടെ മെട്രിക്സുമായിട്ട് തൊട്ടടുത്തുള്ള ഏരിയയിലാണ് നമുക്ക് കാണാൻ പറ്റുക. അതുപോലെ തന്നെ നമ്മുടെ ന്യൂക്ലിയസിന്റെ തൊട്ടടുത്ത് കാണാൻ പറ്റുക ട്രാൻസ് ഫേസ് ആണ് ഗോൾഗി കോംപ്ലക്സിന്റെ കാണാൻ പറ്റുക. അതിൻ്റെ ഒരു സ്ട്രക്ചർ ആണ് എന്ത് ഇവിടെ തന്നിട്ടുള്ളത്. ആ ഒരു സ്ട്രക്ചറിന്റെ ഫംഗ്ഷൻ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്ലൈക്കോസിലേഷൻ, അതുപോലെ തന്നെ സെൽ പ്ലേറ്റ് ഫോർമേഷൻ, ഇതൊക്കെ ഇയാളുടെ ഫംഗ്ഷൻ ആണ്. അതായത് ഷുഗർ ഫോം ചെയ്യുക, അതുപോലെ തന്നെ ഷുഗേഴ്സിനെ നമ്മൾ ലിപ്പിഡ് ഫോർമേഷൻ ഒക്കെ പറഞ്ഞില്ലേ, ഇങ്ങനത്തെ ഫംഗ്ഷൻസ് എല്ലാം ചെയ്യുന്നത് നമ്മുടെ ഗോൾഗി കോംപ്ലക്സ് എന്ന് പറയുന്ന സെൽ ഓർഗനലാണ്. സോ ഗോൾഗി കോംപ്ലക്സ് എന്ന് പറയുന്ന സെൽ ഓർഗനലാണ് ഇതിൽ റൈറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരിക. ആ ഒരു ഫങ്ഷൻസ് എല്ലാം ചെയ്യുന്നത് അവരാണ്. ഇനി ലൈസോസോം എന്ന് പറയുന്നത് എന്താണെന്നറിയോ, നമ്മുടെ സെല്ലിനകത്ത് ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ടാവും, വേസ്റ്റ് മെറ്റീരിയൽസ് ഉണ്ടാവും. ആ വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം നമ്മുടെ സെല്ലിനകത്ത് തന്നെ ഡൈജസ്റ്റ് ചെയ്യണം അല്ലേ. നമ്മൾ ആ സെല്ലിനകത്ത് തന്നെ ഡൈജസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും ഒരു സ്ട്രക്ചർ വേണ്ടേ, ആ സ്ട്രക്ചറാണ് ലൈസോസോം എന്ന് പറയുന്നത്. അതിൽ സൂയിസൈഡൽ ബാഗ് എന്നാണ് നമ്മൾ ലൈസോസോമിനെ വിളിക്കുക. എന്താണ് വിളിക്കുക? വി കോൾ ഇറ്റ് ആസ് സൂയിസൈഡൽ ബാഗ്. എന്തുകൊണ്ടാണ് സൂയിസൈഡൽ ബാഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരെ വിളിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ അകത്ത് ഒരുപാട് പ്രോട്ടീൻസ്, എൻസൈംസ് ഒക്കെ ഉണ്ട്. നമ്മുടെ സെല്ലിനകത്തുള്ള ഒരുപാട് വേസ്റ്റ് മെറ്റീരിയൽസിനെ എക്സ്ക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അതിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാനുള്ള ഒരുപാട് എൻസൈംസും പ്രോട്ടീൻസും ഒക്കെ ഉള്ളത് സൂയിസൈഡൽ ബാഗ്സ് ആയിട്ടുള്ള ലൈസോസോമിലാണ്. ഇനി അതുപോലെ തന്നെ നമ്മുടെ സെല്ലിൻ്റെ പാത്വേ ആണ്, അതായത് സെല്ലിലുള്ള ഡിഫറെൻറ്റ് മെറ്റീരിയൽസിൻ്റെ ഒരു ചാനലിങ് അല്ലെങ്കിൽ ഒരു ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഒരു പാത്വേ ആണ് എന്ത്, നമ്മുടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്. ഇത് രണ്ട് ടൈപ്പ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കാണാൻ പറ്റും. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലവും അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ്. അപ്പം സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ് ലിപ്പിഡ്സിൻ്റെ ഫോർമേഷനെ ഹെൽപ്പ് ചെയ്യുക. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ചാനലിംഗ് ആണ്. അത് RRNA, നമ്മൾ നേരത്തെ പറഞ്ഞ RRNA സെക്രീഷൻ, സിന്തസിസ്, ഇതൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് പറയാൻ പറ്റുക. സോ ഗോൾഗി കോംപ്ലക്സ് ആണ് നമ്മൾ ഗ്ലൈക്കോസിലേഷൻ, അതായത് ഷുഗർ ഫോർമേഷന് വേണ്ടിയിട്ടും സെൽ പ്ലേറ്റ് എന്ന് പറയുന്നത് സെല്ലിൻ്റെ പ്ലേറ്റ് ആണ് കേട്ടോ. സെല്ല് പ്ലേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് സെൽ പ്ലേറ്റ് എന്ന് പറയുന്നത്. സോ സെൽ പ്ലേറ്റ് അല്ലെങ്കിൽ സെൽ മെംബ്രെയിനൊക്കെ ഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ സ്ട്രക്ചേഴ്സ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് എന്താണ്, ആരാണ്? ഗോൾഗി കോംപ്ലക്സ് ആണ്. പാക്കേജിങ് എല്ലാ ഫങ്ഷൻസും ചെയ്യുന്ന എന്താണ്, നമ്മുടെ ഗോൾഗി കോംപ്ലക്സ് ആണ്. സോ ഗോൾഗി കോംപ്ലക്സ് എന്ന് പറയുന്ന ഈ ഒരു സ്ട്രക്ചറാണ് നമ്മളുടെ ഈ ഒരു ഫംഗ്ഷൻ ചെയ്യുന്നത്, ഗ്ലൈക്കോസിലേഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ. സോ നമുക്ക് പറയാൻ പറ്റും ഗോൾഗി കോംപ്ലക്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും ഇതിൽ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ആൽഗൽ സെൽ വാൾ, നമ്മൾ പറഞ്ഞു പ്ലാന്റ്സിന് സെൽ വാൾ ഉണ്ട്, അതുപോലെ തന്നെ ആനിമൽസിന് സെൽ വാൾ ഉണ്ടോ? ഇല്ല, ആനിമൽസിന് സെൽ വാൾ ഇല്ല. ബട്ട് ഫംഗസിന് സെൽ വാൾസ് ഉണ്ട്, സെർട്ടൻ ഫംഗസിന് സെൽ വാൾസ് ഉണ്ട്. അതുപോലെ തന്നെ ആൽഗി എന്ന് പറയുന്നത് സെർട്ടൻ ആൽഗീസ് എന്താണ്, അവർ ഓട്ടോട്രോഫ്സ് ആണ് അല്ലെ, ഫോട്ടോ ഓട്ടോട്രോഫ്സ് ആണ്. അതായത് ലൈറ്റ് വരുന്ന സമയത്ത് അവർ സെൽഫായിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. സോ സെൽഫായിട്ട് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെയാണ് നമ്മൾ ഫോട്ടോ ഓട്ടോട്രോപ്സ്, അതായത് ലൈറ്റിന്റെ പ്രസൻസിൽ കേട്ടോ. അപ്പോൾ ഓട്ടോട്രോപ്സ് ആണ് ആൽഗിൽ സെൽസ് ഒക്കെ. മോസ്റ്റ്ലി ആൽഗിൽ സെൽസും ഗ്രീൻ ആൽഗേസും ഒക്കെ എന്താണ്, അവർ ഫോട്ടോ ഓട്ടോട്രോപ്സ് ആണ്. അപ്പം അവരുടെ സെൽ വാളിൽ എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ഉണ്ടാവാന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ആൽഗൽ സെൽ വാളിൽ കോമൺ ആയിട്ട് കാണുന്നത് എന്താണെന്ന് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഒന്ന് നോക്കാം. ആൽഗൽ സെൽ വാളിൽ മെയിൻലി പ്രൈമറിലി കൺസിസ്റ്റ് ചെയ്യുക നമ്മൾ എല്ലാ പ്ലാന്റ് സെൽസ് പറയുന്ന പോലെ പ്ലാന്റ് സെൽസിന് സെൽ വാൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സെല്ലുലോസ് എന്ന് പറയുന്ന ഷുഗർ വെച്ചിട്ടാണ്. അപ്പോൾ സെല്ലുലോസ് എന്ന് പറയുന്ന കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് വെച്ചിട്ട് തന്നെയാണ് നമ്മുടെ ആൽഗൽ സെൽ വാൾ മെയിൻലി അല്ലെങ്കിൽ പ്രൈമറിലി ബിൽഡ് ചെയ്യുന്നത്. ഇനി അത് മാത്രമല്ല, ഹൗവർ ദ എക്സാക്ട് കോമ്പോസിഷൻ ക്യാൻ വേരി എമംഗ് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഓഫ് ആൽഗി. അതായത് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഓഫ് ആൽഗീസ് ഉണ്ട്. റെഡ് ആൽഗി ഉണ്ട്, ബ്രൗൺ ആൽഗി ഉണ്ട്, അതുപോലെ തന്നെ ഗ്രീൻ ആൽഗി ഉണ്ട്. ഇങ്ങനെയുള്ള ആൽഗിൻ്റെ ഡിഫറെൻറ്റ് ഫോംസിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഡിഫറെൻറ്റ് കോമ്പോസിഷൻസ് കാണാൻ പറ്റും. അപ്പോൾ ആ കോമ്പോസിഷൻസ്, അതർ കോമ്പണൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ദാറ്റ് മേ ബി പ്രസൻറ്റ് ഇൻക്ലൂഡ് ഗാലക്ടൻസ് എന്ന് പറയുന്ന ഒരു ഷുഗർ നമുക്ക് കാണാൻ പറ്റും, മാനൻസ് എന്ന് പറയുന്ന ഷുഗർ കാണാൻ പറ്റും. ഇതൊക്കെ കോമൺ ആണ് കേട്ടോ. ഈ ഗാലക്ടൻസും മാനൻസും സെല്ലുലോസും ഒക്കെ കോമൺ ആണ്, എല്ലാ ആൽഗേസിലും കോമൺ ആണ്. ഇത് കോമൺ അല്ലാത്ത ആൾക്കാർ ആരൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പെക്റ്റിൻസ്, അഗർ, കരാഗ്രീനാൻ, കാൽഷ്യം കാർബണേറ്റ് ഇൻ സം റെഡ് ആൻഡ് ഗ്രീൻ ആൽഗി, അതുപോലെ തന്നെ സിലിക്ക ഇൻ ഡയറ്റംസിൽ നമുക്ക് സിലിക്കയാണ് കാണാൻ പറ്റുക. അതുപോലെ തന്നെ കാൽഷ്യം കാർബണേറ്റ് ആണ് ഇൻ സം റെഡ് ആൽഗി ആൻഡ് ഗ്രീൻ ആൽഗയിൽ കാണാൻ പറ്റുക. അതുപോലെ തന്നെ കരാഗ്രീൻ ആൻഡ് അഗർ നമുക്ക് റെഡ് ആൽഗയിലാണ് കാണാൻ പറ്റുക. പെക്റ്റിൻസ് ഒക്കെ നമുക്ക് സം ഗ്രീൻ ആൻഡ് റെഡ് ആൽഗയിൽ കാണാൻ പറ്റും. സോ ഇതെല്ലാം എന്താണ്, ഇതെല്ലാം റെഡ് ആൽഗയിലും ഗ്രീൻ ആൽഗയിലും ഡയറ്റംസിലൊക്കെ കാണുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. ബട്ട് ഗാലക്ടൻസ്, മാനൻസ്, അതുപോലെ തന്നെ സെല്ലുലോസ്, ഇതെല്ലാം എല്ലാ ആൽഗൽ സെൽ വാളിലും കോമൺ ആയിട്ട് കാണുന്ന
സ്പെഷ്യൽ ടൈപ്പ് കാർബോഹൈഡ്രേറ്റ്സ് ആണ്, അല്ലെങ്കിൽ കോംപ്ലക്സ് ഫോം ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. അപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ്സ് എല്ലാം വരുന്ന ഓപ്ഷൻസ് ഏതാണെന്ന് നോക്കാം. നമുക്ക് എന്തൊക്കെ വേണം? നമുക്ക് കോമൺ ആയിട്ട് ആൽഗൽ സെൽ വാൾ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സ്പെഷ്യലായിട്ട് ഗ്രീൻ ആൽഗി എന്ന് പറഞ്ഞിട്ടില്ല, റെഡ് ആൽഗി എന്ന് പറഞ്ഞിട്ടില്ല, ബ്രൗൺ ആൽഗി എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ഈസിലി പറയാൻ പറ്റും ഗാലക്ടൻസും അതുപോലെ തന്നെ നമുക്ക് ഗാലക്ടൻസും മാനൻസും സെല്ലുലോസുമാണ് എന്ത് നമ്മളുടെ മേജർ ആയിട്ടുള്ള എല്ലാ ആൽഗയിലും നമുക്ക് കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന സ്പെഷ്യൽ ടൈപ്പ് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഓപ്ഷനിൽ ഗാലക്ടൻസ് വേണം, മാനൻസ് വേണം, സെല്ലുലോസ് വേണം. ഇതാണ് കോമൺ ആയിട്ട് എല്ലാത്തിലും നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഗാലക്ടൻസ്, മാനൻസ് ആൻഡ് ഹെമി സെല്ലുലോസ് എന്നാണ് പറയുന്നത്. ഹെമി സെല്ലുലോസ് എന്ന് പറയുന്നത് നമുക്ക് സെർട്ടൻ ആൽഗേസിൽ മാത്രം കാണുന്നതാണ്. എല്ലാ ആൽഗേസിലും ഹെമി സെല്ലുലോസ്, അതായത് സെല്ലുലോസിന്റെ ഒരു സെമി ഫോമാണ് ഹെമി സെല്ലുലോസ് എന്ന് പറയുന്നത് കേട്ടോ. ഹെമി എന്ന് പറഞ്ഞാൽ സെമി എന്നാണ്. അപ്പോൾ സെമി സെല്ലുലോസ്, സെല്ലുലോസ് അല്ല, ഫുള്ളി സെല്ലുലോസ് അല്ലാത്ത അങ്ങനെയുള്ള മോളിക്യൂൾസിനെയാണ് ഹെമി സെല്ലുലോസ് എന്ന് പറയുക. അപ്പോൾ ഹെമി സെല്ലുലോസ് സെർട്ടൻ ആൽഗേസിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു ഓപ്ഷൻ കറക്റ്റായിട്ട് ചൂസ് ചെയ്യാൻ പറ്റില്ല. ഗാലക്ടൻസും മാനൻസും ഓൾമോസ്റ്റ് എല്ലാ ആൽഗേസിലും സെൽ വാൾ ക്രിയേറ്റ് ചെയ്യാൻ പ്രസന്റഡ് ആണ്. ഓക്കെ, അത് കൺസിസ്റ്റ് ആണ്. ഇനി മാനൻസ്, ഗാലക്ടൻസ് ആൻഡ് ലിഗ്നിൻസ്. ലിഗ്നിൻസ് എന്ന് പറഞ്ഞാൽ ഹയർ പ്ലാന്റ്സിൽ നമുക്ക് സെൽ വാൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന സ്പെഷ്യൽ ടൈപ്പ് കാർബോഹൈഡ്രേറ്റ്സ് അല്ലെങ്കിൽ മോളിക്യൂൾസിനെയാണ് നമ്മൾ ലിഗ്നിൻസ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ലിഗ്നിൻസ് ഹയർ പ്ലാന്റ്സിലാണ് കാണാൻ പറ്റുക, ആൽഗേസിൽ കാണാൻ പറ്റില്ല. സോ ഇതും ഓപ്ഷൻ റോങ് ആണ്. ഇന്ന് നമുക്ക് നോക്കാം സെല്ലുലോസ്, ഗാലക്ടൻസ് ആൻഡ് മാനൻസ്. നമ്മൾ ഓപ്ഷൻ കിട്ടി, ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. എല്ലാം കോമൺ ആയിട്ട് വരുന്നത്, എല്ലാ ആൽഗേസിലും സെൽ വാൾ ക്രിയേറ്റ് ചെയ്യാൻ കോമൺ ആയിട്ട് കാണുന്ന മോളിക്യൂൾസ് ആണ് സെല്ലുലോസും ഗാലക്ടൻസും മാനൻസും. സോ ഈ ഒരു ഓപ്ഷൻ ആയിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഇനി സെല്ലുലോസ്, പെക്റ്റിൻസ് ആൻഡ് ഹെമി സെല്ലുലോസ്. സെല്ലുലോസ് കാണുന്നുണ്ട്, പെക്റ്റിൻസ് സം ആൽഗീസിൽ കാണാൻ പറ്റും, ബ്രൗൺ ആൽഗയിലൊക്കെ കാണാൻ പറ്റും കേട്ടോ നമുക്ക്. അതുപോലെ തന്നെ ഹെമി സെല്ലുലോസ് നമ്മൾ പറഞ്ഞു സെർട്ടൻ ആൽഗീസിൽ മാത്രമേ പ്രസന്റ് ഉള്ളൂ. അപ്പം ഈ ഒരു ഓപ്ഷൻ എന്താണ്? റോങ് ആണ്. സോ നമ്മൾ ഓപ്ഷൻ സി ആയിരിക്കും ഇതിൽ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. സോ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുള്ളത് ഏതാണെന്ന് നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ഡിക്റ്റിയോസോം എന്നാണ്. ഡിക്റ്റിയോസോം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഡിക്റ്റിയോസോം എന്ന് പറയുന്നത് നമ്മുടെ ഗോൾഗി അപ്പാരറ്റസ് ആണ്. പ്ലാന്റ്സിൽ കാണുന്ന ഗോൾഗി അപ്പാരറ്റസിനെയാണ് നമ്മൾ ഡിക്റ്റിയോസോം എന്ന് വിളിക്കുന്നത് കേട്ടോ. പ്ലാന്റ്സിൽ കാണുന്ന പ്ലാന്റ്സിന്റെ ഗോൾഗി കോംപ്ലക്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്ലാന്റ്സിൽ കാണുന്ന ഗോൾഗി അപ്പാരറ്റസിനെയാണ് നമ്മൾ ഡിക്റ്റിയോസോം എന്ന് വിളിക്കുന്നത്. ഗോൾഗി അപ്പാരറ്റസ് ഓർ ഗോൾഗി ബോഡീസിനെയാണ് നമ്മൾ ഡിക്റ്റിയോസോം എന്ന് വിളിക്കുന്നത്. ഡിക്റ്റിയോസോമിന്റെ ഒരു പിക്ചർ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അതിന്റെ സിസ് ഫേസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്, അതിന്റെ ട്രാൻസ് ഫേസ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ട്രാൻസ് ഫേസും സിസ് ഫേസും ഇവിടെ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സിസ് ആൻഡ് ട്രാൻസ് ഇതിന്റെ സിസ്റ്റേൺ എന്നാണ് വിളിക്കുക കേട്ടോ. ഈ ഒരു പോർഷനെ നമ്മൾ സിസ്റ്റേൺ എന്ന് വിളിക്കും. അപ്പോൾ സിസും അല്ല ട്രാൻസും അല്ലാത്ത പോർഷനെ നമ്മൾ സിസ്റ്റേൺ എന്ന് വിളിക്കും. അപ്പം ഇത് എല്ലാം കണക്റ്റഡ് ആണോ? നോർമലി നമ്മൾ ആനിമൽ സെല്ലിലൊക്കെ ഗോൾഗി അപ്പാരറ്റസ് അതിന്റെ ട്രാൻസ് ഫേസും അതുപോലെ തന്നെ സിസിലേക്ക് ഇങ്ങനെ കണക്റ്റഡ് ആയിരിക്കും, ചാനൽസ് കാണാൻ പറ്റും. ഇതെല്ലാം ഒരുമിച്ചായിരിക്കും കാണാൻ പറ്റുക. പക്ഷെ പ്ലാന്റ് സെൽസിൽ നമുക്ക് ഇവരെ ഒരുമിച്ച് കാണാൻ പറ്റില്ല. ഗോൾഗി അപ്പാരറ്റസ് ഇങ്ങനെ ഓരോ സ്ട്രാൻസ് ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. ഓരോ സിംഗിൾ സിസ് ആൻഡ് ട്രാൻസ് ആയിട്ടുള്ള സിംഗിൾ സ്ട്രാൻസ് ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. അങ്ങനെയുള്ള സ്ട്രക്ചറാണ് നമ്മൾ പ്ലാന്റ് സെൽസിൽ കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ പ്ലാന്റ് സെൽസിൽ കൂടുതലായിട്ട് കാണുന്നത് ഈ ടൈപ്പ് ഓഫ് ഗോൾഗി അപ്പാരറ്റസ് ആണ്. ഇതിനെയാണ് നമ്മൾ ഡിക്റ്റിയോസോം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഡിക്റ്റിയോസോം എന്ന് പറയുന്ന എന്താണെന്നാണ് ചോദിച്ചത്. ഡിക്റ്റിയോസോം ഈസ് ദ നോൺ കണക്റ്റഡ് സിസ്റ്റേണെ ഇൻ പ്ലാന്റ്സ്. അതായത് നോൺ കണക്റ്റഡ് സിസ് ആൻഡ് ട്രാൻസ് ഫേസ് ആണ് നമ്മൾ പ്ലാന്റ്സിൽ കാണുന്ന നോൺ കണക്റ്റഡ് ഗോൾഗി അപ്പാരറ്റസിനാണ് നമ്മൾ എന്താ വിളിക്കുക? നമ്മൾ ഡിക്റ്റിയോസോം എന്ന് വിളിക്കുന്നത്. ഇത് ഓരോന്നും എന്താണ്? സിംഗിൾ സ്ട്രാൻസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സിംഗിൾ സ്ട്രാൻസ് ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. ഇങ്ങനെ സിംഗിൾ സ്ട്രാൻസ് ആയിട്ടാണ് നമുക്ക് സിസും ട്രാൻസ് ഫേസും ഒക്കെ കാണാൻ പറ്റുക. ഗോൾഗി അപ്പാരറ്റസ് ഈ ഒരു ടൈപ്പ് ആയിരിക്കും നമുക്ക് പ്ലാന്റ്സിൽ കാണാൻ പറ്റുക. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും നമ്മൾ ഓപ്ഷൻ ബി നോൺ കണക്റ്റഡ് സിസ്റ്റേൺ ഇൻ പ്ലാന്റ്സ് ആണ് നമ്മൾ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഒക്കെ നമ്മുടെ പാത്വേസ് ആണ്. നമ്മുടെ സെല്ലിനകത്ത് ഉണ്ടാകുന്ന പ്രോട്ടീൻസിനെയും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോംസിനെയൊക്കെ നമ്മുടെ സെല്ലിനകത്ത് തന്നെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഒരു പാത്വേ ആയിട്ടാണ് ആര് ആക്ട് ചെയ്യുന്നത്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആക്ട് ചെയ്യുന്നത്. അതിൽ റൈബോസോം കണക്റ്റഡ് ആണെങ്കിൽ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയും. റൈബോസോം കണക്റ്റഡ് അല്ലെങ്കിൽ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയും. അതാണ് അതിൻ്റെ ഡിഫറൻസ് വരുന്നത്. അതുപോലെ തന്നെ
അപ്പം നമുക്ക് ഈ ഒരു ആൻസർ ഒരിക്കലും വരാൻ ചാൻസ് ഇല്ല. ഇനി ഇന്റർ കണക്റ്റഡ് സിസ്റ്റം ആണ് നമ്മൾ പറഞ്ഞ ആനിമൽ സെല്ലിൽ നമുക്ക് ഇന്റർ കണക്റ്റഡ്, നമുക്ക് ഈ ഒരു ടൈപ്പ് ആണ് നമുക്ക് കാണാൻ പറ്റും. ഇവരെല്ലാം ഇന്റർ കണക്റ്റഡ് ആയിരിക്കും കേട്ടോ. ആനിമൽ സെല്ലിൽ ഇവരെല്ലാം സിസും ട്രാൻസും ഒക്കെ എന്തായിരിക്കും, സിസ്റ്റേണേഴ്സ് കണക്റ്റഡ് ആയിരിക്കും, ഇന്റർ കണക്റ്റഡ് ആയിരിക്കും. ഇങ്ങനെ ചാനലിങ് ചെയ്തിട്ടാണ് അവർ ട്രാൻസ് ഫേസിലേക്ക് വരുന്നത് അല്ലെങ്കിൽ സിസ് ഫേസിലേക്കൊക്കെ പോകുന്നത്. ഓക്കെ, സോ അതാണ് നമുക്ക് ആനിമൽ സെല്ലിൽ കാണാൻ പറ്റുക. ബട്ട് നമുക്ക് പ്ലാന്റ് സെൽസിൽ ഓരോന്നും സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടാണ് കാണാൻ പറ്റുക. ഗോൾഗി അപ്പാരറ്റസ് അങ്ങനെ നമ്മൾ വിളിക്കുന്ന ആ സ്പെഷ്യൽ ടൈപ്പ് ഗോൾഗി അപ്പാരറ്റസിനെയാണ് നമ്മൾ ഡിക്റ്റിയോസോം എന്ന പേരിൽ വിളിക്കുന്നത്. സോ ഡിക്റ്റിയോസോം ഈസ് നോൺ കണക്റ്റഡ് സിസ്റ്റേണെ ഇൻ പ്ലാന്റ്സ് ആണ്. സോ ഓപ്ഷൻ ബി ആയിരിക്കും നമ്മൾ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഓപ്ഷൻ എ റോങ് ആണ്. ഇന്റർ കണക്റ്റഡിനെ നമ്മൾ ഗോൾഗി അപ്പാരറ്റസ്, ഗോൾഗി ബോഡീസ് എന്നാണ് വിളിക്കുന്നത്. സിസ്റ്റേണ ഇൻ ആനിമൽസിൽ ഇതിനെ നമ്മൾ ഡിക്റ്റിയോസോം എന്നാണ് വിളിക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, പറയാൻ പറ്റും ഓപ്ഷൻ ബി ആണ് നോൺ കണക്റ്റഡ് ഓർ നോൺ ഇന്റർ കണക്റ്റഡ് സിസ്റ്റേണ ഇൻ പ്ലാന്റ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നമ്മൾ ഡിക്റ്റിയോസോം എന്ന് വിളിക്കുന്നത്. സോ നമ്മൾ ഓപ്ഷൻ ബി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. സോ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. എ സ്പെഷ്യൽ മെംബ്രെയിനസ് സ്ട്രക്ചർ ഇൻ പ്രോകാരിയോട്സ് വിച്ച് ഈസ് ഫോംഡ് ബൈ ദ എക്സ്റ്റൻഷൻ ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ ഇൻ ടു ദ സെൽ ഹെൽപ്സ് ഇൻ, അതായത് എ സ്പെഷ്യൽ മെംബ്രെയിനസ് സ്ട്രക്ചർ ഇൻ പ്രോകാരിയോട്സ്, അതായത് പ്രോകാരിയോട്സ് എന്ന് പറഞ്ഞാൽ പ്രൊമിനന്റ് ന്യൂക്ലിയസ് കാണാത്ത ആൾക്കാരാണ് പ്രോകാരിയോട്സ്, അല്ലെങ്കിൽ പ്രിമിറ്റീവ് ടൈപ്പ് ഓഫ് ന്യൂക്ലിയസ് കാണുന്ന ആൾക്കാരാണ് പ്രോകാരിയോട്സ് എന്ന് പറയുന്നത്. which is formed by the extension of plasma membrane into the cell helps in, അതായത് പ്ലാസ്മ മെംബ്രെയിനിലേക്ക് അവരുടെ ഒരു എക്സ്റ്റൻഷൻ കാണാൻ പറ്റും. ആ എക്സ്റ്റൻഷൻ എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ആ എക്സ്റ്റൻഷനെയാണ് നമ്മൾ മീസോസോം എന്ന് വിളിക്കുന്നത് കേട്ടോ. അതായത് ഇൻഫോൾഡിങ്സ് ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ ഇൻ പ്രോകാരിയോട്സ്, അതിനെയാണ് നമ്മൾ മീസോസോം എന്ന് വിളിക്കുന്നത്. ഈ സ്ട്രക്ചറിനെയാണ് നമ്മൾ മീസോസോം എന്ന് വിളിക്കുക. അപ്പോൾ മീസോസോമിന്റെ ഫംഗ്ഷൻ എന്താണ്, എന്തിനാണ് മീസോസോം പ്രോകാരിയോട്സിനെ ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. DNA റെപ്ലിക്കേഷൻ ആണോ, ലോക്കോമോഷൻ ആണോ, കോൺജുഗേഷൻ ആണോ, കീമോസിന്തസിസ് ആണോ, എന്തായിരിക്കും അവരുടെ ഫംഗ്ഷൻ എന്നാണ് ചോദിച്ചത്. മീസോസോം എന്ന് പറയുന്നത് ഇവിടെ കാണുന്ന ഒരു സ്ട്രക്ചറാണ്. ഇറ്റ് ഈസ് ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് ദ ന്യൂക്ലിയോയിഡ്, അതായത് നമ്മൾ ന്യൂക്ലിയസ് എന്ന് വിളിക്കില്ല, പ്രോകാരിയോട്സിനെ ന്യൂക്ലിയസ് എന്ന് നമ്മൾ വിളിക്കില്ല. പ്രോകാരിയോട്സിന് ന്യൂക്ലിയസ് ഇല്ല, പകരം അവർക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെ വെൽ ഡെവലപ്ഡ് അല്ലെങ്കിൽ വെൽ ആയിട്ടുള്ള അറേഞ്ച്ഡ് അല്ലാത്ത ഈ ഒരു ടൈപ്പ് സ്ട്രാൻഡ്സ് ആയിട്ടാണ് കാണാൻ പറ്റുക. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ന്യൂക്ലിയോയിഡ് എന്നാണ് വിളിക്കുക കേട്ടോ. ന്യൂക്ലിയോയിഡ് എന്നാണ് ഈ ഒരു സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുക. അപ്പൊ ന്യൂക്ലിയോയിഡ്സ് ആണ് ഇവിടെ കാണാൻ പറ്റുക. അപ്പൊ ന്യൂക്ലിയോയിഡ്സിനോട് ക്ലോസ്ലി അറേഞ്ച്ഡ് ആയിട്ടാണ് അല്ലെങ്കിൽ ക്ലോസ്ലി അസോസിയേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് മീസോസോംസിനെ കാണാൻ പറ്റുക. സോ മീസോസോംസ് എന്താണ് അവിടെ, മീസോസോംസിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മീസോസോം ആണ് അവിടെ DNA റെപ്ലിക്കേഷന് ഹെൽപ്പ് ചെയ്യുക. DNA എന്ത് ചെയ്യണം, DNA റെപ്ലിക്കേറ്റ് ചെയ്തിട്ട് DNA ഡിവൈഡ് ചെയ്യണം. DNA ഡിവൈഡ് ചെയ്താലേ ബാക്ടീരിയൽ സെല്ലിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്ടീരിയൽ സെല്ല് നമുക്കറിയാം ബൈനറി ഫിഷൻ ആണ് ബാക്ടീരിയൽ സെല്ലിലൊക്കെ നടക്കുന്നത് അല്ലേ. ബാക്ടീരിയൽ സെല്ലിൽ കോമൺലി നടക്കുന്ന ടൈപ്പ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് ബൈനറി ഫിഷൻ എന്ന് പറയുന്നത്. ആ ബൈനറി ഫിഷനെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ DNA റെപ്ലിക്കേറ്റ് ചെയ്യണ്ടേ, ജനറ്റിക് മെറ്റീരിയൽ റെപ്ലിക്കേറ്റ് ചെയ്യണം. അപ്പോൾ ജനറ്റിക് മെറ്റീരിയൽ റെപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലോസ്ലി നമ്മുടെ ന്യൂക്ലിയോയിഡിന് ക്ലോസ്ലി അസോസിയേറ്റ് ചെയ്തുള്ള ഈ പ്ലാസ്മ മെംബ്രെയിൻ്റെ ഇൻഫോൾഡിങ്സിനെയാണ് നമ്മൾ മീസോസോംസ് എന്ന് പറയുക. അപ്പോൾ മീസോസോംസിന്റെ ഫംഗ്ഷൻ വരുന്നത് DNA റെപ്ലിക്കേഷൻ ആണ്, പ്ലാസ്മ മെംബ്രെയിൻ്റെ ഇൻഫോൾഡിങ്സ് ആണ്. ക്രോമസോംസ് നമുക്ക് ന്യൂക്ലിയോയിഡ് എന്ന് പറയുന്ന സ്ട്രക്ചറിലാണ് കാണാൻ പറ്റുക. ഓക്കെ, സോ സെൽ വാൾ ഉണ്ടാവും, അതുപോലെ തന്നെ പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടാവും, ഔട്ടർ ലെയർ ആയിട്ട് ഗ്ലൈക്കോകാലിക്സ് ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ബട്ട് ഇവിടെ മീസോസോമിന്റെ ഫംഗ്ഷൻ ആണ് നമുക്ക് അറിയേണ്ടത്. മീസോസോമിന്റെ ഫംഗ്ഷൻ DNA റെപ്ലിക്കേഷൻ ആണ്. ജനറ്റിക് മെറ്റീരിയലിനെ റെപ്ലിക്കേറ്റ് ചെയ്താലേ നമുക്ക് പുതിയൊരു ഓർഗാനിസം ആയിട്ട് മാറാൻ പറ്റുള്ളൂ. സോ ബാക്ടീരിയനെ അതിനെ ഹെൽപ്പ് ചെയ്യാനാണ് ആര് ചെയ്യുന്നത്, നമ്മുടെ മീസോസോംസ് ചെയ്യുന്നത്. സോ നമ്മുടെ ഓപ്ഷൻ എ DNA റെപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഇനി നമുക്ക് സർട്ടൻ ബാക്ടീരിയസിൽ കാണുന്ന ടൈപ്പ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് അല്ലെങ്കിൽ ജനറ്റിക് മെറ്റീരിയൽസിൻ്റെ ട്രാൻസ്ഫറിങ്ങിനെയാണ് നമ്മൾ കോൺജുഗേഷൻ അല്ലെങ്കിൽ അതിൻ്റെ കണക്ഷനെയാണ് നമ്മൾ കോൺജുഗേഷൻ എന്ന് വിളിക്കുക. ഇതൊക്കെ കുറച്ചുകൂടെ ഹയർ ലെവലിൽ വരുന്നതാണ്. പിന്നെ ലോക്കോമോഷനെ ബാക്ടീരിയനെ ഹെൽപ്പ് ചെയ്യുന്നത് ഫ്ലജെല്ലയാണ് നമുക്കറിയാം. അതുപോലെ തന്നെ കീമോസിന്തസിസ് ബാക്ടീരിയയിൽ സർട്ടൻ ബാക്ടീരിയസിൽ മാത്രമേ നടക്കുന്നുള്ളൂ. അത് എല്ലാ ബാക്ടീരിയയിലും നമുക്ക് മീസോസോംസ് കാണാൻ പറ്റും. അവിടെ ഫംഗ്ഷൻ DNA റെപ്ലിക്കേഷൻ ആണ്. ഓക്കെ,
സോ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫീച്ചർ ഈസ് കോമൺ ഇൻ ഓൾ ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിഡ്സ്? അപ്പോൾ പ്ലാസ്റ്റിഡ്സ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, കളേർഡ് ബോഡീസ് ആണ് അല്ലെ. കളേർഡ് ബോഡീസ്, അതായത് നമ്മുടെ സെല്ലിൽ കാണുന്ന കളേർഡ് ബോഡീസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്ലാസ്റ്റിഡ്സ് എന്ന് പറയുന്നത്. പ്ലാസ്റ്റിഡ്സ് തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിഡ്സ് ഉണ്ട്. അപ്പോൾ കോമൺ ഇൻ ഓൾ ടൈപ്സ് ഓഫ് പ്ലാസ്റ്റിഡ്സ്, എല്ലാ ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിഡ്സിലും കോമൺ ആയിട്ടുള്ള ഫീച്ചർ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പ്രസൻസ് ഓഫ് ഗ്രാന, സ്റ്റോറേജ് നേച്ചർ, പ്രസൻസ് ഓഫ് ഗ്രീൻ പിഗ്മെന്റ്സ്, അതുപോലെ തന്നെ ഡബിൾ മെമ്പറൈൻ. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഏതാണ് കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിഡ്സ് ഏതൊക്കെയാണ്, കളേർഡ് ബോഡീസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കാണാം, ഇതാണ് പ്രോ പ്ലാസ്റ്റിഡ്. അതായത് പ്ലാസ്റ്റിഡ് ഉണ്ടാവുന്നതിൻ്റെ മുന്നത്തെ സ്റ്റേജ് ആണ് പ്രോ പ്ലാസ്റ്റിഡ് എന്ന് പറയുന്ന സ്റ്റേജ്. ഇത് ചില സെൽസിൽ നമുക്ക് കാണാൻ പറ്റും, ചില പ്രോകാരിയോട്സിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ല്യൂക്കോപ്ലാസ്റ്റ്, അതായത് കളർലെസ് ആയിട്ടുള്ള പ്ലാസ്റ്റിഡ്സിനെയാണ് നമ്മൾ ല്യൂക്കോപ്ലാസ്റ്റ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ കളർലെസ് പ്ലാസ്റ്റിഡ്സ് എന്ന് വിളിക്കും. ഇനി എറ്റിയോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ചില ഷൂട്ടുകളൊക്കെ ഉണ്ടാവും അല്ലെ, ചില ഷൂട്ടുകൾ എന്ന് പറഞ്ഞാൽ സ്റ്റെം ഗ്രോ ചെയ്യുന്ന പാർട്ടിനെയാണ് ഷൂട്ട് എന്ന് പറയാം. ഷൂട്ട് എന്ന് പറയാൻ മുകളിൽ, അതായത് എബോവ് ദ ഗ്രൗണ്ട് ഉള്ള പാർട്ടിനെയാണ് നമ്മൾ ഷൂട്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഷൂട്ടിൽ ചില സ്ഥലത്തൊന്നും ഫോട്ടോസിന്തസിസ് നടക്കില്ല. അപ്പോൾ അങ്ങനത്തെ സ്ഥലത്ത് ഉണ്ടാവുന്ന പ്ലാസ്റ്റിഡ്സിനെയാണ് നമ്മൾ എറ്റിയോപ്ലാസ്റ്റ് എന്ന് വിളിക്കുക. അങ്ങനെയുള്ള സ്ഥലത്ത് ഉണ്ടാവുന്ന സെൽസിൽ ഉണ്ടാവുന്ന ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിഡ്സ് ആണ് എറ്റിയോപ്ലാസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ അമൈലോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ പെർട്ടിക്കുലർലി സ്റ്റോറേജ് ഫംഗ്ഷൻ ആണ് ഇതിന് വരുന്നത്. അമൈൽ എന്ന് പറഞ്ഞാൽ സ്റ്റാർച്ച് ആണ്, സ്റ്റാർച്ചിനെ സ്റ്റോർ ചെയ്തേക്കുക എന്നുള്ള ഫംഗ്ഷൻ ആണ് അമൈലോപ്ലാസ്റ്റിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി ക്രോമോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് സർട്ടൻ പിഗ്മെന്റ്സ് ഉണ്ട്, റെഡ് ബ്രൗൺ ഒക്കെ കൊടുക്കുന്ന ഫ്യൂക്കോസാന്തിൻ, അതുപോലെ തന്നെ കരോട്ടിനോയിഡ്സ്, ഇങ്ങനെയുള്ള കരോട്ടിൻ, ഇങ്ങനെയുള്ള പിഗ്മെന്റ്സിനെയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു പെർട്ടിക്കുലർ പ്ലാസ്റ്റിഡ്സ് ആണ്. അല്ലെങ്കിൽ റെഡ് ഓർ ബ്രൗൺ കളറിൽ, റെഡ് അല്ലെങ്കിൽ ഓറഞ്ച് കളറിലായിരിക്കും അതിൻ്റെ കളർ ഉണ്ടാവുക, ആ കളേർഡ് ബോഡീസിന്റെ കളർ ഉണ്ടാവുക. ഇതാണ് ക്രോമോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞത്. ഇനി എലയോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പ്രോട്ടീൻസ്, അതായത് നമ്മൾ പറയുന്ന മെയിനായിട്ട് പറയുന്ന സ്റ്റോറേജ് ഫംഗ്ഷൻ ആണ് എലയോപ്ലാസ്റ്റും ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രോട്ടീനോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് പ്രോട്ടീൻസ് ആണ്, എലയോപ്ലാസ്റ്റ് ലിപ്പിഡ്സ് ആണ്. എലയോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് ലിപ്പിഡ്സിന്റെ സ്റ്റോറേജ് ആണ്. പ്രോട്ടീനോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് പ്രോട്ടീൻ്റെ സ്റ്റോറേജ് ഫംഗ്ഷൻ ആണ് ചെയ്യുന്നത്. ക്ലോറോപ്ലാസ്റ്റ് നമ്മൾ എല്ലാവരും അറിയുന്ന പോലെ ഫോട്ടോസിന്തസിസ് ആണ് അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതിൽ തന്നെ 2 ടൈപ്സ് ഓഫ് ഫോട്ടോസിന്തസിസിന്റെ 2 സ്റ്റെപ്സ് നടക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്. അതായത് ലൈറ്റ് ഫേസ് നടക്കുന്നതും ഡാർക്ക് ഫേസ് നടക്കുന്നതും ഇവിടെ തന്നെയാണ്. ലൈറ്റ് ഫേസ് നടക്കുന്നത് തൈലക്കോയിഡിൽ വെച്ചിട്ടും സ്ട്രോമയിൽ വെച്ചിട്ട് ഡാർക്ക് ഫേസ് അല്ലെങ്കിൽ കാൽവിൻ സൈക്കിൾ നടക്കും. ഇതൊക്കെ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിഡ്സ് വരുന്നത്. അതിൻ്റെ ഫംഗ്ഷൻസും കാര്യങ്ങളുമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് നോക്കാം, എല്ലാവർക്കും നോക്കുകയാണെങ്കിൽ ഡബിൾ മെംബ്രെയിൻ ആണ് കേട്ടോ. എല്ലാവർക്കും പുറത്ത് ഡബിൾ മെംബ്രെയിൻ ഉണ്ടാവും. ഇനി നമുക്ക് നോക്കാം, ഗ്രീൻ പിഗ്മെന്റ് ഉള്ളത് ക്ലോറോപ്ലാസ്റ്റിന് മാത്രമാണ്. സോ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ വരുന്നത് പ്രസൻസ് ഓഫ് ഗ്രാനയും ഗ്രാന തൈലക്കോയിഡ്സും സ്ട്രോമയും ഒക്കെ കാണാൻ പറ്റുന്നത് നമുക്ക് ക്ലോറോപ്ലാസ്റ്റിൽ മാത്രമാണ്. അപ്പോൾ ഇത് ക്ലോറോപ്ലാസ്റ്റിന്റെ ഒരു ഫംഗ്ഷൻ ആണ്. എന്താ ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്? ഇതൊരു ക്ലോറോപ്ലാസ്റ്റിന്റെ ഫംഗ്ഷൻ ആണ് ഈ ഒരു ഫംഗ്ഷൻ. ഓക്കെ, ഫീച്ചർ എന്ന് പറയുന്നത് ക്ലോറോപ്ലാസ്റ്റിന്റെ ഫീച്ചർ ആണ്. സ്റ്റോറേജ് നേച്ചർ വരുന്നത് ആർക്കൊക്കെയാണ്? സ്റ്റോറേജ് നേച്ചർ വരുന്നത് എലയോപ്ലാസ്റ്റിനും അമൈലോപ്ലാസ്റ്റിനും പ്രോട്ടീനോപ്ലാസ്റ്റിനുമാണ് സ്റ്റോറേജ് ഫംഗ്ഷൻ വരുന്നത് മെയിനായിട്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ചില ല്യൂക്കോപ്ലാസ്റ്റിലും നമുക്ക് സ്റ്റോറേജ് ഫംഗ്ഷൻ കാണാൻ പറ്റും. കളർലെസ് ആണ് കേട്ടോ, അവരിലും നമുക്ക് സ്റ്റോറേജ് ഫംഗ്ഷൻ കാണാൻ പറ്റും. സോ ആ ഒരു ഫീച്ചേഴ്സ് ഒക്കെ വരുന്നത് ല്യൂക്കോപ്ലാസ്റ്റ്, അതുപോലെ തന്നെ അമൈലോപ്ലാസ്റ്റ്, എലയോപ്ലാസ്റ്റ് ആൻഡ് പ്രോട്ടീനോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ഈ പ്ലാസ്റ്റുകളിലൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുക. ഇനി പ്രസൻസ് ഓഫ് ഗ്രീൻ പിഗ്മെന്റ്സ്, അത് ക്ലോറോപ്ലാസ്റ്റിന്റെ മാത്രം ഫീച്ചറാണ്. ക്ലോറോപ്ലാസ്റ്റിലാണ് ഗ്രീൻ പിഗ്മെന്റ്സ് ഉണ്ടാവുക. അപ്പോൾ ക്ലോറോപ്ലാസ്റ്റിന്റെ ഫംഗ്ഷൻ ആണ് ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. ഇനി ഡബിൾ മെംബ്രെയിൻ, എല്ലാവർക്കും ഡബിൾ മെംബ്രെയിൻ ഉണ്ടാവും. സോ ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മൾ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. എല്ലാവർക്കും ഡബിൾ മെംബ്രെയിൻ ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് പ്ലാസ്റ്റിഡ്സ് എന്ന് പറയുന്നത്. സെൽസിനകത്ത് കാണുന്ന കളേർഡ് ബോഡീസിനെയാണ് നമ്മൾ പ്ലാസ്റ്റിഡ്സ് എന്ന് വിളിക്കുന്നത്. സോ നമുക്ക് ആൻസേഴ്സ് പറയാൻ പറ്റും. ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഡബിൾ മെംബ്രെയിൻ എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും. സോ നമുക്ക് ചെക്ക് ചെയ്യാം. യെസ്, നമ്മളെ ഡബിൾ മെംബ്രെയിൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് നമ്മുടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുള്ളത് assertion recent type question ആണ്. Many bacteria have small circular DNA outside the
ജീനോമിക് DNA. നമ്മളെല്ലാ ഓർഗാനിസം നോക്കുന്ന സമയത്ത് അവർക്ക് ജനറ്റിക് മെറ്റീരിയൽ DNA ആണ് ഉണ്ടാവുക. അത് ബാക്ടീരിയ ആണെങ്കിലും നമ്മൾ ഹ്യൂമൻ ബോഡീസ് ആണെങ്കിലും ഹ്യൂമൻസ് ആണെങ്കിലും എല്ലാ ലിവിങ് ബീങ്സിനെ നോക്കുന്ന സമയത്തും നമുക്ക് DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് കാണാൻ പറ്റുക. ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ DNA കുറച്ചുകൂടി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു മോളിക്യൂളാണ് ആസ് കമ്പയർ ടു RNA കുറച്ച് അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു മോളിക്യൂളാണ്. അതുകൊണ്ട് അത് വൈറസ് പോലെയുള്ള സർട്ടൻ ഗ്രൂപ്പ്സിനാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുക, വൈറസിനൊക്കെയാണ് RNA ഒരു ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടൊക്കെ ഉള്ളത്. പക്ഷേ വൈറസിനെ നമ്മളൊരു ലിവിങ് ബീയിങ് ആയിട്ട് ചില കേസുകളിൽ കൺസിഡർ ചെയ്യുന്നില്ല. അവർക്ക് നമ്മൾ ലിവിങ് ബീങ്സിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഹോസ്റ്റിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അവർക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. സോ അവർ ഇൻ ബിറ്റ്വീൻ ലിവിങ് ആൻഡ് നോൺ ലിവിങ്ങിൻ്റെ ഉള്ളിലാണ് വെച്ചിട്ടുള്ളത്. സോ ആ ഒരു കേസിൽ നോക്കുന്ന സമയത്ത് നമുക്ക് വൈറസിന് മാത്രമേ ഉള്ളൂ വൈറസിനാണ് കോമൺലി RNA ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് കാണുന്നത്. അതുപോലെ തന്നെ ബാക്കി എല്ലാ ഓർഗാനിസത്തിലും നമുക്ക് കാണാൻ പറ്റുന്നത് DNA ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടാണ്. സോ ബാക്ടീരിയക്കും DNA ഉണ്ട്. ബാക്ടീരിയൻ്റെ ഒരു സ്ട്രക്ചർ നമുക്ക് നോക്കി നോക്കാം. ബാക്ടീരിയൻ്റെ പ്രോകാരിയോട്ടാണ് ബാക്ടീരിയ എന്ന് പറയുന്നത്. ബാക്ടീരിയൻ്റെ ജനറ്റിക് മെറ്റീരിയൽ ന്യൂക്ലിയോയിഡ് സ്ട്രക്ചറിലാണ് നമുക്ക് കാണാൻ പറ്റുക. ഇങ്ങനെ ഒരു വെൽ ബൗണ്ട് അല്ലെങ്കിൽ വെൽ അറേഞ്ച്ഡ് അല്ല അതിൻ്റെ ന്യൂക്ലിയസ്, അല്ലെങ്കിൽ ന്യൂക്ലിയസ് ഇല്ല അതിന് വെൽ അറേഞ്ച്ഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഇല്ല. സോ അതിന് ന്യൂക്ലിയോയിഡ് ആണ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സോ അവിടെ നമുക്ക് കാണാൻ പറ്റും സർക്കുലർ ഷേപ്പിൽ കുറച്ച് DNA കാണാൻ പറ്റും. സർക്കുലർ ഷേപ്പിൽ നമുക്ക് ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA മോളിക്യൂൾസ് നമുക്ക് ബാക്ടീരിയൻ്റെ അകത്ത് കാണാൻ പറ്റും. ആ ബോഡിക്കാണ് നമ്മൾ പ്ലാസ്മിഡ്സ് എന്ന് വിളിക്കുന്നത്. ആ ബോഡീനെയാണ് നമ്മൾ പ്ലാസ്മിഡ്സ് എന്ന് വിളിക്കുന്നത്. സോ നമുക്ക് ആ പ്ലാസ്മിഡ്സിൻ്റെ കേസ് നോക്കുന്ന സമയത്ത് പ്ലാസ്മിഡ്സ് എന്നാണ് ആ ഒരു സ്ട്രക്ചേഴ്സിനെ നമ്മൾ വിളിക്കുന്നത്. സോ പ്ലാസ്മിഡ്സ് ആണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ള സർക്കുലർ DNAs വിച്ച് ആർ പ്രസന്റ് ഇൻ ബാക്ടീരിയയിൽ നമുക്ക് ബാക്ടീരിയൽ സെല്ലിൽ കാണാൻ പറ്റുന്ന DNA കൊണ്ടുണ്ടായിട്ടുള്ള സർക്കുലർ DNA സ്ട്രക്ചറാണ് പ്ലാസ്മിഡ് എന്ന് പറയുന്നത്. സോ നമുക്ക് പ്ലാസ്മിഡ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. സോ നമുക്ക് നോക്കാം, മിനി ബാക്ടീരിയ ഹാവ് സർക്കുലർ DNA ഔട്ട്സൈഡ് ദ ജീനോമിക് DNA എന്ന് പറയുന്നത് ശരിയാണോ? യെസ്, പ്ലാസ്മിഡ്സ് അവിടെ പ്രസന്റ് ഉണ്ട്. ഇനി നമുക്ക് റീസൺ നോക്കാം. ദീസ് സ്മോളർ DNA ആർ കോൾഡ് പ്ലാസ്മിഡ്സ് ആണോ? ആണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതിനെയാണ് നമ്മൾ പ്ലാസ്മിഡ്സ് എന്ന് വിളിക്കുന്നത്. സർക്കുലർ DNA ഔട്ട്സൈഡ് ദ അല്ലെങ്കിൽ ഇൻസൈഡ് ദ ബാക്ടീരിയൽ സെൽ either than that of ജനറ്റിക് മെറ്റീരിയൽ. ജനറ്റിക് അല്ലെങ്കിൽ ജീനോമിക് DNA അല്ലാതെ വേറൊരു സർക്കുലർ DNA ബാക്ടീരിയൻ്റെ ബോഡിക്കകത്തുണ്ട് അല്ലെങ്കിൽ സെല്ലിനകത്തുണ്ട്. അതിനെയാണ് നമ്മൾ പ്ലാസ്മിഡ്സ് എന്ന് വിളിക്കുന്നത്. സോ അസേർഷൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആയിട്ടാണ് റീസൺ വന്നിട്ടുള്ളത്. സോ നമുക്ക് ഓപ്ഷൻ എ, ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് ദ റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആയിരിക്കും നമ്മളുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. സോ നമുക്ക് നോക്കാം നമ്മളെ ഓപ്ഷൻ എ തന്നെയാണോ? യെസ്, നമ്മൾ ഓപ്ഷൻ എ തന്നെയാണ് നമ്മളെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ ബാക്ടീരിയ സെല്ല് നോക്കുന്ന സമയത്ത് ബാക്ടീരിയയിൽ ന്യൂക്ലിയോയിഡ് ഉണ്ടാവും, അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിൻ്റെ ജീനോമിക് DNA ഉണ്ടാവും, അതിന് പുറത്ത് സർക്കുലർ DNA ഉണ്ടാവും. അതിനെയാണ് നമ്മൾ പ്ലാസ്മിഡ്സ് എന്ന് വിളിക്കുന്നത്. സോ നമ്മൾ മൂവ് ഓൺ ചെയ്യാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ഗോൾഗി അപ്പാരറ്റസ് അല്ലെങ്കിൽ ഗോൾഗി ബോഡീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇൻകറക്റ്റ് ആയിട്ട് വരുന്ന ഓപ്ഷൻ ഏതാണെന്ന് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദ ER ഫ്യൂസസ് വിത്ത് ദ സിസ് ബേസ്. അപ്പോൾ നമ്മൾ ERഉം ഗോൾഗി അപ്പാരറ്റസും തമ്മിലുള്ള അറേഞ്ച്മെന്റ് നമ്മൾ നോക്കണം. നമ്മളൊരു സെല്ല് നോക്കുന്ന സമയത്ത് സെല്ലിന്റെ ന്യൂക്ലിയസ് ആണ്, ന്യൂക്ലിയർ പോറ് നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം നമുക്ക് കാണാൻ പറ്റുക RER അല്ലെങ്കിൽ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ് അതിനുശേഷം നമുക്ക് കാണാൻ പറ്റുക. കാരണം DNA ഉണ്ടാക്കുന്ന ഒരുപാട് മോളിക്യൂൾസ് ഉണ്ട് അല്ലേ, നമ്മൾ ന്യൂക്ലിയസിൽ ഉണ്ടാകുന്ന ഒരുപാട് മോളിക്യൂൾസ് ഉണ്ട്, RNAs ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്. അതെല്ലാം ട്രാൻസ്ഫർ ചെയ്യുന്നത് ന്യൂക്ലിയർ പോർ വഴിയാണ്. ന്യൂക്ലിയർ പോർ വഴി വരുന്ന ആ ഒരു മെറ്റീരിയൽസിലെല്ലാം കണ്ടക്ട് ചെയ്യുക അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഏത് പാത്വേയിലൂടെയാണ്? RER എന്ന് പറയുന്ന പാത്വേയിലൂടെയാണ്. RERന്റെ ഔട്ടർ അല്ലെങ്കിൽ പെരിഫറൽ റീജിയനിലാണ് നമുക്ക് SCR കാണാൻ പറ്റുക. കുറച്ച് ലൂസ്ലി ബൗണ്ടഡ് ആയിട്ടാണ് നമുക്ക് SCR കാണാൻ പറ്റുക. SCR എന്ന് പറഞ്ഞാൽ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ് ഈ ഒരു റീജിയനിൽ കാണാൻ പറ്റുക. ഓക്കെ, ഇനി സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ സെക്രീറ്ററി വെസിക്കിൾസ് ഉണ്ട്. ഈ സെക്രീറ്ററി വെസിക്കിൾസിൽ നിന്നാണ് സിസ് ഫേസ്, അതായത് ഇത് ഗോൾഗി അപ്പാരറ്റസ് ആണ് കേട്ടോ. ഗോൾഗി അപ്പാരറ്റസിന്റെ സിസ് ഫേസ് ആണ് ഈ സെക്രീറ്ററി വെസിക്കിൾസ്, അതായത് അവിടെ ഉണ്ടായിട്ടുള്ള പ്രോട്ടീൻസ്, RNA ഇതെല്ലാം ട്രാൻസ്ഫർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് സെക്രീറ്ററി വെസിക്കിൾസ് ആണ്. അത് അവരാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. അക്സെപ്റ്റ് ചെയ്തിട്ട് ഇവർ പാക്കേജിങ് ചെയ്തിട്ട് ട്രാൻസ്പൊസിഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫേസ് ഓഫ് ഗോൾഗി അപ്പാരറ്റസിന്റെ ട്രാൻസ്ഫേസിലൂടെ അവരെന്ത് ചെയ്യും? സെല്ലിന്റെ മെട്രിക്സിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഓവറോൾ ഒരു ന്യൂക്ലിയസിൽ ഉണ്ടാവുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ നമുക്കറിയാം
ഈ ഒരു എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കഴിഞ്ഞ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കഴിഞ്ഞ് അതിനുശേഷം സിസ് ഫേസിലേക്ക് വന്നു. ദെൻ ട്രാൻസ് ഫേസിലൂടെയാണ് എന്ത് നമ്മുടെ മെറ്റീരിയൽസ് എല്ലാം മെട്രിക്സ് അല്ലെങ്കിൽ സെല്ലുലാർ മെട്രിക്സിലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കി വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് നോക്കാം. ഇത് ഫ്യൂസസ് വിത്ത് ദ സിസ് ഫേസ്. ഇത് പാർഷ്യലി ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരിക്കലും നമുക്ക് നമ്മൾ പറഞ്ഞത് വെച്ചിട്ട് ഒരിക്കലും സിസ് ഫേസ് എന്ത് ചെയ്യുന്നില്ല, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലായിട്ട് ഫ്യൂസ് ചെയ്യുന്നില്ല, ബട്ട് ക്ലോസ്ലി അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പാർഷ്യലി ട്രൂ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഇത് നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് വെക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്നാലും സ്ലൈറ്റ്ലി ഒരു പാർഷ്യലി ട്രൂ അതിന് ഫീൽ വന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് സെലക്ട് ചെയ്യാൻ പറ്റില്ല. പ്യൂർലി ഇൻകറക്റ്റ് ഒന്നല്ല, ഫ്യൂസ് ചെയ്യില്ല, ഒരിക്കലും ഫ്യൂസ് ചെയ്യില്ല. ഒരിക്കലും എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഒരിക്കലും സിസ് ഫേസ് ഗോൾഗി അപ്പാരറ്റസിന്റെ സിസ് ഫേസുമായിട്ട് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഫ്യൂസ് ചെയ്യില്ല. അത് ക്ലോസ്ലി അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറ്റ് റിമെയിൻസ് ഇൻ ദ ക്ലോസ് അസോസിയേഷൻ വിത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അതും എന്താണ്, ശരിയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ക്ലോസ് അസോസിയേഷൻ ആണ്. ഇതും റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഇതും നമ്മളെ ആൻസർ അല്ല. ഇനി നമുക്ക് നോക്കാം. ദ സിസ് ആൻഡ് ട്രാൻസ് ഫേസസ് ഓഫ് ദ ഓർഗനൽസ് ആർ സിമിലർ ബട്ട് ഇന്റർ കണക്റ്റഡ്. അതായത് സിസ് ആൻഡ് ട്രാൻസ് ഫേസസ് ഓഫ് ഓർഗനൽസ് ആർ സിമിലർ. രണ്ടും സിമിലർ ആണോ? സിസ് ഫേസും ട്രാൻസ് ഫേസും ഒരുപോലെയാണ് കാണാൻ പറ്റുന്നത്. സിസ് ഫേസ് ഇങ്ങനെയാണ് അല്ലെ, സിസ് ഫേസ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള പൊസിഷൻ ആണ്, ട്രാൻസ് ഫേസ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള പൊസിഷൻ ആണ്. ഓക്കെ, രണ്ടും സിമിലർ ആണോ? രണ്ട് ഫേസും സിമിലർ ആണോ? ഗോൾഗി അപ്പാരറ്റസിന്റെ അല്ല. ബട്ട് അത് എന്താണ്, ഇന്റർ കണക്റ്റഡ് ആണോ? നമുക്ക് നോക്കുന്ന സമയത്ത് ഇന്റർ കണക്റ്റഡ് ആനിമൽ സെല്ലിലാണ് ഇന്റർ കണക്റ്റഡ്. നമ്മൾ പറഞ്ഞു പ്ലാന്റ് സെല്ലിൽ അവർ സിസ്റ്റേൺ ഇന്റർ കണക്റ്റഡ് അല്ല. ഗോൾഗി അപ്പാരറ്റസ് ഇന്റർ കണക്റ്റഡ് അല്ല, ഓരോ സ്ട്രാൻഡ്സ് ആയിട്ടാണ് ഉണ്ടാവുക. സിസ്റ്റേൺ എന്ന് പറയുന്ന സ്ട്രാൻഡ്സ് ആയിട്ടാണ് ഉണ്ടാവുക, സിസ്റ്റേണേഴ്സ്. ഓക്കെ, അപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് ഇന്റർ കണക്റ്റഡ് എന്ന് പറയുന്നതും തെറ്റാണ്. അവര് ഒരേപോലെ സിമിലർ ആണ്. സിസ് ഫേസും ട്രാൻസ് ഫേസും എന്ന് പറയുന്നതും തെറ്റാണ്, സിമിലർ അല്ല. രണ്ടും ഡിഫറെന്റ് ഷേപ്പിലാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായി ഇതാണ് റോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ഗോൾഗി അപ്പാരറ്റസ് വിത്ത് റെസ്പെക്ട് ടു ഗോൾഗി അപ്പാരറ്റസ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ സി ആയിരിക്കും നമ്മളെ റൈറ്റ് ആൻസർ വരിക. ദ ഗോൾഗി സിസ്റ്റേണെ ആർ കോൺസെൻട്രിക്കലി അറേഞ്ച്ഡ് നിയർ ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന് നിയർ ആയിട്ട് കോൺസെൻട്രിക്കലി ആണോ അറേഞ്ച് ചെയ്തിട്ടുള്ളത്? യെസ്, ഓഫ് കോഴ്സ് കോൺസെൻട്രിക്കലി ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഗോൾഗി അപ്പാരറ്റസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് മനസ്സിലായി അതെന്താണ്, ഒരു റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഇൻകറക്റ്റ് അല്ല. സോ ഇത് നമ്മളുടെ ഓപ്ഷൻ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ആൻസർ ആയിട്ട് വരാൻ ചാൻസ് ഇല്ല. സോ നമുക്ക് ഓപ്ഷൻ സി ആണ് പ്യുവർലി റോങ് അല്ലെങ്കിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ഗോൾഗി അപ്പാരറ്റസ് എന്ന് പറയുന്നത്. സോ നമുക്ക് മനസ്സിലായി ഓപ്ഷൻ സി ആണ് നമ്മളെ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി തന്നെയാണ് നമ്മളെ റൈറ്റ് ആൻസർ. ബട്ട് ഇത് പ്യുവർലി എന്തല്ല, പ്യുവർലി കറക്റ്റ് അല്ല. അപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആൻസേഴ്സ് വരുന്ന ക്വസ്റ്റ്യൻസും നമുക്ക് NSC JS എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യനിൽ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഡെഫിനറ്റ്ലി ഈ രണ്ട് ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ഈ രണ്ട് ഓപ്ഷൻസും അതിൽ ആൻസർ ആയിട്ട് വരും. ഓക്കെ, യെസ്. സോ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് SCR ഈസ് സ്പെഷ്യലൈസ്ഡ് ഇൻ ദ സിന്തസിസ് ഓഫ് ലിപ്പിഡ്സ് ആൻഡ് സ്റ്റീറോയിഡ്സ്. SCR എന്ന് പറഞ്ഞാൽ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. നമ്മൾ നേരത്തെ പിക്ചറിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എവിടെയാണ് ഉള്ളത്? റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കഴിഞ്ഞ് ന്യൂക്ലിയസിന് ശേഷം റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ്. അതിനുശേഷമാണ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം വരുന്നത്. അതിനുശേഷമാണ് നമ്മൾ ഗോൾഗി അപ്പാരറ്റസ് വരുന്നത്. അതിന്റെ സിസ് ഫേസ് ആണ് അതിന് ക്ലോസ്ലി അസോസിയേറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. ഇനി SCRന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, SCR എന്തൊക്കെയാണ് നമ്മളുടെ അല്ലെങ്കിൽ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം പാത്വേ ആണ്. ബട്ട് എന്തൊക്കെ കാര്യങ്ങളാണ്, ഫങ്ഷൻസ് ആണ് അല്ലെങ്കിൽ മേജർ റോൾസ് ആണ് നമ്മുടെ സെല്ലിൽ ചെയ്യുന്നത് നമുക്ക് നോക്കാം. SCR സിന്തസൈസ് ലിപ്പിഡ്സ് ആൻഡ് സ്റ്റീറോയിഡ്സ്. അതായത് ലിപ്പിഡ്സും സ്റ്റീറോയിഡ്സും നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് SCR ആണ് അല്ലെങ്കിൽ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ്. ഇനി നമുക്ക് നോക്കാം നമ്മുടെ സെല്ലിൽ SCR സെൻഡ് പ്രൊഡക്ട്സ് ഡയറക്ട്ലി ടു ഗോൾഗി വിയ വെസിക്കിൾസ് നോട്ട് ത്രൂ RER. അതായത് RER അല്ല, RER കഴിഞ്ഞിട്ടാണ് SCR വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് സെക്രീറ്ററി വെസിക്കിൾസ് വരുന്നുണ്ട് പറഞ്ഞു. അതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഡയറക്ട്ലി ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലെ. ഗോൾഗി അപ്പാരറ്റസിന്റെ സിസ് ഫേസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. എന്നിട്ട് ട്രാൻസിലൂടെ വരുന്ന സമയത്ത് ഫുള്ളി പാക്ഡ് ആയിരിക്കും നമ്മളുടെ പ്രോട്ടീൻസ് ആണെങ്കിലും ഏത് പ്രോഡക്ട്സ് ആണെങ്കിലും. അതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സോ SCR സെൻസ് പ്രോഡക്ട്സ് ഡയറക്ട്ലി ടു ഗോൾഗി വിയ വെസിക്കിൾസ് നോട്ട് ത്രൂ RER.
റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം വഴിയല്ല എത്തിക്കുന്നത്. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കഴിഞ്ഞിട്ടാണ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം വരുന്നത്. സോ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ഓപ്ഷൻസ് വായിച്ചു നോക്കാം. ഇനി നമുക്ക് സ്റ്റേറ്റ്മെന്റ് 1 പറഞ്ഞു, സ്പെഷ്യലൈസ്ഡ് ഇൻ ദ സിന്തസിസ് ഓഫ് ലിപ്പിഡ്സ് ആൻഡ് സ്റ്റിറോയിഡ്സ് എന്ന് പറയുന്നത് ശരിയാണ്. സ്റ്റേറ്റ്മെന്റ് 2 പറയുന്നത് സിന്തറ്റിക് പ്രോഡക്ട്സ് ഓഫ് SCR പാസ് ഓൺ ടു ഗോൾഗി കോംപ്ലക്സ് ത്രൂ RER. RER കഴിഞ്ഞിട്ടാണ് SCRലേക്ക് വരുന്നത് കേട്ടോ. ഓരോ പ്രോഡക്ട്സും RER കഴിഞ്ഞിട്ടാണ് SCRലേക്ക് വരുന്നത്, എന്നിട്ടാണ് ഗോൾഗി അപ്പാരറ്റസിലേക്ക് പോകുന്നത് ത്രൂ സെക്രീറ്ററി വെസിക്കിൾസ്. ഈ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സോ നമുക്ക് മനസ്സിലായി ഇതെന്താണ്, റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ്. അപ്പം ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ വരുമോ? ഇല്ല. ഓൺലി സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഇൻകറക്റ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റും റോങ് ആണ്. ഓൺലി സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഇൻകറക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ C ആയിരിക്കും നമ്മളെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ ഇൻകറക്റ്റ് എന്ന് പറയുന്നതും റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ബിക്കോസ് സ്റ്റേറ്റ്മെന്റ് 1 എന്താണ്, റൈറ്റ് ആയിട്ടാണ് പറയുന്നത്. സോ നമുക്ക് പോവാം. എന്താണ് നമ്മൾ ആൻസർ വരുന്നത്? ഓപ്ഷൻ C. ഓൺലി സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഇൻകറക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെലക്ട് ദ ഇൻകറക്റ്റ് മാച്ച്. ഇൻകറക്റ്റ് മാച്ച് ഏതാണ്? ഇതിൽ ഒരു സയന്റിസ്റ്റിനെ കൊടുത്തിട്ടുണ്ട്. സയന്റിസ്റ്റിന്റെ അല്ലെങ്കിൽ സയന്റിസ്റ്റിന്റെ മേജർ ആയിട്ടുള്ള കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. മേജർ ആയിട്ടുള്ള ഡിസ്കവറി അല്ലെങ്കിൽ മേജർ ആയിട്ടുള്ള സയന്റിഫിക് വേൾഡിലേക്ക് എന്തൊക്കെയാണ് ആ ഒരു സയന്റിസ്റ്റ് കൊടുത്തിട്ടുള്ളത്, എന്താണ് സയന്റിസ്റ്റിന്റെ റോള്, മേജർ ആയിട്ടുള്ള റോൾ എവിടെയാണ് വന്നിട്ടുള്ളത്, അതൊക്കെയാണ് നമ്മൾ ഈ ഒരു ഇൻകറക്റ്റ് മാച്ചിൽ നോക്കേണ്ടതുള്ളത്. അപ്പം സ്ലീഡൻ ആണ് ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത്. സ്ലീഡൻ പ്ലാസ്മ മെംബ്രെയിൻ കണ്ടെത്തി, അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിനോട് ഡിസ്കവറി അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ്റെ ഡിസ്കവറി നടത്തിയിട്ടുള്ളത് സ്ലീഡൻ ആണെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് പറയുന്നത് സ്ലീഡനെയാണ്. ഒരിക്കലും അത് റൈറ്റ് ആയിട്ടുള്ള മാച്ച് അല്ല, അത് റോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻകറക്റ്റ് മാച്ച് ആണ്. ബിക്കോസ് സ്ലീഡൻ ഈസ് ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് സെൽ തിയറി. സെൽ തിയറി പ്രപ്പോസ് ചെയ്ത ഒരാളാണ് സ്ലീഡൻ എന്ന് പറയുന്നത്. മത്യാസ് ജാക്കബ് സ്ലീഡൻ എന്ന് പറയുന്നത് സെൽ തിയറി പ്രപ്പോസ് ചെയ്തതാണ്. സ്ലീഡൻ മാത്രമല്ല, ഷ്വാൻ കൂടിയുണ്ട്. ഷ്വാൻ നമ്മൾ ആനിമൽ സെല്ലിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. സ്ലീഡൻ പറഞ്ഞിട്ടുള്ളത് പ്ലാന്റ് സെൽസിനെ കുറിച്ചാണ്. അപ്പോൾ സ്ലീഡൻ പ്ലാസ്മ മെംബ്രെയിനെ കുറിച്ചല്ല പറഞ്ഞത്, സെൽ തിയറി പ്രപ്പോസ് ചെയ്ത ഒരു സയന്റിസ്റ്റ് ആണ്. ഓക്കെ. ഇനി പലൈഡ് എന്ന് പറയുന്നത് റൈബോസോമിനെ കണ്ടെത്തിയിട്ടുള്ള ആളാണ്. അപ്പം ഇത് ഇൻകറക്റ്റ് അല്ല, ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു മാച്ച് ആണ്. ഇനി പോർട്ടർ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനെ ഡിസ്കവർ ചെയ്തു. പോർട്ടർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഡിസ്കവറി ചെയ്തത്. ഇനി ഫ്ലമിംഗ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ക്രൊമാറ്റിനെ കുറിച്ച് പഠിച്ചതും അതുപോലെ തന്നെ ക്രൊമാറ്റിനുമായിട്ട് മേജർ വർക്ക്സ് ഒക്കെ വന്നിട്ടുള്ളത് ഫ്ലമിംഗ് എന്ന് പറയുന്ന സയന്റിസ്റ്റിനാണ്. സോ ഇതെല്ലാം കറക്റ്റ് ആയിട്ടുള്ളതാണ്. ഇൻകറക്റ്റ് ആയിട്ട് മാച്ച് വന്നിട്ടുള്ളത് ഓപ്ഷൻ A ആണ്. സോ ഓപ്ഷൻ A ആയിരിക്കും നമ്മളെ റൈറ്റ് ആൻസർ. നമുക്ക് നോക്കാം, ഒന്നുകൂടി ചെക്ക് ചെയ്യാം. ദി ഇൻകറക്റ്റ് മാച്ച് ഈസ് സ്ലീഡൻ ബിക്കോസ് പ്ലാസ്മ മെംബ്രെയിനുമായിട്ടല്ല റിലേറ്റഡ് സ്ലീഡൻ. സ്ലീഡൻ പ്രപ്പോസ് ദ സെൽ തിയറി ബട്ട് ഡിഡ് നോട്ട് ഡിസ്കവർ ദ പ്ലാസ്മ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിൻ കണ്ടെത്തിയിട്ടുള്ളത് സ്ലീഡൻ അല്ല. ദാറ്റ് കോൺസെപ്റ്റ് വാസ് ഡെവലപ്ഡ് ലേറ്റർ ആയിട്ടാണ്. സെൽ തിയറി വന്നതിന് ശേഷമാണ് പ്ലാസ്മ മെംബ്രെയിനെ കുറിച്ചും അതുപോലെ തന്നെ ബൈ ലിപ്പിഡ് ലെയറിന്റെ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഓക്കെ, ലിപ്പിഡ് ബൈ ലെയറിന്റെ ഒക്കെ കുറിച്ചുള്ള പ്ലാസ്മ മെംബ്രെയിൻ്റെ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് പിന്നീടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് റോങ് ആണ്. സെൽ തിയറി പ്രപ്പോസ് ചെയ്ത് മാത്രമാണ് അത് ചെയ്തിട്ടുള്ളത്, സ്ലീഡൻ ചെയ്തിട്ടുള്ളത്. ദ അതർ മാച്ചസ് ആർ കറക്റ്റ് ബിക്കോസ് പലൈഡ് റൈബോസോമുമായിട്ട് റിലേറ്റഡ് ആണ്. പോർട്ടർ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഡിസ്കവറി ചെയ്തതാണ്. ഫ്ലമിംഗ് ക്രൊമാറ്റിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് മേജർ വർക്ക്സ് ചെയ്തിട്ടുള്ള സയന്റിസ്റ്റ് ആണ്. സോ അതെല്ലാം കറക്റ്റ്ലി മാച്ച്ഡ് ആയിരുന്നു. ബട്ട് സ്ലീഡൻ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത് ഇൻകറക്റ്റ് മാച്ച് ആണ്. സോ ഓപ്ഷൻ A ആയിരിക്കും നമ്മളുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചിട്ടുണ്ട്, ഹൗ മെനി ഓഫ് ദ ഗിവൻ ഫീച്ചേഴ്സ് ആർ അസോസിയേറ്റഡ് വിത്ത് ബോത്ത് മൈറ്റോകോൺട്രിയ ആൻഡ് പ്ലാസ്റ്റിഡ്. മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത് സെല്ലിലുള്ള പവർ ഹൗസ് ആണ് അല്ലേ, സെല്ലിൻ്റെ പവർ ഹൗസ് ആണ്, പവർ ജനറേറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു F0 F1 എന്ന് പറയുന്ന റീജൻ ഒക്കെ ഉണ്ട് നമ്മൾ പറഞ്ഞു അല്ലേ. F0 F1 ആ ഒരു F0 എന്ന് പറയുന്നത് ചാനലാണ്, F1 എന്ന് പറയുന്നത് ബൈൻഡിങ് സൈറ്റ് ആണ്, അവിടെയാണ് ATP ജനറേഷൻ ഉണ്ടാവുന്നത്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഇനി പ്ലാസ്റ്റിഡ്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പൊക്കെ നമ്മൾ നോക്കിയതാണ്. ഇനി ഇവരെ രണ്ടുപേരും നോക്കുന്ന സമയത്ത് ഇവർക്ക് രണ്ടുപേർക്കും കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എത്ര നമ്പർ ഇതിൽ കൊടുത്തിട്ടുള്ളത്, ഇവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുള്ളതിൽ എത്ര എണ്ണം കറക്റ്റായിട്ട് വരുന്നുണ്ടെന്നാണ് ചോദിക്കുന്നത്. ഇവർക്ക് 70S റൈബോസോം കൊണ്ടായിരിക്കും ഇവർ ഉണ്ടായിട്ടുണ്ടാവുക. 70S റൈബോസോംസ് വെച്ചിട്ടായിരിക്കും ഇവർ ഉണ്ടായിട്ടുണ്ടാവുക. DS അല്ലെങ്കിൽ ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആയിരിക്കും ഉണ്ടാവുക. ഇനി റുബിസ്കോ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ പ്ലാന്റിൽ കാണുന്ന ഒരു സ്പെഷ്യൽ എൻസൈമാണ്. അത് നമുക്ക് പ്ലാസ്റ്റിഡ്സിലാണ് കാണാൻ പറ്റുക. റുബിസ്കോ എന്ന് പറയുന്നത് ക്ലോറോപ്ലാസ്റ്റിൻ്റെ അല്ലെങ്കിൽ പ്ലാസ്റ്റിഡ്സ് മെയിൻലി നമുക്ക് നമ്മുടെ പ്ലാന്റ്സിൽ പ്ലാസ്റ്റിഡ്സ് ആയിട്ടുള്ള
ക്ലോറോപ്ലാസ്റ്റിൽ കാണുന്ന കീ എൻസൈം ആണ് ഫോർ ദ കാർബൺ ഫിക്സേഷൻ, അല്ലെങ്കിൽ നമ്മുടെ C4 സൈക്കിൾ C3 സൈക്കിൾ എന്നൊക്കെ നമ്മൾ പറയുന്ന നമ്മുടെ ലൈറ്റ് ഫേസ് ആൻഡ് ഡാർക്ക് ഫേസിലൊക്കെ നടക്കുന്ന ഒരുപാട് റിയാക്ഷൻസ് ഒക്കെ ഉണ്ട് അല്ലേ. ഗ്ലൂക്കോസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന റിയാക്ഷൻ ഉണ്ട്. ആ റിയാക്ഷൻ ഫോട്ടോസിന്തസിസിന്റെ ആ റിയാക്ഷൻസിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് എൻസൈം ആണ് ആ റുബിസ്കോ എന്ന് പറയുന്ന എൻസൈം. ഓക്കെ, റുബിസ്കോ എന്ന് പറയുന്ന എൻസൈം അവിടെയാണ് കാണാൻ പറ്റുക. ഇനി നമുക്ക് നോക്കാം. അപ്പൊ റുബിസ്കോ എന്തല്ല, റുബിസ്കോ പ്ലാസ്റ്റിഡ്സിൽ മാത്രം കാണുള്ളൂ, കോമൺ അല്ല, രണ്ടിലും കോമൺ അല്ല. റുബിസ്കോ മൈറ്റോകോൺട്രിയയിൽ കാണാൻ പറ്റില്ല. ഇനി നമുക്ക് നോക്കാം ഡബിൾ മെംബ്രെയിൻ. രണ്ടുപേർക്കും ഡബിൾ മെംബ്രെയിൻ ആണോ? മൈറ്റോകോൺട്രിയയ്ക്ക് ഇന്നർ മെംബ്രെയിനും ഉണ്ട്, ഔട്ടർ മെംബ്രെയിനും ഉണ്ട്, ഇന്നർ മെംബ്രെയിൻ സ്പേസ് ഉണ്ട്. ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തതാണ്. അതുപോലെ തന്നെ പ്ലാസ്റ്റിഡ്സിന് എല്ലാവർക്കും ഡബിൾ മെംബ്രെയിൻ ആണ്. അതും എന്താണ്, കോമൺ ആണ്. കോമൺ ആയിട്ടുള്ള ഫീച്ചർ ആണ് ഈ 70S റൈബോസോം DS അല്ലെങ്കിൽ ഡബിൾ സ്ട്രാൻഡഡ് DNA. അതുപോലെ തന്നെ റുബിസ്കോ എന്ന് പറയുന്ന എൻസൈം പ്ലാസ്റ്റിഡ്സ് അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റിൽ C3 സൈക്കിൾ C4 സൈക്കിൾ അല്ലെങ്കിൽ നമ്മുടെ ഫേസസ് ലൈറ്റ് ഫേസും ഡാർക്ക് ഫേസും ഒക്കെ നടക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ കാർബൺ ഫിക്സ് ചെയ്യുന്ന ഒരു എൻസൈമാണ് എന്ത്, റുബിസ്കോ എന്ന് പറയുന്ന എൻസൈം. അത് പ്ലാസ്റ്റിഡ്സിൽ അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇനി ഡബിൾ മെംബ്രെയിൻ എൻവലപ്പ് കാണാൻ പറ്റുന്നത് രണ്ടുപേരിലും കാണാൻ പറ്റും, കോമൺ ആണ്. ഇനി തൈലക്കോയിഡ്സ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഗ്രാനിന്റെ ഓരോ സിംഗിൾ സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ തൈലക്കോയിഡ്സ് എന്ന് പറയാം. അപ്പോൾ അതും ക്ലോറോപ്ലാസ്റ്റിൽ കാണുന്നതാണ്. അത് നമുക്ക് മൈറ്റോകോൺട്രിയയിൽ കാണാൻ പറ്റില്ല. മൈറ്റോകോൺട്രിയയിൽ എനർജി ജനറേഷൻ ആണ് ചെയ്യുന്നത്. നമ്മൾ ക്ലോറോപ്ലാസ്റ്റിൽ നോക്കുകയാണെങ്കിൽ അവിടെ ഫുഡ് ജനറേഷൻ ആണ്, അല്ലെങ്കിൽ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ കാർബൺ ഫിക്സേഷൻ ആണ് അവിടെ നടക്കുന്നത്. സോ തൈലക്കോയിഡ്സിലാണ് എന്ത് വെച്ചുള്ളത്, തൈലക്കോയിഡ്സിലാണ് നമ്മുടെ ലൈറ്റ് ഫേസ് ഓഫ് ഫോട്ടോസിന്തസിസ് നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഗ്രാന തൈലക്കോയിഡ്സിൽ വെച്ചിട്ടാണ്. ഓരോ സിംഗിൾ ആയിട്ടുള്ള തൈലക്കോയിഡ്സിൽ വെച്ചിട്ടാണ് നമ്മുടെ ലൈറ്റ് ഫേസ് നടക്കുന്നത്. സോ തൈലക്കോയിഡ്സ് എന്ന് പറയുന്നത് ക്ലോറോപ്ലാസ്റ്റിൽ മാത്രമാണ്. സോ അത് എന്തല്ല, അത് നമുക്ക് മൈറ്റോകോൺട്രിയയിൽ കാണാൻ പറ്റില്ല. ഇനി ക്രിസ്റ്റേ എന്ന് പറയുന്നത് ഇൻഫോൾഡിങ്സ് ഓഫ് മൈറ്റോകോൺട്രിയ ആണ്. അത് നമുക്ക് ഇവിടെ കാണാൻ പറ്റില്ല, ക്ലോറോപ്ലാസ്റ്റിൽ കാണാൻ പറ്റില്ല. സോ ഇതും എന്താണ്, റോങ് ആണ്. സോ എത്ര എണ്ണം ഉണ്ട് നമുക്ക് കോമൺ ഫീച്ചേഴ്സ് ആയിട്ടുള്ള, രണ്ടുപേർക്കും കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് 70S റൈബോസോം, DS-DNA, അതുപോലെ തന്നെ ഡബിൾ മെംബ്രെയിൻ എൻവലപ്പ് എന്ന് പറയുന്ന 3 ഓപ്ഷൻസ് അല്ലെങ്കിൽ 3 കാര്യങ്ങൾ മാത്രമാണ് കോമൺ ആയിട്ട് നമുക്ക് ക്ലോറോപ്ലാസ്റ്റിലും അതുപോലെ തന്നെ നമ്മുടെ മൈറ്റോകോൺട്രിയയിൽ അല്ലെങ്കിൽ പ്ലാസ്റ്റിഡിലും മൈറ്റോകോൺട്രിയയിലും കാണുന്നത്. ഓക്കെ, സോ നമുക്ക് പറയാൻ പറ്റും 3 എണ്ണേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഓപ്ഷൻ C ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഓപ്ഷൻ C ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് കോമൺ ആയിട്ട് വരുന്നത്. തൈലക്കോയിഡ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, പ്രസന്റ് ഓൺലി ഇൻ പ്ലാസ്റ്റിഡ്സ് where the site of light reaction, അതായത് ലൈറ്റ് റിയാക്ഷൻ ഫോട്ടോസിന്തസിസിന്റെ ലൈറ്റ് ഫേസ് അല്ലെങ്കിൽ ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നത് അവിടെ വെച്ചിട്ടാണ്. തൈലക്കോയിഡ്സിൽ ഓരോ സിംഗിൾ തൈലക്കോയിഡ്സിൽ വെച്ചിട്ടാണ് നമ്മുടെ ലൈറ്റ് ഫേസ് നടക്കുന്നത്. ലൈറ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ ഇൻടു ഓക്സിജൻ ആൻഡ് ഹൈഡ്രജൻ ഓർ പ്രോട്ടോൺസ് ആയിട്ടും ഓക്സിജൻ ആയിട്ടും നമ്മൾ വാട്ടറിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന ഏരിയ ആണ് എന്ത്, അല്ലെങ്കിൽ ആ ഒരു റിയാക്ഷൻ ആണ് നമ്മൾ ലൈറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അത് ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ ലൈറ്റ് റിയാക്ഷൻ രാവിലെ മാത്രമേ നടക്കുകയുള്ളൂ. ഡാർക്ക് റിയാക്ഷൻ രാവിലെയും രാത്രിയും ഒക്കെ നടക്കാൻ ചാൻസ് ഉണ്ട്. ഡേ ആൻഡ് നൈറ്റ് 2 സമയത്തും നടക്കാം. അപ്പോൾ ലൈറ്റ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജാണ് ഡാർക്ക് റിയാക്ഷൻ. ലൈറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റിയാക്ഷൻ ആണ്. ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി ക്രിസ്റ്റേ എന്ന് പറഞ്ഞാൽ ഫൗണ്ട് ഓൺലി ഇൻ മൈറ്റോകോൺട്രിയ, ദറ്റ് ഈസ് ഇന്നർ membrane faults that increases surface area of ATP production. അതായത് ATP പ്രൊഡക്ഷൻ്റെ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് മൈറ്റോകോൺട്രിയൻ്റെ ഇന്നർ മെംബ്രെയിനിൽ കാണുന്ന ഇൻഫോൾഡിങ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ക്രിസ്റ്റേ എന്ന് വിളിക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു. സോ ഇതെന്താ, ഇത് മൈറ്റോകോൺട്രിയയ്ക്ക് മാത്രമാണ്, ഇത് ക്ലോറോപ്ലാസ്റ്റിന് മാത്രമാണ് അല്ലെങ്കിൽ പ്ലാസ്റ്റിഡ്സിന് മാത്രമാണ്, ഇതും റുബിസ്കോ പ്ലാസ്റ്റിഡ്സിന് മാത്രമാണ് കാണാൻ പറ്റുന്നത്. കാർബൺ ഫിക്സിങ് എൻസൈം ആണ് എന്ത്, നമ്മളുടെ റുബിസ്കോ എന്ന് പറയുന്നത്. ഓക്കെ, സോ വി ആർ മൂവിങ് ടു ദ ഓപ്ഷൻ ഏതാണ്, നമ്മുടെ ഓപ്ഷൻ C ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. 3 കാര്യങ്ങളാണ്, അതായത് 70S റൈബോസോം, ഡബിൾ സ്ട്രാൻഡഡ് DNA ആൻഡ് ഡബിൾ മെംബ്രെയിൻ എൻവലപ്പ് എന്ന് പറയുന്ന ഈ 3 കാര്യങ്ങളാണ് കോമൺ ടു പ്ലാസ്റ്റിഡ്സ് ആൻഡ് നമ്മളുടെ മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ C ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. സോ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗനൽസ് ലാക്ക് മെംബ്രെയിൻ ഇൻ യൂകാരിയോട്ടിക് സെൽ? അതായത് യൂകാരിയോട്ടിക് സെല്ലിൽ മെംബ്രെയിൻ ഇല്ലാത്ത സെൽ ഓർഗണൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫ്ലജല്ല എന്ന് പറയുന്നത് ഒരു സെൽ ഓർഗണലാണ്. നമ്മുടെ യൂകാരിയോട്ടിലൊക്കെ കാണാൻ പറ്റും. നമുക്ക് ലോക്കോമോഷന് വേണ്ടിയിട്ട് ചില ഓർഗാനിസങ്ങൾക്ക് ലോക്കോമോഷനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ സെവറൽ നമ്മളുടെ ഉള്ളിലുള്ള സെവറൽ ഇൻറ്റേർണൽ ഓർഗൻസിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് അകത്തുള്ള ഇൻറ്റേർണൽ ഓർഗൻസിലൊക്കെ ചില സമയത്ത് നമുക്ക് ഫ്ലജല്ലേ കാണാൻ പറ്റും. ചില ഓർഗാനിസത്തിന് മൂവ് ചെയ്യാൻ ലോക്കോമോഷൻ ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ
ഉള്ളൊരു സ്ട്രക്ചറാണ് ഫ്ലജെല്ല എന്ന് പറയുന്നത്. ഇറ്റ്സ് ലൈക്ക് എ സെൽ, അതൊരു സെല്ല് പോലെയാണ് ഉണ്ടാവുക. ആ സെല്ലിന് പുറത്ത് പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടാവും. സോ അതിന് മെംബ്രെയിൻ ഉണ്ട്, ഇതിന് മെംബ്രെയിൻ ഉണ്ട്. അപ്പം ലാക്ക് ചെയ്യുന്നത് ആരാണോ അത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫ്ലജെല്ലയ്ക്ക് മെംബ്രെയിൻ ഉണ്ട്. ഇനി മൈക്രോ ബോഡീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിക്കകത്ത്, അതായത് സെല്ലിനകത്ത് കാണുന്ന സെവറൽ സർക്കുലർ ആയിട്ടുള്ള ചെറിയ ചെറിയ ബോഡീസിനെയാണ് നമ്മൾ മൈക്രോ ബോഡീസ് എന്ന് വിളിക്കുക. ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മൈക്രോ ബോഡീസ് നമ്മുടെ ബോഡിയിലുണ്ട്, ഡിഫറെൻറ്റ് ടൈപ്പ് ബോഡീസ് ഉണ്ട്. സോ മൈക്രോ ബോഡീസിനും എന്തുണ്ട്, മൈക്രോ ബോഡീസും സെൽസ് ആണ്, ചെറിയ ചെറിയ സെൽസ് ആണ്. അതിന് എന്തുണ്ട്, മെംബ്രെയിൻ ഉണ്ട്. അതിന് ലാക്ക് ചെയ്യുന്നില്ല, മെംബ്രെയിൻ ലാക്ക് ചെയ്യുന്നില്ല. ഇനി സെൻട്രിയോൾസ് എന്ന് പറയുന്നത് നമ്മുടെ സെൽ ഡിവിഷന് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് സെൻട്രിയോൾ എന്ന് പറയുന്നത്. അപ്പോൾ സെൻട്രിയോളിന് എന്തില്ല, സെൻട്രിയോൾ എന്ന് പറയുന്നത് നമ്മൾക്ക് മെംബ്രെയിനിയസ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ അല്ല, മെംബ്രെയിൻ കൊണ്ട് ബൗണ്ട് ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചർ അല്ല. സോ സെൻട്രിയോൾ എന്ന് പറയുന്നത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി ലൈസോസോമിനും ലിമിറ്റിംഗ് മെംബ്രെയിൻ എന്ന് പറയുന്ന ഔട്ടർ കവറിംഗ് ഉണ്ട്. സോ ഇതും മെംബ്രെയിൻ ബൗണ്ടഡ് ആയിട്ടുള്ള ഒരു സെൽ ഓർഗണലാണ്. ഇനി റൈബോസോം എന്ന് പറയുന്നത് എന്താണ്, റൈബോസോം എന്ന് പറയുന്നത് മെംബ്രെയിൻ ഇല്ലാത്ത, ലാക്ക് ഓഫ് മെംബ്രെയിൻ, ഇറ്റ് ലാക്സ് മെംബ്രെയിൻ, മെംബ്രെയിൻ ബൗണ്ടഡ് അല്ലാത്ത ഒരു സെൽ ഓർഗൻ ആണ് റൈബോസോം. ഈസ് എ പ്രൈമറി സൈറ്റ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ്, പ്രോട്ടീൻ സിന്തസിസിന്റെ പ്രൈമറി സൈറ്റ് ആണ് റൈബോസോം എന്ന് പറയുന്നത്. അതിനെന്തില്ല, അതിന് മെംബ്രെയിൻ ബൗണ്ട് അല്ല. അപ്പം റൈബോസോമോ എന്താണ്, റോങ് ആണ്. ഇനി സീലിയ എന്ന് പറയുന്നത് സ്മോൾ ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ്. അതും ലോക്കോമോഷന് വേണ്ടിയിട്ടും നമ്മളെ ഇന്റേണൽ ഓർഗൻസിൽ നമുക്ക് കാണാൻ പറ്റും. സെർട്ടൻ മൂവ്മെന്റ്സിനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെർട്ടൻ സ്ലൈറ്റ്ലി ചെറിയ ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ സീലിയ എന്ന് വിളിക്കുന്നത്. അതും ഇറ്റ്സ് ലൈക്ക് എ സെൽ, സെല്ല് പോലെയാണ് അതുള്ളത്. അതിന് എന്തുണ്ട്, പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്. സോ ഇതും മെംബ്രെയിൻ ബൗണ്ടഡ് ആണ്. സോ ഏതൊക്കെയാണ് മെംബ്രെയിൻ ബൗണ്ടഡ് യൂകാരിയോട്ടിക് സെല്ലിൽ മെംബ്രെയിൻ ബൗണ്ടഡ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്ലജെല്ല മെംബ്രെയിൻ ബൗണ്ട് ആണ്, മൈക്രോ ബോഡീസ് മെംബ്രെയിൻ ബൗണ്ട് ആണ്, അതുപോലെ തന്നെ ലൈസോസോം എന്ന് പറയുന്നത് സൂയിസൈഡൽ ബാഗും എന്താണ്, മെംബ്രെയിൻ ബൗണ്ട് ആണ്. അതിന്റെ മെംബ്രെയിനെ നമ്മൾ ലിമിറ്റിംഗ് മെംബ്രെയിൻ എന്നാണ് വിളിക്കുക. അതുപോലെ തന്നെ സീലിയ എന്ന് പറയുന്നത് സ്മോൾ ഹെയർ ലൈക്ക് സ്ട്രക്ചർ ആണ്. ഇറ്റ് ലൈക്ക് എ സെൽ, സെല്ല് പോലെയാണ്. സെല്ലിന് എന്തായാലും എന്തുണ്ടാവും, എല്ലാ സെല്ലിനും ഒരു പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടാവും. അപ്പോൾ ആ പ്ലാസ്മ മെംബ്രെയിൻ ഇതിനും കാണാൻ പറ്റും. സോ സീലിയക്കും എന്തുണ്ട്, പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്. സോ അതും മെംബ്രെയിനിയസ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്, അല്ലെങ്കിൽ മെംബ്രെയിൻ ബൗണ്ടഡ് ആയിട്ടുള്ള ഒരു സെൽ ഓർഗണലാണ്. സെൻട്രിയോൾസിനും റൈബോസോമിനും മാത്രമാണ് എന്ത്, മെംബ്രെയിനിയസ് ബൗണ്ടഡ് അല്ലാത്ത സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ സി ആയിരിക്കും നമ്മളുടെ റൈറ്റ് ആൻസർ വരിക. സി ആൻഡ് ഇ എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും നമ്മളുടെ ഓപ്ഷൻ സി ആയിരിക്കും റൈറ്റ് ആൻസർ വരിക. കാരണം സിക്കും ഇക്കും ആണ് എന്തുള്ളത്, എന്തില്ലാത്തത്, മെംബ്രെയിൻ ബൗണ്ടഡ് ആയിട്ടുള്ള ഓർഗനൽസ് അല്ലാത്തത് അവർ മാത്രമാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സെൻട്രിയോൾസ് ആൻഡ് റൈബോസോംസ് ലാക്ക് മെംബ്രെയിൻസ്. സെൻട്രിയോൾസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് മൈക്രോ ട്യൂബ്യൂൾസ്. ഒരുപാട് മൈക്രോ ട്യൂബ്യൂൾസ് കൊണ്ടാണ് എന്ത്, സെൻട്രിയോൾസ് ഫോം ചെയ്തിട്ടുള്ളത്. ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സെല്ലിന്റെ ഡിവിഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യാന്നുള്ളതാണ്. ആൻഡ് ദ റൈബോസോം ആർ മെയ്ഡ് ഓഫ് RNA ആൻഡ് പ്രോട്ടീൻ. RNA കൊണ്ടും പ്രോട്ടീൻ കൊണ്ടും, RNA റൈബോസോം ഉണ്ടാക്കുന്ന RNAക്കാണ് നമ്മൾ rRNA എന്ന് വിളിക്കുന്നത് കേട്ടോ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. ആ ഒരു RNA കൊണ്ടാണ് എന്തുണ്ടായിട്ടുള്ളത്, നമ്മുടെ റൈബോസോം ഉണ്ടായിട്ടുള്ളത്. റൈബോസോമിന് RNAയും പ്രോട്ടീനുമാണ്, അവിടെ മെംബ്രെയിൻ ഇല്ല, അതിന് പുറത്ത് മെംബ്രെയിൻ ഇല്ല. ഇനി അതേഴ്സ് ലൈക്ക് ലൈസോസോംസ് and microbodies are membrane bound while cilia and flagella are covered by the plasma membrane. അതും സെല്ല് പോലെയാണ്. നമ്മൾ പറഞ്ഞു സീലിയും ഫ്ലജെല്ലയും സെല്ല് പോലെയാണ്. ഫ്ലജെല്ല എന്ന് പറയുന്നത് നമുക്ക് വിപ്ലാഷ്, ഇങ്ങനെയുള്ള വിപ്ലാഷ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിലാണ് നമുക്ക് ഫ്ലജെല്ല കാണാൻ പറ്റുക. അതുപോലെ തന്നെ നമുക്ക് സീലിയ കാണാൻ പറ്റുക സ്മോൾ, നമുക്കൊരു സെല്ലിന്റെ മുകളിൽ സ്മോൾ ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ആയിട്ട് ഇങ്ങനെ കാണാൻ പറ്റുന്നതാണ് സീലിയ എന്ന് പറയുന്നത്. ഇതെല്ലാം എന്താണ്, ഒരു സെല്ല് പോലെയാണ് ആക്ട് ചെയ്യുന്നത്. സോ അവർക്കെല്ലാം പ്ലാസ്മ മെംബ്രെയിൻസ് ഉണ്ടാവും. സോ അതെന്താണ്, നമുക്ക് ഈസിലി പറയാൻ പറ്റും. ഇതിൽ മെംബ്രെയിൻ ബൗണ്ടഡ് അല്ലാത്തത് ആര് മാത്രമാണ്, സെൻട്രിയോൾസ് ആൻഡ് റൈബോസോംസ് എന്ന് പറയുന്നതാണ്. സോ നമ്മൾ ആൻസർ ചെയ്താണ് വരിക, ഓപ്ഷൻ സി ആയിരിക്കും നമ്മൾ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. സോ ഓപ്ഷൻ സി ആണ് നമ്മൾ റൈറ്റ് ആൻസർ. സിയും ഇയും ആണ് മെംബ്രെയിൻ ബൗണ്ടഡ് അല്ലാത്ത സെൽ ഓർഗനൽസ് ഇൻ യൂകാരിയോട്ടിക് സെൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ തന്നുള്ളത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൽ ഓർഗനൽ ഈസ് എ മേജർ സൈറ്റ് ഓഫ് ദ സിന്തസിസ് ഓഫ് സ്റ്റിറോയിഡൽ ഹോർമോൺസ്. സ്റ്റിറോയിഡൽ ഹോർമോൺസിന്റെ മേജർ സൈറ്റ് ഏതാണ്? നമ്മൾ പറഞ്ഞു സ്റ്റിറോയിഡ്സ് ഒക്കെ ഫോം ചെയ്യുന്നത് എവിടെയാണ്, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്താണ്. നമുക്ക് സ്റ്റിറോയിഡ്സ്, ലിപ്പിഡ്സ്, അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഒക്കെ ഫോം ചെയ്യുന്നത് എവിടെയാണ്, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തെയാണ്. അപ്പോൾ നമുക്ക് ഈസിലി പറയാൻ പറ്റും അതാണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലാണ് നമുക്ക് എന്ത് വരുന്നത്, നമ്മളുടെ
നമ്മളുടെ സ്റ്റിറോയിഡ് ഹോർമോൺസ് ക്രിയേറ്റ് ചെയ്യുന്നത്. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം SCR ഈസ് ദ മേജർ സൈറ്റ് ഫോർ ദ സിന്തസിസ് ഓഫ് ലിപ്പിഡ്സ് ഇൻക്ലൂഡ്സ് ഫോസ്ഫോലിപ്പിഡ്സ്. നമ്മൾ പറഞ്ഞു ഫോസ്ഫോലിപ്പിഡ്സ് നമ്മുടെ സെൽ മെംബ്രെയിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ സെൽ മെംബ്രെയിനിലൊക്കെ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന ലിപ്പിഡ്സ് ആണ് ഫോസ്ഫോലിപ്പിഡ്സ്. അതായത് ഫോസ്ഫേറ്റ് ഗ്രൂപ്പിലുള്ള ടൈപ്പ് ഓഫ് ഫാറ്റ് മോളിക്യൂൾസ്, ഫാറ്റിന്റെ സിമ്പിൾ മോളിക്യൂൾസിനാണ് ഫോസ്ഫോലിപ്പിഡ്സ് എന്ന് പറയാം. ഓക്കെ, ലിപ്പിഡ് മോളിക്യൂൾസിനാണ് നമ്മൾ ഫോസ്ഫോലിപ്പിഡ്സ് എന്ന് പറയാം. ഇനി കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് മോളിക്യൂൾ ഓഫ് ലിപ്പിഡ് ആണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. ഇനി സ്റ്റിറോയിഡൽ ഹോർമോൺസ് എന്ന് പറയുന്നത് നമ്മുടെ ഈസ്ട്രജൻ, ടെസ്റ്റോസ്റ്റിറോൺ, കോർട്ടിസോൾ, പ്രൊജസ്ട്രോൺ ഇങ്ങനെയുള്ള ഹോർമോൺസ് ഉണ്ട് അല്ലേ, നമ്മളെ സെക്ഷുവൽ ആയിട്ടുള്ള ഹോർമോൺസ് ഉണ്ട്. ഈ ഹോർമോൺസ് ഒക്കെ എന്താണ്, സ്റ്റീറോയിഡൽ ഹോർമോൺസ് ആണ്. ഈ സ്റ്റീറോയിഡൽ ഹോർമോൺസിന്റെ പ്രൊഡക്ഷനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ സെല്ലിനകത്തുള്ള സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്ന ആ ഒരു സെൽ ഓർഗനലാണ്. സെല്ലിൻ അഡ്രിനൽ ഗ്ലാൻഡ്സ്, അതായത് നമ്മൾ കിഡ്നിയുടെ മുകളിൽ കാണുന്ന ഒരു ഗ്ലാൻഡ് ആണ് അഡ്രിനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ടെസ്റ്റിസ് എന്ന് പറയുന്നത് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൺ ആണ്. അതുപോലെ തന്നെ ഓവറീസ് എന്ന് പറയുന്നത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൺ ആണ്. വിച്ച് പ്രൊഡ്യൂസസ് സ്റ്റിറോയിഡ് ഹോർമോൺസ് ഹാവ് ആൻ അബണ്ടൻസ് ഓഫ് SCR. അവർക്കൊക്കെ എന്തുണ്ട്, SCRന്റെ അബണ്ടൻസ് അവരിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അവർക്ക് എന്താണ്, സ്റ്റിറോയിഡൽ ഹോർമോൺസിന്റെ പ്രൊഡക്ഷൻ ചെയ്യുന്ന ഓർഗൻസ് ആണ്. സോ അവിടെയൊക്കെ നമുക്ക് എന്ത് കാണാൻ പറ്റും, SCR കാണാൻ പറ്റും. സോ SCR എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് നമ്മളെ റൈറ്റ് ആൻസർ. ഇനി ഗോൾഗി ബോഡീസ് നമുക്കറിയാം, ഗോൾഗി ബോഡീസ് ലിപ്പിഡ്സിന്റെ പ്രൊഡക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ പ്രോട്ടീൻസിന്റെ പാക്കേജിംഗ് ഉണ്ട്. ബട്ട് പ്രൈമറിലി സ്റ്റിറോയിഡൽ ഹോർമോൺസിന്റെ പ്രൊഡക്ഷൻ ചെയ്യുന്നത് ആരാണ്, നമ്മുടെ SCR മാത്രമാണ്. നമുക്ക് ലിപ്പിഡ്സ് മാത്രം, ലിപ്പിഡ്സ് ആൻഡ് പാക്കേജിംഗ് ഓഫ് അല്ലെങ്കിൽ പ്രോട്ടീൻസ് ഒക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ഈസിലി പറയാൻ പറ്റും ഗോൾഗി ബോഡീസ് ആണ് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഡീടോക്സിഫിക്കേഷൻ ഓഫ് സർട്ടൻ ഡ്രഗ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഗോൾഗി ബോഡീസ് പറയാം. ഈ മൈക്രോ ബോഡീസ് എന്ന് പറയുന്നത് നമ്മൾ സെല്ലിൽ ഒരുപാട് ഫങ്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമ്മുടെ ഡൈജഷൻ ഇങ്ങനെയുള്ള ഒരുപാട് ഫങ്ഷൻസ് ചെയ്യാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് മൈക്രോ ബോഡീസ് എന്ന് പറയുന്നത്. ഇനി RERന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എ പാത്വേ, മെയിൻ ആയിട്ട് ഇറ്റ്സ് ലൈക്ക് എ പാത്വേ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും SCR ആണെന്ത്, SCR ആണ് നമ്മളെ റൈറ്റ് ആൻസർ. സോ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രോപ്പർട്ടി ഓഫ് എ സെൽ മെംബ്രെയിൻ. സെല്ലിന്റെ പുറത്തുള്ള മെംബ്രെയിൻ്റെ ഫംഗ്ഷൻ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. റേഷ്യോ ഓഫ് പ്രോട്ടീൻ ആൻഡ് ലിപ്പിഡ് വേരീസ് കൺസിഡറബിളി ഇൻ ഡിഫറെൻറ്റ് സെൽ ടൈപ്സ്. അതായത് ഓരോ സെൽസിലും പ്രോട്ടീൻ്റെയും ലിപ്പിഡ്സിൻ്റെയും റേഷ്യോ ഡിഫറെൻ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ശരിയാണ്, ഓരോ സെൽസിലും പ്രോട്ടീൻസ് സെർട്ടൻ എമൗണ്ടിലാണ് ഉണ്ടാവുക, ലിപ്പിഡ്സ് സെർട്ടൻ എമൗണ്ടിലാണ് ഉണ്ടാവുക. അതിൻ്റെ റേഷ്യോ വേരി ചെയ്തുകൊണ്ടിരിക്കും, സെൽ ടു സെൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇതെന്താണ്, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇറ്റ്സ് നോട്ട് എ പ്രോപ്പർട്ടി എന്നാണ് ചോദിച്ചത്. നോട്ട് എ പ്രോപ്പർട്ടി ആണ് നമ്മളോട് സെലക്ട് ചെയ്യാൻ പറഞ്ഞുള്ളത്. നമുക്ക് നോക്കാം ദ ക്വാസി ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ സെമി സോളിഡ് ആയിട്ടുള്ള ഫോം കേട്ടോ. സെമി സോളിഡ് ഓർ ലിക്വിഡ് അല്ല, സോളിഡും അല്ല, അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഫോമിനെയാണ് നമ്മൾ ക്വാസി ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ക്വാസി ഫ്ലൂയിഡ് നേച്ചർ ആയിരിക്കും ആർക്ക് ഉണ്ടാവുക, നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടാവുക. പ്ലാസ്മ മെംബ്രെയിനിൽ ലിപ്പിഡ്സ് ഉണ്ട്, മെയിൻലി ഫോസ്ഫോലിപ്പിഡ്സ് ആണുള്ളത്, പ്രോട്ടീൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺസും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ക്വാസി ഫ്ലൂയിഡ്സ് നേച്ചർ ഓഫ് പ്രോട്ടീൻ ഇനേബിൾസ് ഫ്ലിപ്പ് ഫ്ലോപ്പ് മൂവ്മെന്റ് ഓഫ് ലിപ്പിഡിന്റെ ഫ്ലിപ്പ് ഫ്ലോപ്പ് മൂവ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നത് അവിടെയുള്ള ക്വാസി ഫ്ലൂയിഡ്, അതായത് ക്വാസി ഫ്ലൂയിഡ് ഓഫ് പ്രോട്ടീൻ ആണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു സെൽ മെംബ്രെയിൻ വരയ്ക്കുന്ന സമയത്ത് സെൽ മെംബ്രെയിൻ്റെ മുകളിൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോട്ടീൻസ് കാണാൻ പറ്റും. അതായത് ഇൻട്രിൻസിക് പ്രോട്ടീൻസ് ഉണ്ടാവും. ഇൻട്രിൻസിക് പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ അകത്തുള്ള, അതായത് ഈ ഒരു സെൽ മെംബ്രെയിൻ്റെ അകത്ത് ഇൻ ബിറ്റ്വീൻ നമുക്ക് കാണാൻ പറ്റുന്ന പ്രോട്ടീൻസിനെയാണ് ഇൻട്രിൻസിക് ഫാക്ടർ അല്ലെങ്കിൽ ഇൻട്രിൻസിക് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഇനി സെൽ മെംബ്രെയിൻ്റെ പുറത്ത് കാണുന്ന ടൈപ്പ് ഓഫ് പ്രോട്ടീൻസിനെയാണ് നമ്മൾ എക്സ്ട്രിൻസിക് പ്രോട്ടീൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എക്സ്ട്രിൻസിക് ഫാക്ടർ എന്ന് പറയും. ഇവിടെ നമ്മൾ ഇൻട്രിൻസിക് പ്രോട്ടീൻ എന്നാണ് വിളിക്കുക. അപ്പം ഇൻട്രിൻസിക് പ്രോട്ടീനും എക്സ്ട്രിൻസിക് പ്രോട്ടീനും ഒക്കെ നമുക്ക് പ്ലാസ്മ മെംബ്രെയിനിൽ കാണാൻ പറ്റും. ബട്ട് ഇവരുടെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെല്ലിൻ്റെ ഒരുപാട് പ്ലാസ്മ മെംബ്രെയിനിൻ്റെ ഒരുപാട് ചാനലുകളായിട്ട് അവർ ആക്ട് ചെയ്യുകയാണ്. കരിയർ പ്രോട്ടീൻസ് ആയിട്ടാണൊക്കെയാണ് അവർ ആക്ട് ചെയ്യുന്നത്. സോ ആ ഒരു ഫംഗ്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ കൊടുത്തുള്ളത്. ദ ക്വാസി ഫ്ലൂയിഡ് നേച്ചർ ഓഫ് പ്രോട്ടീൻ എനേബിൾസ് ഫ്ലിപ്പ് ഫ്ലോപ്പ് മൂവ്മെന്റ് ഓഫ് ലിപ്പിഡിനെ മൂവ് ചെയ്യാൻ ഇവർക്ക് പറ്റുമെന്നാണ് പറയുന്നത്. ഇവർ സർട്ടൻ ചാനൽസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. കരിയർ പ്രോട്ടീൻസ് ആയിട്ടാണ് ഇൻറ്റഗ്രേറ്റ് പ്രോട്ടീൻസും അല്ലെങ്കിൽ ഇൻട്രിൻസിക് പ്രോട്ടീൻസും എക്സ്ട്രിൻസിക് പ്രോട്ടീൻസും ഒക്കെ ആക്ട് ചെയ്യുന്നത്. സോ നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഓപ്ഷൻ നോക്കാം. ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ദാറ്റ്
പ്രോട്ടീൻ ഫ്ലൂയിഡിറ്റി എനേബിൾസ് ലിപ്പിഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് മൂവ്മെൻറ്റ്. അതായത് ലിപ്പിഡിൻ്റെ ഫ്ലിപ്പ് ഫ്ലോപ്പ് മൂവ്മെൻറ്റിന് പ്രോട്ടീൻ എനേബിൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പ്രോട്ടീൻ റോള് വഹിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അത് തെറ്റായുള്ള അല്ലെങ്കിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇൻ റിയാലിറ്റി ഫ്ലിപ്പ് ഫ്ലോപ്പ് മൂവ്മെന്റ് ഓഫ് ലിപ്പിഡ്സ് ബിറ്റ്വീൻ മെംബ്രെയിൻ ലീഫ്ലെറ്റ്സ്, അതായത് മെംബ്രെയിൻസിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് ലിപ്പിഡ് അതിന്റെ മൂവ്മെന്റ് നടത്തുന്നത് ഇറ്റ്സ് വെരി റെയർ ആൻഡ് റിക്വയർസ് സ്പെഷ്യൽ എൻസൈംസ്. അതിന് മൂവ് ചെയ്യണമെങ്കിൽ സ്പെഷ്യലൈസ്ഡ് എൻസൈംസ് വേണം. ആ എൻസൈംസിന്റെ പ്രസൻസിൽ മാത്രമേ ലിപ്പിഡ്സ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ലിപ്പിഡ്സിൽ നമുക്ക് ഇവിടെയൊക്കെ ലിപ്പിഡ്സ് കാണാൻ പറ്റും, ഇവിടെയൊക്കെ ലിപ്പിഡ്സ് കാണാൻ പറ്റും. അതിന് ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള ഒരു ഹെഡും ഉണ്ടാവും, ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ഒരു ടെയിലും ഉണ്ടാവും. ആ ലിപ്പിഡ്സിന്റെ മൂവ്മെന്റ് ബൈ ലിപ്പിഡ് ലെയറിൽ നമ്മൾ പഠിക്കണതാണ്. സെൽ തിയറിന്റെ ബൈ ലിപ്പിഡ് ലെയറിൽ നമുക്ക് ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള ഒരു ഹെഡും ഉണ്ടാവും, ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ഒരു ടെയിലും ഉണ്ടാവും. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. സോ ആ ഒരു കേസിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിന്റെ മൂവ്മെന്റിനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യലൈസ്ഡ് എൻസൈം അവിടെ ആവശ്യമാണ്. ഇറ്റ്സ് റിക്വയർ സ്പെഷ്യൽ എൻസൈം, നോട്ട് ജസ്റ്റ് പ്രോട്ടീൻ. പ്രോട്ടീൻ്റെ മൂവ്മെന്റ് മാത്രം ഇവിടെ നടന്നുകൊണ്ട് കാര്യമില്ല, അവിടെ എന്തുകൂടി വേണം, സ്പെഷ്യലൈസ്ഡ് എൻസൈംസ് കൂടി വേണം. ദ അതർ സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ. പ്രോട്ടീൻ ടു ലിപ്പിഡ് റേഷ്യോസ് നമ്മൾ പറഞ്ഞു, പ്രോട്ടീൻ ടു ലിപ്പിഡ് റേഷ്യോസ് എന്താണ്, റൈറ്റ് ആണ്. ബട്ട് ഈ ഒരു സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്, ഒരു ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ബിക്കോസ് അതല്ല ഫ്ലിപ്പ് ഫ്ലോപ്പ് മൂവ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ലിപ്പിഡിന്റെ ഫ്ലിപ്പ് ഫ്ലോപ്പ് മൂവ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നത് സ്പെഷ്യൽ എൻസൈംസ് ആണ്. അവരുടെ ഉണ്ടാവുന്ന സ്പെഷ്യലൈസ്ഡ് ടൈപ്പ് ഓഫ് എൻസൈംസ് ആണ്. ജസ്റ്റ് പ്രോട്ടീൻ മാത്രം, പ്രോട്ടീൻ്റെ ആ ക്വാസി ഫ്ലൂയിഡ് നേച്ചർ മാത്രം അതിനെ ഹെൽപ്പ് ചെയ്യൂല. ഓക്കെ, സോ അതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വരുന്നത്. സോ ഇവിടെ നോക്കുന്നത് അതർ സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ. പ്രോട്ടീൻ ടു ലിപ്പിഡ് റേഷ്യോസ് വേരി ബൈ സെൽ ടൈപ്പ്. ഓരോ സെല്ലിനനുസരിച്ചും സെല്ലിന്റെ ഫംഗ്ഷൻ അനുസരിച്ചും പ്രോട്ടീൻ ടു ലിപ്പിഡ് റേഷ്യോ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, വാരി വിത്ത് ദ സെൽ ടൈപ്പ്. സെൽ ടൈപ്പ് മാറുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. പ്രോട്ടീൻസ് ആർ ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ എക്സ്ട്രാക്ഷൻ മെത്തേഡ്സ്. അതായത് എക്സ്ട്രാക്ഷൻ മെത്തേഡിനനുസരിച്ച് പ്രോട്ടീൻസ് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഗ്ലോബുലിൻസ്, ആൽബുമിൻസ്, ഇങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് പ്രോട്ടീൻസ് നമുക്ക് കാണാൻ പറ്റും. ഇതെന്താണ്, ഇതും ശരിയാണ്. ഡിപ്പെൻഡിങ് ഓൺ ദ കേസ് ഓഫ് എക്സ്ട്രാക്ഷൻ പ്രോട്ടീൻ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2 ഗ്രൂപ്പ്സ്. അതായത് 2 ഗ്രൂപ്പ്സ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ആണ് ഗ്ലോബുലിൻ, ആൽബുമിൻ, ഇങ്ങനെയുള്ള ഫോംസ് എന്ന് പറയുന്നത്. സോ എക്സ്ട്രാക്ഷൻ്റെ ബേസിലും നമുക്ക് പ്രോട്ടീൻസിന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്ക് നോക്കാം, പോളാർ മോളിക്യൂൾസ് കനോട്ട് പാസ് ത്രൂ നോൺ പോളാർ ബൈ ലിപ്പിഡ് ലെയർ. അതായത് ബൈ ലിപ്പിഡ് ലെയർ അല്ലേ, പോളാർ ലിപ്പിഡ് ബൈ ലെയറിലൂടെ നമുക്ക് പോളാർ മോളിക്യൂൾസിന് പോകാൻ പറ്റില്ല. പോളാർ മോളിക്യൂൾസ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള ഒരു ഹെഡും ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ഒരു ടെയിലുമാണ് നമുക്ക് ബൈ ലിപ്പിഡ് ലെയറിൽ കാണാൻ പറ്റുക. ഇവിടെയാണ് പോളാർ മോളിക്യൂൾസിന് നിൽക്കാൻ പറ്റുള്ളൂ. ഇതിനകത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പോളാർ മോളിക്യൂൾസിന് എത്താൻ പറ്റില്ല. ബിക്കോസ് പോളാർ എന്തില്ല, ഇൻട്രാക്ഷൻസ് ഉണ്ടാവില്ല. പോളാർ നോൺ പോളാർ ഇൻട്രാക്ഷൻസ് ഉണ്ടാവില്ല. പോളാർ ടു പോളാർ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. പോളാർ ടു പോളാർ ഇൻട്രാക്ഷൻ മാത്രമേ നടക്കുള്ളൂ. പോളാർ ടു നോൺ പോളാർ ഇൻട്രാക്ഷൻസ് പോസിബിൾ അല്ല. സോ ഇവിടെ നോൺ പോളാർ റീജിയൻ ആണ്. ഇത് നോൺ പോളാർ റീജിയൻ ആണ്. ബൈ ലിപ്പിഡ് ലെയറിൽ നമ്മളിപ്പം ഒരു പ്ലാസ്മ മെംബ്രെയിൻ വരയ്ക്കുന്ന സമയത്ത് ഇത് അതിൻ്റെ സെൻറ്റർ നോൺ പോളാർ ആയിരിക്കും കേട്ടോ. ബൈ ലിപ്പിഡ് ലെയറിൽ സെൻറ്റർ നോൺ പോളാർ ആയിരിക്കും. ഈ 2 എൻസും എന്തായിരിക്കും, പോളാർ ആയിരിക്കും. അപ്പൊ ഇവിടെ മാത്രമേ പോളാർ മോളിക്യൂൾസിന് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പോളാർ അല്ലെങ്കിൽ ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള ആ ഒരു സ്ഥലത്ത് മാത്രമേ പോളാർ മോളിക്യൂൾസിന് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത ഈ ഒരു സ്ഥലത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, നോൺ പോളാർ റീജിയനിലേക്ക് അതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ റിയാക്ട് ചെയ്യാനോ അതുമായിട്ട് കണക്ട് ചെയ്യാനോ ഒന്നും പറ്റില്ല. സോ നമുക്ക് പറയാൻ പറ്റും ഈ ഒരു ഓപ്ഷൻ, പോളാർ മോളിക്യൂൾസ് കനോട്ട് പാസ് ത്രൂ ദ നോൺ പോളാർ ലിപ്പിഡ് ബൈ ലെയർ എന്ന് പറയുന്നത് ശരിയല്ലേ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഒരു ഇൻട്രിൻസിക് പ്രോട്ടീൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ഉണ്ട്. പ്രോട്ടീനാണ് കെരിയർ പ്രോട്ടീൻ ആയിട്ട് ആക്ട് ചെയ്യുക. അതാണ് പ്ലാസ്മ മെംബ്രെയിനിലെ ചാനലായിട്ട് ആക്ട് ചെയ്യുന്നത്. അതായത് പ്ലാസ്മ മെംബ്രെയിനിലൂടെ എൻട്രി ആൻഡ് എക്സിറ്റ് ഓഫ് മോളിക്യൂൾസ് കൺട്രോൾ ചെയ്യുന്നത് ഈ ഇൻട്രിൻസിക് പ്രോട്ടീൻസ് ആണ്. ഇൻ ബിറ്റ്വീനുള്ള ഇൻട്രിൻസിക് പ്രോട്ടീൻസ് ആണ്. സോ ഈ ബൈ ലിപ്പിഡ് ലെയറിനെ കുറിച്ചുള്ള സെൽ തിയറിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ലിപ്പിഡ് ബൈ ലെയറിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കൂടി ഒന്ന് ചെക്കൗട്ട് ചെയ്യണം. സോ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ലാസ്റ്റ് ഓപ്ഷൻ ചോദിച്ചിട്ടുള്ളത്. പോളാർ മോളിക്യൂൾസ് കനോട്ട് ഈസിലി ക്രോസ് ദ ലിപ്പിഡ് ബൈ ലെയർ എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഓപ്ഷനാണ്. കാരണം പോളാർ എന്ന് പറയുന്നത് എൻസ് മാത്രമാണ് പോളാർ ഉള്ളത്.
നടുവിൽ എന്താണ് നോൺ പോളാർ ആയിട്ടുള്ള നോൺ പോളാർ എന്ന് പറഞ്ഞാൽ ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള റീജിയൻ ആണ്. സോ അവിടെ പോളാർ മോളിക്യൂൾസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ആക്ട് ചെയ്യാൻ പറ്റില്ല. ഇൻ ബിറ്റ്വീനിലൂടെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഗോസ് ത്രൂ ചെയ്യാനും പറ്റില്ല. സോ അതെന്താണ് റൈറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആണ്. സോ നമ്മളുടെ ഓപ്ഷൻ ബി മാത്രമാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വരുന്നത്. സോ ഓപ്ഷൻ ബി, ദ ക്വാസി ഫ്ലൂയിഡ് നേച്ചർ ഓഫ് പ്രോട്ടീൻ ഇനാബിൾസ് ഫ്ലിപ്പ് ഫ്ലോപ്പ് മൂവ്മെന്റ് ഓഫ് ലിപ്പിഡ് എന്ന് പറയുന്നത് റോങ് ആണ്. അതിന് സ്പെഷ്യലൈസ്ഡ് എൻസൈംസിന്റെ പ്രസൻസ് അവിടെ ആവശ്യമാണ്. ഓക്കെ, സോ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് വന്നിട്ടുള്ളത് വിച്ച് വാല്യൂ വിൽ ഗോ ഓൺ ഇൻക്രീസിങ് ഇഫ് എ ഫ്ലാസിഡ് സെൽ ഈസ് പ്ലേസ്ഡ് ഇൻ ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ. ഒരു ഹൈപ്പോട്ടോണിക് സൊല്യൂഷനിൽ ഒരു ഫ്ലാസിഡ് സെൽ ഇട്ട് കഴിഞ്ഞാൽ ഏതായിരിക്കും ഇൻക്രീസ് ചെയ്യാൻ ചാൻസ് ഉള്ളത്, ഏത് പാരാമീറ്റർ ആയിരിക്കും ഇൻക്രീസ് ചെയ്യാൻ ചാൻസ് ഉള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഓസ്മോട്ടിക് പ്രഷർ, സൊല്യൂട്ട് പൊട്ടൻഷ്യൽ, ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ എന്താണ്, അതുപോലെ തന്നെ പ്രഷർ പൊട്ടൻഷ്യൽ എന്താണ്, ഈ കാര്യങ്ങളും കൂടി എന്ത് ചെയ്യണം നമ്മൾ നോക്കണം. സോ നമുക്ക് നോക്കുന്ന സമയത്ത് വെൻ എ ഫ്ലാസിഡ് പ്ലാന്റ് സെൽ, ഫ്ലാസിഡ് എന്ന് പറഞ്ഞാൽ എന്താ, പ്ലാന്റ് സെല്ലിൽ നോർമൽ ആയിട്ടുള്ള ഒരു സെല്ലിനെയാണ് നമ്മൾ ഫ്ലാസിഡ് എന്ന് പറഞ്ഞാൽ നോർമലാണ്, കുറച്ച് എയർ സ്പേസ് ഒക്കെ ഉള്ള ഫ്ലാസിഡ് ആയിട്ടുള്ള സെൽ, അതായത് വാക്യൂളൊക്കെ ഉള്ള നോർമൽ ആയിട്ടുള്ള സെല്ലിനെയാണ് ഫ്ലാസിഡ് പ്ലാന്റ് സെൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലാസിഡ് പ്ലാന്റ് സെൽ ഈസ് പ്ലേസ്ഡ് ഇൻ എ ഹൈപ്പോട്ടോണിക്, അതായത് സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞ സൊല്യൂഷനാണ് ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഹൈപ്പോട്ടോണിക് സൊല്യൂഷനിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലായിരിക്കും ഹൈപ്പോട്ടോണിക് സൊല്യൂഷനിലേക്ക് നമ്മളൊരു സെൽ ആഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ വാട്ടറിന്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും ആസ് കമ്പയർ ടു സെല്ലിന് കമ്പയർ ചെയ്യുമ്പോൾ വാട്ടറിന്റെ കോൺസെൻട്രേഷൻ ഹൈപ്പോട്ടോണിക് സൊല്യൂഷനിലായിരിക്കും കൂടുതൽ ഉണ്ടാവുക. സോ എവിടെ നിന്ന് എവിടേക്കാണ് മൂവ്മെന്റ് ഉണ്ടാവുക. അപ്പം നമ്മൾ ഒരു ബീക്കറിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ, ഒരു സെല്ല് ബീക്കറിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ, ഹൈപ്പോട്ടോണിക് സൊല്യൂഷന്റെ ബീക്കറിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ സൊല്യൂഷൻ ടു സെല്ലായിരിക്കും വാട്ടർ മൂവ് ചെയ്യുക അല്ലെ. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പിന്നെ ഫ്ലാസിഡ് പ്ലാന്റ് സെൽ ഈസ് പ്ലേസ്ഡ് ഇൻ എ ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ വൺ വിത്ത് ലോവർ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ദാറ്റ് ദ സെൽസ് ഇന്റീരിയർ വാട്ടർ മൂവ്സ് ഇൻ ടു ദ സെൽ ബൈ ഓസ്മോസിസ്. വാട്ടർ എന്ത് ചെയ്യും, സെല്ലിലേക്ക് മൂവ് ചെയ്യും ത്രൂ ദ പ്ലാസ്മ മെംബ്രെയിൻ ഓർ സെമി പെർമിയബിൾ മെംബ്രെയിൻ, അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ സെമി പെർമിയബിൾ ആണ്, അതുകൊണ്ട് വാട്ടർ എന്ത് ചെയ്യും, അതിലൂടെ മൂവ് ചെയ്യും ബൈ ദ പ്രോസസ് ഓഫ് ഓസ്മോസിസ്. ഓസ്മോസിസ് എന്ന് പറയുന്ന വാട്ടറിന്റെ ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ പോകുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുക, നമ്മൾ ഓസ്മോസിസ് എന്ന് വിളിക്കുന്നത്. ആസ് വാട്ടർ എൻറ്റേഴ്സ് ദ സെൽ സ്വെൽസ്, വാട്ടർ ഉള്ളിലേക്ക് വരുമ്പോൾ സ്വെല്ലയിലെ വാട്ടർ ഉള്ളിലേക്ക് വരുമ്പോൾ വാക്യൂൾസിൽ സ്റ്റോർ ചെയ്ത് വെക്കും, എന്നിട്ട് സ്ലോലി അത് സ്വെല്ല് ചെയ്യാൻ തുടങ്ങും ആൻഡ് പുഷസ് അഗെയിൻസ്റ്റ് ദ സെൽ വാളിന്റെ അല്ലെങ്കിൽ സെൽ വാളിന്റെ അടുത്തേക്ക് എന്ത് ചെയ്യും, പുഷ് ചെയ്യാൻ തുടങ്ങും, വാട്ടറിനെ പുഷ് ചെയ്യാൻ തുടങ്ങും. ആൻഡ് ക്രിയേറ്റിംഗ് ടർഗർ പ്രഷർ, അതായത് ടർജിഡിറ്റി ആവുമ്പോൾ, അതായത് സെല്ല് ടർജിഡ് ആവാം, സെല്ല് കംപ്ലീറ്റ്ലി ഒക്യുപ്പൈഡ് ആവുന്ന കണ്ടീഷനെയാണ് ടർജിഡ് എന്ന് പറയുക. അപ്പോൾ ആ ടർജിഡ് ആവുന്ന സമയത്ത് എന്ത് ചെയ്യും, അവിടെ ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യും. ആ പ്രഷറിനെയാണ് ദിസ് ഇൻക്രീസസ് ദ പ്രഷർ ഇൻസൈഡ് ദ സെൽ ഇസ് കോൾഡ് പ്രഷർ പൊട്ടൻഷ്യൽ. അവിടെ ഉണ്ടാവുന്ന ആ പ്രഷറിനെയാണ് നമ്മൾ പ്രഷർ പൊട്ടൻഷ്യൽ എന്ന് പറയുക. അപ്പോൾ പ്രഷർ പൊട്ടൻഷ്യൽ ആണ് എന്ത് ചെയ്യുന്നത്, അവിടെ കൂടുന്നത്. ആൻഡ് ഇറ്റ് റൈസസ് ആസ് സെൽ ബിക്കംസ് ടർജിഡ്, അതായത് അത് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. എത്രത്തോളം ടർജിഡ് ആവുന്നോ, സെല്ല് ഇങ്ങനെ ടർജിഡ് ആവുന്നതിനനുസരിച്ച് അത് കൂടിക്കൊണ്ടിരിക്കും. മീൻ വൈൽ ദ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ഇൻസൈഡ് ദ സെൽ ഈസ് ഡൈല്യൂട്ടഡ്, അതായത് സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ഡൈല്യൂട്ട് ആവുന്നവരെ വാട്ടർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇനി നമ്മൾ നോക്കാം. സോ ദ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ ഓർ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ ബിക്കംസ് ലെസ് നെഗറ്റീവ്. അപ്പോൾ അതിനകത്തുള്ള സൊല്യൂട്ട് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ അവിടെ നമുക്ക് കാണുന്ന ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയല്ല ചെയ്യുന്നത്, ഓസ്മോസിസ് നടക്കാനുള്ള ചാൻസിനെയാണ് ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ എന്ന് പറയുക. അപ്പോൾ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കുറയുമ്പോൾ സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ കുറയുമ്പോൾ സൊല്യൂട്ടിന്റെ പൊട്ടൻഷ്യൽ കുറയും, ഓസ്മോസിസ് നടക്കാനുള്ള ചാൻസ് കുറയും. അപ്പോൾ ഓസ്മോട്ടിക് പൊട്ടൻഷ്യലും അവിടെ കുറയാണ് ചെയ്യുന്നത്. ബിക്കംസ് ലെസ് നെഗറ്റീവ് മീനിങ് ഇറ്റ് ഡസ് നോട്ട് ഇൻക്രീസ്. അവിടെ ഇൻക്രീസ് അല്ല ചെയ്യുന്നത്, സൊല്യൂട്ട് പൊട്ടൻഷ്യലും ഓസ്മോട്ടിക് പൊട്ടൻഷ്യലും എന്താണ്, അവിടെ കുറയാണ് ചെയ്യുന്നത്. Therefore the value that increases when a flaccid cell is placed in a hypotonic solution is the pressure potential. അപ്പോൾ അവിടെ ഇൻക്രീസ് ചെയ്യുന്ന ആര് മാത്രമാണ്, ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ അല്ല, സൊല്യൂട്ട് പൊട്ടൻഷ്യൽ അല്ല, ഓസ്മോട്ടിക് പ്രഷർ അല്ല. അവിടെ ഏതാണ് ഇൻക്രീസ് ചെയ്യുന്നത്, അവിടെ ഇൻക്രീസ് ചെയ്യുന്നത് പ്രഷർ പൊട്ടൻഷ്യലാണ്. ബിക്കോസ് ടർജിഡിറ്റി കൂടുന്ന സമയത്ത് സെൽ വാളിൻ്റെ അകത്ത് ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യും. ആ പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഇൻക്രീസ് ചെയ്യുന്ന ആ ഒരു
പാരാമീറ്ററിനെയാണ് നമ്മൾ പ്രഷർ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. സോ പ്രഷർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആയിരിക്കും ഇതിലെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഒരു സെല്ല് സ്വെല്ല് ചെയ്ത സമയത്ത് അല്ലെങ്കിൽ ടർജിഡ് ആവുന്ന സമയത്ത് അവിടെ ഇൻക്രീസ് ചെയ്യുന്നത് സൊല്യൂട്ട് പൊട്ടൻഷ്യലോ ഓസ്മോട്ടിക് പൊട്ടൻഷ്യലോ അല്ല, അല്ലെങ്കിൽ ഓസ്മോട്ടിക് പ്രഷർ അല്ല, അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് പ്രഷർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ ആണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി ആയിരിക്കും ഇതിലെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഓക്കെ, സോ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് വന്നിട്ടുള്ളത്. മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യനിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം, മൈക്രോ ഫിലമെന്റ്സ് ഉണ്ട്, മൈക്രോ ട്യൂബ്യൂൾസ് ഉണ്ട്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്, അതുപോലെ തന്നെ ലൈസോസോം ഉണ്ട്. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കോളം 1 അതിൻ്റെ ഫങ്ഷൻസ് ആണ് അല്ലെങ്കിൽ അതിൻ്റെ റോൾസ് ആണ് കൊടുത്തുള്ളത്. അപ്പോൾ മൈക്രോ ഫിലമെന്റ്സ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മൈക്രോ ഫിലമെന്റ്സ് നമ്മൾ ഫ്ലജെല്ല ഇങ്ങനെയുള്ള സ്ട്രക്ചേഴ്സിലാണ് മൈക്രോ ഫിലമെന്റ്സ് ഒക്കെ കാണാം. അപ്പോൾ മൈക്രോ ഫിലമെന്റ്സ് നമുക്ക് കാണാൻ പറ്റുന്നത് സ്യൂഡോപൊടി, അമീബയുടെ സ്യൂഡോപൊടിയൊക്കെ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് മൈക്രോ ഫിലമെന്റ്സ് ആണ് അതിനെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഫോർമേഷൻ ഓഫ് സ്യൂഡോപൊഡിയ എന്ന് പറയുന്നത് മൈക്രോ ഫിലമെന്റ്സ്. മൈക്രോ ഫിലമെന്റ്സ് പറഞ്ഞാൽ ഇങ്ങനെ ലൈൻ പോലെയുള്ള മൈക്രോ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ ഈ സ്ട്രക്ചേഴ്സ് കൂടി ചേർന്നിട്ടാണ് സ്യൂഡോപൊഡിയൊക്കെ ഫോം ചെയ്യുന്നത്. സോ സെൽ മെംബ്രെയിൻ ആണ് സ്യൂഡോപൊഡി ആവുന്നത് എങ്കിലും ബട്ട് അതിൻ്റെ ഫോർമേഷനെ ഹെൽപ്പ് ചെയ്യുന്നത് മൈക്രോ ഫിലമെന്റ്സ് ആണ് ഇൻസൈഡ് അമീബയുടെ സെല്ലിൻ്റെ അകത്ത് ഫോം ചെയ്യുന്നത്. അല്ലെങ്കിൽ സ്യൂഡോപൊഡിയ നമ്മളുടെ സെൽസിലും സ്യൂഡോപൊഡിയൽ മൂവ്മെന്റ്സും കാര്യങ്ങളും ചില സെൽസിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെയൊക്കെ ഫോർമേഷനെ ഹെൽപ്പ് ചെയ്യുന്നത് സ്യൂഡോപൊഡിയൻ്റെ അല്ലെങ്കിൽ ഫോൾസ്ഫേറ്റിൻ്റെ ഫോർമേഷനെ ഹെൽപ്പ് ചെയ്യുന്നത് മൈക്രോ ഫിലമെന്റ്സ് ആണ്. ഇനി സ്പിൻഡൽ ഫൈബേഴ്സ് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ സെൻട്രിയോൾസ് പറഞ്ഞു അല്ലെ, സെൽ ഡിവിഷനെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് സെൻട്രിയോൾ എന്ന് പറയുന്നത്. അപ്പോൾ സെൻട്രിയോളിൻ്റെ ഫോർമേഷന് വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് മൈക്രോ ട്യൂബ്യൂൾസ്. ഒരുപാട് മൈക്രോ ട്യൂബ്യൂൾസ് ചേർന്നിട്ടാണ് ഒരു സെൻട്രിയോൾ ഫോം ചെയ്യുന്നത്. ആ സെൻട്രിയോൾ ആണ് നമ്മളുടെ സെല്ലിനെ ഡിവൈഡ് ചെയ്യാനും സ്പിൻഡിൽ ഫൈബേഴ്സ് ക്രിയേറ്റ് ചെയ്യാനും. സെൽ ഡിവിഷൻ നടക്കുന്ന സമയത്ത് സെല്ലിൻ്റെ ക്രോമസോമിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് പോൾസിൽ നിന്നും സ്പിൻഡിൽ ഫൈബേഴ്സ് എന്ത് ചെയ്യും, അതിനെ അട്രാക്ട് ചെയ്യും. സ്പിൻഡിൽ ഫൈബേഴ്സ് ആണ് രണ്ട് ക്രോമസോമിനും രണ്ട് പോളാർ റീജിയനിലേക്ക് എന്ത് ചെയ്യുന്നത്, അട്രാക്ട് ചെയ്യുന്നത്. അതൊക്കെ ആരുടെ ഫംഗ്ഷനാണ്, മൈക്രോ ട്യൂബ്യൂൾസിന്റെ ഫംഗ്ഷനാണ്. സോ ഫോർമേഷൻ ഓഫ് സ്പിൻഡിൽ ഫൈബേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രിയോളിലുള്ള മൈക്രോ ട്യൂബ്യൂൾസിന്റെ ഫംഗ്ഷൻ ആണ്. സോ അത് കറക്റ്റ് ആണ്. ഇനി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത് അതിന്റെ ഫംഗ്ഷൻ ആണ് ഡെസ്മോ ട്യൂബ്യൂൾസ്. ഡെസ്മോ ട്യൂബ്യൂൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഒരു പാത്വേ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം പാത്വേ ആയിട്ട് ആക്ട് ചെയ്യുന്ന സമയത്ത് അവിടുന്ന് ഒരുപാട് മെറ്റീരിയൽസ് വരുന്നുണ്ട് അല്ലെ, പ്രോട്ടീൻസ്, അതുപോലെ തന്നെ RRNA, mRNA, tRNA ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് RNAs ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊരു കണക്ഷൻ വേണം അല്ലേ, ഗോൾഗി അപ്പാരറ്റസിലേക്കും അതുപോലെ തന്നെ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം വിത്ത് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഇതിൻ്റെ ഒക്കെ ഒരു കണക്ഷൻ വേണം അല്ലേ. ഈ കണക്ഷനൊക്കെ കൊടുക്കുന്നത് ഡെസ്മോ ട്യൂബ്യൂൾസ് എന്ന് പറയുന്ന ചെറിയ ചെറിയ സ്ട്രക്ചേഴ്സ് ആണ്. അപ്പോൾ ഡെസ്മോ ട്യൂബ്യൂൾസ് ഫോം ചെയ്യുന്നത് എവിടെയാണ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലാണ് ഡെസ്മോ ട്യൂബ്യൂൾസ് എന്ന് പറയുന്ന സ്പെഷ്യലൈസ്ഡ് അവിടെയുള്ള ചെറിയ അവരുടെ കണക്ഷൻസിനാണ് ഡെസ്മോ ട്യൂബ്യൂൾസ് എന്ന് വിളിക്കുന്നത്. ഇനി ലൈസോസോം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ, ലൈസോസോം എന്ന് പറയുന്നത് സൂയിസൈഡൽ ബാഗ് ആണെന്ന് പറഞ്ഞു. നമ്മുടെ സെല്ലിനകത്തുള്ള കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ലിപ്പിഡ്സ് എന്നില്ല എല്ലാ വേസ്റ്റുകളും ഡൈജസ്റ്റ് ചെയ്യുന്നതും ആ ഒരു ബാഗിൽ വെച്ചിട്ടാണ്. അവിടെ സർട്ടൻ എൻസൈംസ് ഉണ്ട്, പ്രോട്ടീൻസിനെ ഡൈജസ്റ്റ് ചെയ്യാൻ, കാർബോഹൈഡ്രേറ്റിനെ ഡൈജസ്റ്റ് ചെയ്യാൻ, ലിപ്പിഡ്സിനെ ഡൈജസ്റ്റ് ചെയ്യാൻ, എല്ലാ മെറ്റീരിയൽസിനും ബോഡിയിലുള്ള എല്ലാ സെല്ലിൻ്റെ അകത്തുള്ള എല്ലാ വേസ്റ്റ് മെറ്റീരിയൽസിനും ഡൈജസ്റ്റ് ചെയ്യാനുള്ള എൻസൈംസ് അതിനകത്തുണ്ട്. അതുകൊണ്ടാണ് അതിനെ സൂയിസൈഡൽ ബാഗ് എന്ന് വിളിക്കുന്നത്. സെല്ലിൻ്റെ സൂയിസൈഡൽ ബാഗാണ് ലൈസോസോം. സോ ഡൈജഷൻ ഓഫ് പ്രോട്ടീൻസും ആരുടെ ഫംഗ്ഷനാണ്, നമ്മുടെ ലൈസോസോമിന്റെ ഫംഗ്ഷൻ ആണ്. സോ നമുക്ക് മനസ്സിലായി A കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യുന്നത് 2 ആണ്, B കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യുന്നത് 1 ആണ്, ഈ C കറക്റ്റ് ആയിട്ട് വരുന്നത് 3 ആണ്, D കറക്റ്റ് ആയിട്ട് വരുന്നത് 4 ആണ്. സോ A2, B1, C3, D4 ഓപ്ഷൻ C ആണ് നമ്മളുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. A2, B1, C3 ആൻഡ് D4 എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യുന്നത് ഓപ്ഷൻ C ആണ്. സോ ഓപ്ഷൻ C ആയിരിക്കും നമ്മൾ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. നമ്മൾ ഓൾറെഡി പറഞ്ഞു മൈക്രോ ഫിലമെന്റ്സ് ഫോർമേഷൻ ഓഫ് സ്യൂഡോപൊഡിയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ മൈക്രോ ട്യൂബ്യൂൾസ് എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രിയോൾസിന്റെ ചെറിയ സെൻട്രിയോൾസ് ഉണ്ടാവുന്നത് ചെറിയ മൈക്രോ ട്യൂബ്യൂൾസ് ഫോം ചെയ്തിട്ടാണ്. അത് നമ്മൾ സ്പിൻഡിൽ ഫൈബേഴ്സ് ക്രിയേറ്റ് ചെയ്യാനാണ് അല്ലെങ്കിൽ സെൽ ഡിവിഷനെ ഹെൽപ്പ് ചെയ്യാനാണ് നമ്മളെ അത് മേജറായിട്ട് റോള് വഹിക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ മേജർ റോൾ അല്ലെങ്കിൽ ഫംഗ്ഷൻ അവിടെയാണ് വരുന്നത്. ഇനി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ കാണുന്ന കണക്ഷൻസ് ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡെസ്മോ ട്യൂബ്യൂൾസ് എന്ന് വിളിക്കുന്നത്. ലൈസോസോം ആണ് പ്രോട്ടീൻസിന്റെ ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ നമ്മുടെ ഓപ്ഷൻ C ആണെന്ത് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യനും നമുക്ക് ഇൻകറക്ട്ലി മാച്ച് അല്ലെങ്കിൽ ഇൻകറക്ട്ലി വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സെല്ലുലാർ പാർട്ട് ഈസ് ഇൻകറക്ട്ലി ഡിസ്ക്രൈബ്ഡ്. ഏത് സെല്ലുലാർ പാർട്ടാണ് ഇൻകറക്ട്ലി ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഓരോ ഓപ്ഷൻസ് നോക്കാം.
സെൻട്രിയോൾസിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു. നമ്മളെ സെൽ ഡിവിഷനെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാർട്ടാണ് സെൻട്രിയോൾസ് എന്ന് പറയുന്നത് അല്ലേ, അല്ലെങ്കിൽ സെൽ ഓർഗനൽസ് ആണ് സെൻട്രിയോൾസ് എന്ന് പറയുന്നത്. നമുക്ക് മേജർലി നമുക്ക് ആനിമൽ സെല്ലിലാണ് സെൻട്രിയോൾസ് കാണാൻ പറ്റുക. സെൻട്രിയോൾസ് പ്ലാന്റ് സെൽസിൽ കുറവായിരിക്കും, കാരണം അവിടെ മൈക്രോ ഫിലമെന്റ്സ് ആണ്. അതുപോലെ തന്നെ ഫംഗയിലും മൈക്രോ ഫിലമെന്റ്സ് ആയിട്ടാണ് അവിടെ കാണാൻ പറ്റുക കേട്ടോ. സോറി, മൈക്രോ ഫിലമെന്റ്സ് അല്ല, മൈക്രോ ട്യൂബ്യൂൾസ് ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പം സെൻട്രിയോൾസ് ഇറ്റ്സ് ഡ്യൂപ്ലിക്കേറ്റഡ് ഡ്യൂറിങ് എസ് ഫേസ്, സിന്തറ്റിക് ഫേസ്. അതായത് നമുക്ക് നമ്മുടെ ഗ്രോത്ത് ഫേസ്, അതായത് സെൽ ഡിവിഷൻ്റെ ഒരുപാട് ഫേസ് ഉണ്ട്. ജി ഫേസ്, എസ് ഫേസ്, G0 ഫേസ്, G1 ഫേസ്, G2 ഫേസ്, അങ്ങനെ ഒരുപാട് ഫേസുകളുണ്ട്. അപ്പം എം ഫേസ് ഉണ്ട്, മൈറ്റോസിസ് നടക്കുന്ന ഫേസ് അല്ലെങ്കിൽ മിയോസിസ് നടക്കുന്ന ഫേസിനാണ് എം ഫേസ് എന്ന് പറയുക. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഗ്രോത്ത് ഫേസ് ഉണ്ട്, സിന്തറ്റിക് ഫേസ് ഉണ്ട്, മൈറ്റോട്ടിക് ഫേസ് ഉണ്ട്, G0 അല്ലെങ്കിൽ ഇനാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫേസ് കൂടിയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സെൽ ഡിവിഷനിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫേസുകളുണ്ട്. ആ ഫേസിൽ സിന്തറ്റിക് ഫേസിൽ എന്ത് ചെയ്യും, ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും, സെൻട്രിയോൾസ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും. എന്നിട്ട് അത് രണ്ടും എന്ത് ചെയ്യും, സെല്ലിൻ്റെ പോളാർ റീജിയൻസിലേക്ക് പോകും. എന്നിട്ടാണ് നമ്മുടെ ക്രോമസോമിനെ അതെന്ത് ചെയ്യുക, ക്രോമസോമിനെ ഡിവൈഡ് ചെയ്യുക. ആ ക്രോമസോമിനെ ഡിവൈഡ് ചെയ്യുന്ന സമയത്താണ് ക്രോമസോമിനെ ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഒരു ഡിഫറെൻറ്റ് സെല്ലായിട്ട് മാറാണ് ചെയ്യുക. ഡിഫറെൻറ്റ് 2 സെൽസ് ആയിട്ടാണ് മാറുക. അപ്പോൾ സെൻട്രിയോളിൻ്റെ ഫംഗ്ഷൻ ആണ് ഡ്യൂപ്ലിക്കേറ്റഡ് ഡ്യൂറിങ് എസ് ഫേസ് ലൈ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. അതായത് പെർപെൻഡിക്കുലർ ആയിട്ട് സെല്ലിൻ്റെ 2 ഭാഗത്ത് കാണാൻ പറ്റും, ടു ഈച്ച് അതർ ആൻഡ് ഇൻ സെൻട്രോസോം. അതായത് സെൻട്രോസോമിൻ്റെ സിന്തറ്റിക് ഫേസിൽ നമുക്ക് ഈ സെൻറ്റർ പോർഷനിലും കാണാൻ പറ്റും. എസ് ഫേസിൽ സെൻറ്റർ പോർഷനിൽ നമുക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് സെൻട്രോസോമിൽ സെൻട്രിയോൾസ് കാണാൻ പറ്റുക. സെൻട്രിയോൾസ് കൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത്. 2 സെൻട്രിയോൾസിനെയാണ് നമ്മൾ സെൻട്രോസോം എന്ന് വിളിക്കുക. സെൻട്രോസോമാണ് നമ്മൾ എസ് ഫേസിൽ കാണുക. ഇതാണ് നമ്മൾ ഡിവൈഡ് എം ഫേസ് നമ്മൾ പറഞ്ഞ എം ഫേസിലാണ് ഇത് രണ്ടും ഈ റീജിയനിലേക്ക് കാണാൻ പറ്റുക. അപ്പോൾ എസ് ഫേസിൽ, സിന്തസിസ് ഫേസിൽ ഇവർ രണ്ടുപേരും ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഡ്യൂപ്ലിക്കേറ്റഡ് ഡ്യൂറിങ് എസ് ഫേസ് ലൈ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ഇൻ സെൻട്രോസോം. സെൻട്രോസോമിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് എസ് ഫേസിൽ നമുക്ക് കാണാൻ പറ്റും. ഇതെന്താണ്, ശരിയായിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാം ന്യൂക്ലിയോലസ്. ന്യൂക്ലിയോലസ് ഈസ് ദ സൈറ്റ് ഫോർ rRNA സിന്തസിസ് ആൻഡ് നോൺ മെംബ്രെയിനസ് സ്ട്രക്ചേഴ്സ്. അതായത് ന്യൂക്ലിയോലസ് എന്ന് പറയുന്നത് എന്താണ്, ന്യൂക്ലിയസിന് അകത്തുള്ള ഒരു സ്ട്രക്ചറാണ്, അല്ലെങ്കിൽ ന്യൂക്ലിയസിന് അകത്തുള്ള പാർട്ടാണ്. ആ പാർട്ടാണ് സൈറ്റ്സ് ഫോർ ദ rRNA, റൈബോസോമൽ RNAൻ്റെ സിന്തസിസും അതുപോലെ തന്നെ നോൺ മെംബ്രെയിനസ് സ്ട്രക്ചേഴ്സിൻ്റെ സിന്തസിസും ചെയ്യുന്നത് ആരാണ്, ന്യൂക്ലിയോലസ് എന്ന് പറയുന്ന സ്ട്രക്ചറാണ്. അപ്പോൾ ഇതും എന്താണ്, കറക്റ്റ്ലി ആണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് സ്ട്രോമ എന്ന് പറയുന്നത് ആ ഒരു ഫ്ലൂയിഡ് അല്ലെങ്കിൽ മെട്രിക്സ് ആണ് അല്ലേ. നമ്മൾ ക്ലോറോപ്ലാസ്റ്റിൽ കാണുന്ന മെട്രിക്സ് പാർട്ടിനെയാണ് നമ്മൾ സ്ട്രോമ എന്ന് വിളിക്കുന്നത്. അവിടെ വെച്ചിട്ടാണ് ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ലൈറ്റ് റിയാക്ഷൻ ആഫ്റ്റർ നടക്കുന്ന ഡാർക്ക് റിയാക്ഷൻ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് സിന്തസിസ് നടക്കുന്നത് അവിടെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം, കണ്ടെയ്ൻസ് എൻസൈം റിക്വയർഡ് ഫോർ ദ സിന്തസിസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ശരിയാണ്. ആൻഡ് ഓക്സിജൻ ആസ് ബൈ പ്രോഡക്റ്റ്, ഓക്സിജൻ ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടാവുന്നത് നമ്മൾ പറഞ്ഞു ലൈറ്റ് റിയാക്ഷനിലാണ്. അത് തൈലക്കോയിഡ്സിൽ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ഗ്രാനയിൽ വെച്ചിട്ടാണ് സൺലൈറ്റ് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ വാട്ടർ ഉണ്ടാവും. വാട്ടർ എന്തായിട്ട് മാറും, വാട്ടർ ഫോംസ് ഇൻ ടു half H2O and plus O2, half O2 അല്ലെങ്കിൽ 2H2O എന്തായിട്ട് മാറും, half H2O അല്ലെങ്കിൽ H2 plus O2, H2 plus O2 ആയിട്ട് എന്ത് ചെയ്യും, മാറും 2H2O. അപ്പം ഹൈഡ്രജൻ ആയിട്ടും അല്ലെങ്കിൽ ഹൈഡ്രജൻ പ്രോട്ടോൺസ് ആയിട്ടും അതുപോലെ തന്നെ നമുക്ക് എന്തായിട്ട് മാറും, ഓക്സിജൻ ആയിട്ട് മാറുന്ന റിയാക്ഷനാണ് നമ്മൾ ലൈറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. വാട്ടറിൻ്റെ സ്പ്ലിറ്റിംഗ് നടക്കുന്നത് അല്ലെങ്കിൽ ഹൈഡ്രോളിസിസ് നടക്കുന്നത് ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റിൽ നിന്ന് കിട്ടുന്ന എനർജി യൂസ് ചെയ്തിട്ട് ലൈറ്റ് റിയാക്ഷനിൽ തൈലക്കോയിഡ്സിൽ വെച്ചിട്ട് ആണ് ഓക്സിജൻ്റെ ലിബറേഷൻ നടക്കുന്നത്. സോ ഓക്സിജൻ ലിബറേഷൻ നടക്കുന്നത് ലൈറ്റ് റിയാക്ഷനിലാണ് ഓക്സിജൻ ലിബറേഷൻ നടക്കുന്നത് ലൈറ്റ് റിയാക്ഷനിലാണ്. ഡാർക്ക് റിയാക്ഷനിൽ കാർബോഹൈഡ്രേറ്റ് സിന്തസിസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് സിന്തസിസ് എന്ന് പറയുന്നത് റൈറ്റ് ആണ്. ഓക്സിജൻ ആസ് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് പോകുന്നത് സ്ട്രോമയിൽ വെച്ചിട്ടല്ല, തൈലക്കോയിഡ്സിൽ വെച്ചിട്ടാണ്. സോ ആ ഒരു ഓപ്ഷൻ എന്താണ്, ഇൻകറക്റ്റ്ലി ആണ് മാച്ച് ചെയ്തുള്ളത്. സോ ഇതായിരിക്കും നമ്മളെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി SCR നോക്കാം. ഇറ്റ്സ് എ പാർട്ട് ഓഫ് എൻഡോ മെംബ്രെയിൻ സിസ്റ്റം. അതായത് എൻഡോ മെംബ്രെയിൻ സിസ്റ്റത്തിൻ്റെ പാർട്ടാണ്
അതായത് നമ്മുടെ ന്യൂക്ലിയസിന് പുറത്താണ് കാണുന്നത്. ഹെൽപ്സ് ഇൻ ദ ഡീടോക്സിഫിക്കേഷൻ ഓഫ് ഡ്രഗ്സ്. അതായത് ഡ്രഗ്സ്, നമ്മൾ കഴിക്കുന്ന ഒരുപാട് മരുന്നുകളും അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഒരുപാട് ഫുഡുകളുണ്ട്, അതിലൊക്കെ ഒരുപാട് ഡ്രഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെഡിസിൻസിനാണ് ഡ്രഗ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഡ്രഗ്സിൻ്റെ ഡീടോക്സിഫിക്കേഷൻ, അതിലെന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീടോക്സിഫിക്കേഷൻ ഒക്കെ ചെയ്യുന്നത് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ്, SCR ആണ്. അപ്പം അതും എന്താണ്, കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ഡീടോക്സിഫിക്കേഷൻ ഓഫ് ഡ്രഗ്സ്, പ്രോട്ടീൻ്റെ ലിപ്പിഡ്സിൻ്റെ പ്രൊഡക്ഷൻ, ഇതൊക്കെ ചെയ്യുന്നത് ആരാണ്, സ്റ്റിറോയിഡൽ ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷൻ ഒക്കെ ചെയ്യുന്നത് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലാണ്. സോ അതെന്താണ്, അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ആയിട്ടാണ് കൊടുത്തുള്ളത്. അതുപോലെ തന്നെ ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ എസ് ഫേസിൽ നമുക്ക് കാണാൻ പറ്റും സിന്തസിസ് ഫേസിൽ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് സെൻട്രിയോൾസ് ഇൻ ദ സെൻട്രോസോം. സെൻട്രോസോമിൽ പെർപെൻഡിക്കുലർ ആയിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും, സെൻട്രിയോൾസ് കാണാൻ പറ്റും. അതുപോലെ തന്നെ ലൈറ്റ് ഫേസിലാണ് ഓക്സിജൻ ലിബറേഷൻ നടക്കുന്നത്, ഡാർക്ക് ഫേസിലല്ല, സ്ട്രോമയിൽ വെച്ചിട്ടല്ല, ഗ്രാന തൈലക്കോയിഡ്സിൽ വെച്ചിട്ടാണ്. സോ ഓപ്ഷൻ സി ആയിരിക്കും റോങ് ആയിട്ടുള്ളത്. സോ ഓപ്ഷൻ സി ആയിരിക്കും നമ്മൾ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് നോക്കാം. സ്ട്രോമ ഈസ് എ ഫ്ലൂയിഡ് ഇൻസൈഡ് ക്ലോറോപ്ലാസ്റ്റ് വേർ ദ കാൽവിൻ സൈക്കിൾ ഓർ കാർബോഹൈഡ്രേറ്റ് സിന്തസിസ് ഓക്കേഴ്സ്. കാൽവിൻ സൈക്കിൾ ആണ് നമ്മൾ ഡാർക്ക് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇറ്റ് കണ്ടെയ്ൻസ് എൻസൈം നീഡഡ് ഫോർ മേക്കിംഗ് കാർബോഹൈഡ്രേറ്റ്സ്, അത് ശരിയാണ്. ബട്ട് അവിടെ എന്തല്ല, അവിടെ കാർബോഹൈഡ്രേറ്റ് സിന്തസിസ് മാത്രമാണ് നടക്കുന്നത്. ഓക്സിജൻ ഈസ് നോട്ട് പ്രൊഡ്യൂസ് ഇൻ ദ സ്ട്രോമ. സ്ട്രോമയിലല്ല ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്സിജൻ ഈസ് റിലീസ് ഡ്യൂറിങ് ദ ലൈറ്റ് റിയാക്ഷൻ ഓഫ് photosynthesis which happen in the thylakoid membranes not in the stroma. അതായത് ഗ്രാന തൈലക്കോയിഡ്സിൽ അല്ലെങ്കിൽ തൈലക്കോയിഡ് മെംബ്രെയിൻസിൽ വെച്ചിട്ടാണ് ലൈറ്റ് റിയാക്ഷനിലാണ് എന്തുണ്ടാവുന്നത്, ഓക്സിജൻ ലിബറേഷൻ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ വാട്ടറിൻ്റെ സ്പ്ലിറ്റിംഗ് ഉണ്ടാവുന്നത്. therefore the statement about stroma producing O2 is incorrect. The other descriptions are about centrioles, nucleolus and SCR are correct. ബാക്കിയുള്ള ഓപ്ഷൻസ് എല്ലാം കറക്റ്റ് ആണ്. ഓപ്ഷൻ 3 മാത്രമാണ് ഇൻകറക്റ്റ്ലി ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. സോ ഓപ്ഷൻ 3 ആയിരിക്കും നമ്മളെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. യൂകാരിയോട്ടിക് ക്രോമാറ്റിൻ കൺസിസ്റ്റ് ഓഫ്, അതായത് യൂകാരിയോട്ടിന്റെ ക്രോമാറ്റിൻ കൺസിസ്റ്റ് ചെയ്തതുള്ള എന്തൊക്കെ ചേർന്നിട്ടാണ്, യൂകാരിയോട്ട് ക്രോമാറ്റിനിൽ എന്തൊക്കെ കാര്യങ്ങളാണുള്ളത് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ്, ഡബിൾ സ്റ്റാൻഡേർഡ് DNA ഇൻ ലീനിയർ ആയിട്ടുള്ള, ഡബിൾ സ്റ്റാൻഡേർഡ് ലീനിയർ ആയിട്ടുള്ള DNA ആണ് നമുക്ക് കാണാൻ പറ്റും. യൂകാരിയോട്ടിക് DNA ഈസ് ഡബിൾ സ്റ്റാൻഡേർഡ് ആൻഡ് ലീനിയർ ഓർഗനൈസ്ഡ് ഇൻ ടു ക്രോമസോംസ്. ക്രോമസോം ആയിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടാവും. അതാണ് നമുക്ക് ഫസ്റ്റ് ദ യൂകാരിയോട്ടിക് ക്രോമാറ്റിനിൽ നമുക്ക് കാണാൻ പറ്റുന്ന മെയിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ മേജർ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇനി ഹിസ്റ്റോൺ പ്രോട്ടീൻസ്, അതായത് നമ്മുടെ ന്യൂക്ലിയോസോംസ് ആയിട്ട് അല്ലെങ്കിൽ ന്യൂക്ലിയോസോംസ് ആയിട്ട് പാക്കേജ് DNA പാക്കേജ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഹിസ്റ്റോൺ പ്രോട്ടീൻസ് വേണം. സോ ഹിസ്റ്റോൺ പ്രോട്ടീൻസ് അവിടെ കാണാൻ പറ്റും. ദീസ് ആർ കോർ സ്ട്രക്ചറൽ പ്രോട്ടീൻസ് ദാറ്റ് ഹെൽപ്പ് പാക്കേജ് ദ DNA ഇൻടു ന്യൂക്ലിയോസോംസ് എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം, ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ആവശ്യമാണ്. DNA ന്യൂക്ലിയോസോംസ് ആയിട്ട് മാറ്റുന്നത് ആരാണ്, ഹിസ്റ്റോൺ പ്രോട്ടീൻസും കമ്പൈൻ ചെയ്തിട്ടാണ്. ഓക്കെ, നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻസും അവിടെ ഉണ്ട്. These include regulatory proteins enzymes involved in the replication of and repair of structural proteins. അതായത് സ്ട്രക്ചറൽ പ്രോട്ടീൻസ് ഉണ്ട് അല്ലേ, നമ്മുടെ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പ്രോട്ടീൻസ്, നമ്മുടെ സെല്ലിൻ്റെ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പ്രോട്ടീൻസിനാണ് സ്ട്രക്ചറൽ പ്രോട്ടീൻസ് എന്ന് പറയുക. അതുപോലെ തന്നെ റെപ്ലിക്കേഷൻ, DNA റെപ്ലിക്കേഷൻ, അതുപോലെ തന്നെ റിപ്പയറിങ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് സർട്ടൻ പ്രോട്ടീൻസ് എൻസൈംസ് ആവശ്യമാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള എൻസൈംസിനൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ഉള്ളത്. ഓക്കെ, അതാണ് റെഗുലേഷൻ, അവരുടെ റെഗുലേഷന് വേണ്ടിയിട്ടാണ് നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ഉള്ളത്. ഇനി RNA ഉണ്ടാവും, സ്മോൾ RNAs ലൈക്ക് SNRI, സിംഗിൾ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ സിംഗിൾ ന്യൂക്ലിയേറ്റഡ് RNA, miRNA അല്ലെങ്കിൽ മെസ്സഞ്ചർ RNA ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് നേസൻ ട്രാൻസ്ക്രിപ്റ്റ് ക്യാൻ ബി അസോസിയേറ്റഡ് വിത്ത് ദ ക്രോമാറ്റിൻ. അതായത് സർട്ടൻ RNAസും നമുക്ക് കാണാൻ പറ്റും, സിംഗിൾ സ്റ്റാൻഡേർഡ് RNA കാണാൻ പറ്റും, mRNA കാണാൻ പറ്റും, ഇങ്ങനെയുള്ള RNA ഒക്കെ എന്താ ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. സോ അതെന്താണ്, നമുക്ക് ഏതൊക്കെ കാണാൻ പറ്റും, നമുക്ക് DS-DNA കാണാൻ പറ്റും, ഹിസ്റ്റോൺ പ്രോട്ടീൻസ് കാണാൻ പറ്റും, നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ആൻഡ് RNA കാണാൻ പറ്റും. അപ്പം DS-DNA വരണം, ദാറ്റ് ഈസ് ലീനിയർ ആണ്, സർക്കുലർ അല്ല. സർക്കുലർ നമ്മൾ ഡബിൾ സ്റ്റാൻഡേർഡ് DNA കണ്ടിട്ടുള്ളത് പ്ലാസ്മിഡ്സിലാണ്, ബാക്ടീരിയൻ്റെ പ്ലാസ്മിഡ്സിലാണ് സർക്കുലർ കണ്ടിട്ടുള്ളത്. ലീനിയർ ആൻഡ് നമുക്ക് എന്ത് വേണം, ഹിസ്റ്റോൺ പ്രോട്ടീൻ വേണം, സം നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ആൻഡ് RNA. ഇതെല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും, നമുക്ക് നമ്മളുടെ യൂകാരിയോട്ടിക് ക്രോമാറ്റിനിൽ കാണാൻ പറ്റും. സോ അവിടെയും നമ്മളുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇതെല്ലാം നമുക്ക് എവിടെ കാണാൻ പറ്റും, നമുക്ക് യൂകാരിയോട്ടിക് ക്രോമാറ്റിനിൽ കാണാൻ പറ്റും. ഓക്കെ, സോ ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ.
സോ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ഡിഫർ ഇൻ ലാക്ടോബാസിലസ് ആൻഡ് സ്പൈറോഗൈറ. ലാക്ടോബാസിലസ് എന്ന് പറയുന്നത് ലാക്ടോസിനെ ലാക്റ്റിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ബാക്ടീരിയ ആണ്. സ്പൈറോഗൈറ എന്ന് പറയുന്നത് ഓട്ടോട്രോഫിക് ആയിട്ടുള്ള ഒരു ഗ്രീൻ ആൽഗിയാണ് സ്പൈറോഗൈറ. സ്പൈറോഗൈറയിൽ നമ്മൾ കാണുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ് ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ് മുതലേ പഠിച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇത് രണ്ടുപേർക്കും ഡിഫറൻസ് ഇല്ലാത്തത് ഏത് സ്ട്രക്ചറിനാണെന്നാണ് ചോദിക്കുന്നത്. ലാക്ടോബാസിലസ് റൈബോസോം ഡിഫറൻസ് ഉണ്ടാവും. ഇത് യൂകാരിയോട്ട് ആണ്, ഇത് പ്രോകാരിയോട്ട് ആണ്. അപ്പൊ റൈബോസോമിന് ഡിഫറൻസ് ഉണ്ടാവും. അത് ഒന്നില് 70 years ആയിരിക്കും, ഒന്നില് 80 years ആയിരിക്കും കാണാൻ പറ്റുക. ഇനി സെൽ മെംബ്രെയിൻ എല്ലാ സെൽസിലും സിമിലർ ആയിരിക്കും. ഇനി യൂകാരിയോട്ടിക് ആണെങ്കിലും പ്രോകാരിയോട്ടിക് ആണെങ്കിലും സെയിം ആയിരിക്കും. ഇത് പ്രോകാരിയോട്ട് ആണ് കേട്ടോ, ഇത് ബാക്ടീരിയ ആണ്. സോ ഇറ്റ്സ് എ പ്രോകാരിയോട്ട്. ഇനി സ്പൈറോഗൈറ എന്ന് പറയുന്നത് ആൽഗിയ യൂകാരിയോട്ട് ആണ്. സോ ഇവർക്ക് രണ്ടുപേർക്കും എന്തിലെ ചേഞ്ച് ഉണ്ടാവുള്ളൂ? റൈബോസോമിൽ ചേഞ്ച് ഉണ്ടാവും. സോ റൈബോസോം അല്ല നമ്മളുടെ ആൻസർ. ഇവിടെ 70 years ആണ് കാണാം, അവിടെ 80 years ആണ് കാണാം. ഓക്കെ. ഇനി സെൽ മെംബ്രെയിൻ എല്ലാവർക്കും സെയിം ആണ്. സോ അവിടെ ഒരു ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റില്ല. ഇനി സെൽ വാൾ സ്പൈറോഗൈറയിൽ സെൽ വാൾ ഡിഫറെൻ്റ് ആണ്. ലാക്ടോബാസിലസിലെ ഗ്ലൈക്കോകാലിക്സ് കൊണ്ടാണ് എന്തുണ്ടായിട്ടുള്ളത്, നമ്മളുടെ സെൽ വാൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ പെപ്റ്റിഡോ ഗ്ലൈക്കൻ വെച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ സെൽ വാളൊക്കെ ഡിഫറെൻ്റ് ആണ് അവിടെ. സ്പൈറോഗൈറയിൽ നമുക്ക് സെല്ലുലോസിക് സെൽ വാളാണ് കാണാൻ പറ്റുക. ഇനി ക്രോമസോമൽ ഓർഗനൈസേഷനും ഡിഫറെൻ്റ് ആണ്. ക്രോമസോം ഇവിടെ നമുക്ക് ന്യൂക്ലിയസ് തന്നെ കാണാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ്സ് ആൻ ബാക്ടീരിയ. ഇതെന്താണ്, ഒരു ആൽഗിയാണ്. ആൽഗി ആയതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റും? അവിടെ നമുക്ക് പ്രൊമിനന്റ് ന്യൂക്ലിയസ് കാണാൻ പറ്റും. സോ ക്രോമസോമൽ ഓർഗനൈസേഷനും ഡിഫറൻസ് ഉണ്ടാവും. സോ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് നോക്കാം ഏതാണ് റൈറ്റ് ആൻസർ എന്ന് നോക്കാം. സെൽ മെംബ്രെയിൻ ബോത്ത് ലാക്ടോബാസിലസ് ആൻഡ് സ്പൈറോഗൈറ possesses സെൽ മെംബ്രെയിൻ. രണ്ടുപേർക്കും സെൽ മെംബ്രെയിൻ ഉണ്ട്. ഓക്കെ, എല്ലാ സെൽസിനും സെൽ മെംബ്രെയിൻ ഉണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് നോക്കാം റൈബോസോം. ദേ ബോത്ത് ഹാവ് റൈബോസോം ബട്ട് പ്രോകാരിയോട്ടിക് റൈബോസോംസ് ഹാവ് 70 years. നമ്മൾ പറഞ്ഞു 70 years ടൈപ്പ് ആണ് ഉണ്ടാവുക. യൂകാരിയോട്ടിൽ 80 years ആണ് ഉണ്ടാവുക. സോ ദേ ഡിഫർ ഇൻ ടൈപ്പിൽ ഡിഫറൻസ് ഉണ്ട്. ഇനി സെൽ വാൾ, ബോത്ത് ഹാവ് സെൽ വാൾസ് ബട്ട് ദെയർ കോമ്പോസിഷൻ ഡിഫർ സിഗ്നിഫിക്കൻ്റ്ലി. പെപ്റ്റിഡോഗ്ലൈക്കൻ ഇൻ ലാക്ടോബാസിലസിലെ പെപ്റ്റിഡോഗ്ലൈക്കൻ ആണ് കാണാൻ പറ്റുക വേഴ്സസ് സെല്ലുലോസ് ഓർ പെക്ടോസ് ഇൻ സ്പൈറോഗൈറയിൽ സെല്ലുലോസിക് സെൽ വാൾ അല്ലെങ്കിൽ പെക്ടോസിക് സെൽ വാൾ ആണ് നമുക്ക് കാണാൻ പറ്റുക. ഇനി ക്രോമസോം ഓർഗനൈസേഷൻ, ലാക്ടോബാസിലസ് ഹാസ് എ സിംഗിൾ സർക്കുലർ ക്രോമസോം ഇൻ ന്യൂക്ലിയോയിഡ് റീജിയൻ. ന്യൂക്ലിയോയിഡ് ആയിട്ടാണ് ഉണ്ടാവുക, ന്യൂക്ലിയസ് അല്ല. ഓക്കെ, while Spirogera has multiple linear chromosomes within a true nucleus. അതായത് ട്രൂ ന്യൂക്ലിയസ് ആണ് അവിടെയുള്ള, യൂകാരിയോട്ട് ആണ്. ഇനി ഇൻക്ലൂഡിങ് എ ക്ലിയർ ഡിഫറൻസ്, അവിടെ ഒരു ക്ലിയർ ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഒരു സിംഗിൾ സർക്കുലർ ക്രോമസോം ആണ് അവിടെ കാണാൻ പറ്റുക. മറ്റേത് നമുക്ക് മൾട്ടിപ്പിൾ ക്രോമസോം തന്നെ നമുക്ക് ഒരു സെല്ലിൽ, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ലീനിയർ ക്രോമസോംസ് വിത്തിൻ എ ട്രൂ ന്യൂക്ലിയസിൽ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ലീനിയർ ക്രോമസോംസ് കാണാൻ പറ്റും. ഓക്കെ, സോ വി ആർ മൂവിങ് ടു ദ ആൻസർ, ദറ്റ് ഈസ് സെൽ മെംബ്രെയിൻ ആയിരിക്കും. ഒരു ഡിഫറൻസും ഇല്ലാതിരിക്കുക രണ്ടുപേരിലും, ബാക്കി എല്ലാ കാര്യങ്ങളിലും ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഈസ് ഡിഫറെന്റ് ഫ്രം സിമ്പിൾ ഡിഫ്യൂഷൻ ഇൻ. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ എനർജി യൂസ് ചെയ്തിട്ട് നടക്കുന്ന മോളിക്യൂൾസിന്റെ മൂവ്മെന്റ് ആണ്. ഫ്രം ഇറ്റ്സ് ലോവർ കോൺസെൻട്രേഷൻ ടു ഹയർ കോൺസെൻട്രേഷൻ, അതായത് ഹയർ കോൺസെൻട്രേഷനിലേക്ക് ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് നമ്മൾ മോളിക്യൂൾസിന്റെ മൂവ്മെന്റ് വിത്ത് ദ യൂസ് ഓഫ് എനർജി. ഇതിനെയാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. വിത്ത് ദ യൂസ് ഓഫ് എനർജി ആൻഡ് സെർട്ടൻ ഫെസിലിറ്റേറ്റിംഗ് ചെയ്യുന്ന സെർട്ടൻ പ്രോട്ടീൻസിന്റെ ഹെൽപ്പോട് കൂടി എനർജി യൂസ് ചെയ്തിട്ട് ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷനിലേക്ക് ഒരു മോളിക്യൂൾ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? നമ്മൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വിളിക്കുക. ഇനി സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ? സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് ഒരു മോളിക്യൂൾ ഫ്രം ഇറ്റ്സ് ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ വിതൗട്ട് ദ യൂസ് ഓഫ് എനർജി. എനർജി ഇവിടെ യൂസ് ചെയ്യുന്നില്ല. ഇവിടെ നമ്മൾ എനർജി യൂസ് ചെയ്യുന്നില്ല. ഇവിടെ എന്താണ് നമുക്ക് കാണാൻ പറ്റുക? ഡിഫ്യൂഷനിൽ ഹയർ ടു ലോവർ ആണ് അതിന്റെ മൂവ്മെന്റ് നമുക്ക് കാണാൻ പറ്റുക. ഡിഫ്യൂഷനിൽ ഹയർ ടു ലോവർ ആണ് അതിന്റെ മൂവ്മെന്റ് നമുക്ക് കാണാൻ പറ്റുക. ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ ലോവർ ടു ഹയർ ആണ് വിത്ത് ദ പ്രസൻസ് ഓഫ് എനി ഫെസിലിറ്റേറ്റിംഗ്
പ്രോട്ടീൻസ് ആൻഡ് എനർജി യൂസ് ചെയ്യുന്നു. എനർജി യൂസ് ചെയ്തിട്ടാണ് ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷനിലേക്ക് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് നടക്കുന്നത്. സിമ്പിൾ ഡിഫ്യൂഷനിൽ നടക്കുന്നത് ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്കാണ് നടക്കുന്നത്. സോ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഈസ് ഡിഫറെൻറ്റ് ഫ്രം സിമ്പിൾ ഡിഫ്യൂഷൻ ഇൻ ദ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് സിമ്പിൾ ഡിഫ്യൂഷനിൽ എങ്ങനെയാണ് ഡിഫറെൻ്റ് ആയിരിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡിഫറൻസ് എന്താണ്? ഇവിടെ ഡിഫറൻസ് എന്താ വരുന്നത്? ഡിഫറൻസ് നമുക്ക് മനസ്സിലായി, ഇത് ലോവർ ടു ഹയർ ആണ്, അവിടെ ഹയർ ടു ലോവർ ആണ്. ഇവിടെ എനർജി യൂസ് ചെയ്യുന്നുണ്ട്, അവിടെ എനർജി യൂസ് ചെയ്യുന്നില്ല. ഇവിടെ ചിലപ്പം നമുക്ക് ഫെസിലിറ്റേറ്റിംഗ് ആയിട്ടുള്ള പ്രോട്ടീൻസിനെ നമുക്ക്, അല്ലെങ്കിൽ കരിയർ പ്രോട്ടീൻസിനെ നമുക്ക് കാണാൻ പറ്റും. അവിടെ നമുക്ക് കരിയർ പ്രോട്ടീൻസിന് ആവശ്യമില്ല. അവിടെ ഹയർ ടു ലോവർ ആണ്. അത് നോർമലി പാസീവായിട്ട് എനർജി യൂസ് ചെയ്യാതെ നടക്കുന്ന ടൈപ്പ് ഓഫ് ഡിഫ്യൂഷൻ ആണ് സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. സോ അവിടെ നമുക്ക് ഈ ഒരു മൂവ്മെന്റിനെ ലോവർ ടു ഹയർ ഒരു മോളിക്യൂൾ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് അപ്പ് ഹിൽ മൂവ്മെന്റ് എന്ന് വിളിക്കുക. ഹയർ ടു ലോവർ പോവുകയാണെങ്കിൽ അതിനെ ഡൗൺ ഹിൽ മൂവ്മെന്റ് എന്നാണ് വിളിക്കുക. ഓക്കെ, ഡൗൺ ഹിൽ മൂവ്മെന്റ് എന്നാണ് വിളിക്കുക. അപ്പം അപ്പ് ഹിൽ മൂവ്മെന്റ് ആണ് എന്ത്? ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഉള്ളത്. ഡൗൺ ഹിൽ മൂവ്മെന്റ് ആണ് സിമ്പിൾ ഡിഫ്യൂഷൻ ഉള്ളത്. സോ പ്രസൻസ് ഓഫ് അപ്പ് ഹിൽ മൂവ്മെന്റ് ആണ് എന്ത്? നമ്മളുടെ ആക്റ്റീവ് ട്രാൻസ്പോർട്ടും സിമ്പിൾ ഡിഫ്യൂഷൻ തമ്മിലുള്ള മേജർ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ സി ആണ് എന്ത്? ഇതിലും റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. സോ ഓപ്ഷൻ സി, ദ പ്രസൻസ് ഓഫ് അപ്പ് ഹിൽ മൂവ്മെന്റ് ആയിരിക്കും. നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടി നോക്കാം. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഡിഫർ ഫ്രം സിമ്പിൾ ഡിഫ്യൂഷൻ ആസ് ഇറ്റ്സ് ഇൻവോൾവ്സ് ദ അപ്പ് ഹിൽ മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ് ഗോയിങ് എഗെയിൻസ്റ്റ് ദ concentration gradient and requires energy and transport proteins. In contrast, simple diffusion is passive, moves molecules down the gradient and does not need energy or transport proteins. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ കുറച്ച് പാരഗ്രാഫ് ആയിട്ട് കൊടുത്തുന്നുള്ളൂ. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ ഡിഫറൻസ് പറയുന്നത്. കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിൽ ഹയർ ടു ലോവർ ആണ് സിമ്പിൾ ഡിഫ്യൂഷൻ നടക്കുക. എനർജി യൂസ് ചെയ്യില്ല, പാസീവ് ആണ്. ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ കരിയർ പ്രോട്ടീൻസ് ചിലപ്പോൾ റിക്വയർഡ് ആയിരിക്കും. ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസ്, അതാണ് ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫെസിലിറ്റേറ്റിംഗ് പ്രോട്ടീൻസ് എന്നും കൂടി നമ്മൾ വിളിക്കുന്നതാണ്. അത് എന്താണ്? ഇറ്റ് റിക്വയർസ് എനർജി ആൻഡ് ഇറ്റ് മൂവ്സ് ഫ്രം ലോവർ ടു ഹയർ കോൺസെൻട്രേഷൻ. അതിനെയാണ് നമ്മൾ അപ്പ് ഹിൽ മൂവ്മെന്റ് എന്ന് പറയുക. അപ്പ് ഹിൽ, നമ്മൾ കുന്ന് കയറാൻ കുറേ എനർജി വേണം അല്ലേ? കുന്ന് ഇറങ്ങാൻ നമുക്ക് എനർജി വേണോ? അത്രത്തോളം എനർജി വേണ്ട. അതുകൊണ്ടാണ് അങ്ങനെ ആ ഒരു നെയിം വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പ് ഹിൽ മൂവ്മെന്റ് ആണ് അവിടെ നടക്കുന്നത്. സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. സോ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ഈ ഒരു സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇതുമാണ് നമ്മൾ ഒരുപാട് സെൽ ഓർഗനൈസ് ഉണ്ട് അല്ലേ? സെൽ ഓർഗനൈസിൻ്റെ ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട്. ഫംഗ്ഷൻസ് ഒക്കെ നമ്മൾ അഡ്വാൻസ് ലെവലിൽ നമ്മൾ അറിഞ്ഞിരിക്കണം. NSCJS എന്ന് പറയുന്നത് നമ്മൾ നോർമലി സ്കൂൾസിൽ നടക്കുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് എക്സാം പോലെയുള്ള ഒരു എക്സാം അല്ല. നമുക്ക് കുറച്ചുകൂടി ഹയർ നോളജ് വേണം. നമുക്ക് സയൻസിൽ കുറച്ചുകൂടി എന്തൂസിയാസ്റ്റ് ആവണം നമ്മൾ. എന്നാലേ നമുക്ക് കുറച്ചുകൂടി നമുക്ക് ആൻസേഴ്സും കാര്യങ്ങളൊക്കെ എഴുതാൻ പറ്റുള്ളൂ. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമാണ്. സോ എല്ലാവരും എന്ത് ചെയ്യാം, എല്ലാവരും NSCJS ഒക്കെ എഴുതി നോക്കാം. നമ്മുടെ രജിസ്ട്രേഷൻ ഒന്നും സ്റ്റാർട്ട് ചെയ്തില്ല. രജിസ്ട്രേഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ പെട്ടെന്ന് വരുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ബയോളജി മാത്രമല്ല, നമുക്ക് കെമിസ്ട്രി, ഫിസിക്സ് ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ് കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ അതിൻ്റെയൊക്കെ വീഡിയോ നമുക്ക് പിറകെ വരുന്നതാണ്. സോ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോസിൽ നിങ്ങൾക്ക് പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ NSCJS കമ്മ്യൂണിറ്റി, വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ലിങ്ക് നിങ്ങൾ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഫ്രീ ആയിട്ടാണ് കോച്ചിങ് കൊടുക്കുന്നത്. നമ്മൾ ഓഗസ്റ്റ് മുതൽ നമ്മൾ നവംബർ വരെയാണ് നമ്മൾ ഈ ഒരു ക്യാമ്പയിൻ നടക്കുന്നതുള്ള. അപ്പം ഈ ക്യാമ്പയിനിൽ എല്ലാവരും എന്ത് ചെയ്യുക, എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം സയൻസ് എന്തൂസിയാസ്റ്റ് ആണ് നിങ്ങളെങ്കിൽ എന്തായാലും നിർബന്ധമായിട്ടും NSCJS എക്സാംസ് ഒക്കെ എഴുതുക. NSCJS ഇറ്റ്സ് എ ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. നമുക്ക് കൂടുതൽ എക്സ്പോഷർ കിട്ടും. നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ചെയ്തു നോക്കാനുള്ള ഒരു നമുക്കൊരു എനർജി, കോൺഫിഡൻസ് ഒക്കെ തരുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് എക്സാം ആയിരിക്കും. 8, 9, 10 സ്റ്റുഡൻസ് ആയിരിക്കും ഇതിന് എലിജിബിലിറ്റി ഉണ്ടാവുക. അതുപോലെ തന്നെ 2011 2012 ജനിച്ച സ്റ്റുഡൻസ് കൂടിയാണ് കേട്ടോ. ഡേറ്റ് ഓഫ് ബർത്ത് 2011 2012 ആയിരിക്കണം. അതുകൂടി ഉണ്ട്. നമ്മൾ നമ്മൾ അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒക്കെ പറഞ്ഞുള്ള വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അതൊക്കെ എന്ത് ചെയ്യുക, വാച്ച് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എല്ലാവർക്കും NSCJSന് വേണ്ടിയിട്ട് ഓൾ ദി ബെസ്റ്റ് പറയാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ട് മീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് കെമിസ്ട്രീൻ്റെയും ഫിസിക്സിൻ്റെയും ഒക്കെ ചാപ്റ്റേഴ്സ് പിന്നാലെ വരുന്നുണ്ട്. സോ എല്ലാവരും എന്ത് ചെയ്യാം, സ്റ്റേ ട്യൂൺഡ് ആയിട്ട് ഇരിക്കുക. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.